ഓക്കെ, ഇന്ന് നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ് നോക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസ് എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഹൈ പ്രൈസ് ആണോ ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്, ലോ പ്രൈസ് ആണോ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബേസ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജി ആണോ ഓരോ ഫോം യൂസ് ചെയ്യുന്നതാണ് ഇന്ന് പഠിക്കുന്നത്. ബിഫോർ ദാറ്റ് ഇന്നലെ നമ്മൾ പ്രൈസിങ് ഡിസിഷൻസ് കണ്ടു. പ്രൈസിങ് ഡിസിഷൻ്റെ ഇമ്പോർട്ടൻസ്, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഫസ്റ്റ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ടു ഹൈ ഫിക്സ് ചെയ്യാൻ പാടില്ല. ടു ഹൈ ഫിക്സ് ചെയ്ത സെയിൽസ് വോളിയത്തിനെ എഫക്റ്റ് ചെയ്യും. ടു ലോ ഫിക്സ് ചെയ്താലും അത് എൻറ്റയർ റവന്യൂവിനെ എഫക്റ്റ് ചെയ്യും. സോ കോസ്റ്റുകൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വേണം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ. മെയിൻ ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൈസിംഗ് ഡിസിഷൻ ഈസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആൻഡ് ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇന്നലെ നമ്മൾ കണ്ടു. മാർക്കറ്റ് സ്ട്രക്ചറും കൂടി ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് കസ്റ്റമർ ഡിമാൻഡ്, കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് ആൻഡ് കോസ്റ്റ്. അതിനെ 3 C's എന്ന് പറയും. ഓക്കെ, ആൻഡ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഹാസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. ഓക്കെ, പ്രൈസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ ആണ് വരുന്നത്. പ്രൈസിൽ വരുന്ന ചേഞ്ച് ആണ് ഡിമാൻഡിലെ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഡിമാൻഡ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ബിക്കോസ് ഓഫ് ദാറ്റ്. ആൻഡ് ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ്. ആൻഡ് ആ പ്രൈസിലും ഡിമാൻഡിലും വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഓർ ദ റേറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പ്രൈസ്, ഹൗ ഇറ്റ് എഫക്ട് ദ ഡിമാൻഡ്. അങ്ങനെ മെഷർ ചെയ്യുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ആൻഡ് 5 ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടു. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ആൻഡ് കാൽക്കുലേഷൻ 2 മെത്തേഡ്സ് ഉണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പെർസെൻറ്റേജ് മെത്തേഡ് ആൻഡ് മിഡ് പോയിന്റ് ആർക്ക് മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. Mid point method just changes in quantity, no percentage. Change in quantity by average quantity by change in price by average price is taken. And other accurate method because average is using here. And the levels of elasticity, relatively elasticity greater than 1 ആയിരിക്കും price elasticity. More than, when a small change in price goes more than change in demand. ഒരു നല്ലൊരു ചേഞ്ച് തന്നെ ഡിമാൻഡിൽ വരുവാണെങ്കിൽ that is relatively elastic. And in this case demand curve is flat. And relatively inelastic means any small change in price will cause only less change in demand. That is relatively inelastic. And here demand price elasticity is less than 1 and demand curve is steep. Perfectly elastic means only one price. Producer is selling at only one price and the demand is perfectly elastic. Demand is undefined in this case. Only at one price the producer is selling. And perfectly inelastic, if there is any change in price, there is no change in quantity demanded. പ്രൈസിൽ ഹൈ വന്നാലും ലോ വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ that is perfectly inelastic. That is price elasticity of demand is equal to 0. Unitary elastic means when there is 12% change in price, it will cause same constant percentage change in demand. That is unitary elastic demand. And supply has a direct relationship with the price. Price increases, supply also increases. Price decreases, supply also decreases. That's why supply curve is upward sloping line, which is a supply curve. And market equilibrium എന്നൊരു സിറ്റുവേഷൻ പറഞ്ഞു. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് മീൻസ് സപ്ലയർ വിചാരിക്കുവാണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം ആൻഡ് ദ കസ്റ്റമർ ഹാസ് എ സെയിം യൂണിറ്റ്സിൻ്റെ തന്നെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ that stage is known as market equilibrium. And any point above the market equilibrium is excess supply, because any point above the market equilibrium means price കൂടുതലായിരിക്കും. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ ആയിരിക്കും കൂടുതൽ. സോ any point above the market equilibrium is excess supply and any point below the market equilibrium is excess demand, because
മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിന്റെ താഴത്തെ പോയിന്റ് ഇസ് ഓൾവേസ് പ്രൈസ് കുറവായിരിക്കും. പ്രൈസ് കുറവുള്ള കേസിൽ ഡിമാൻഡ് ആയിരിക്കും കൂടുതൽ. ദാറ്റ്സ് വൈ എക്സസ് ഡിമാൻഡ് ഇൻ എനി പോയിന്റ് ബിലോ ദ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ആൻഡ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആ പോയിന്റിൽ വരുന്ന പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ്, ആൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, അത്രയും നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് ഫാക്ടർ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇമ്പാക്ട് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഓൺ ദ പ്രൈസ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, മോണോപോളി മാർക്കറ്റ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, ഒളിഗോപോളി മാർക്കറ്റ്. ഈ ഓരോ മാർക്കറ്റിലും എങ്ങനെയാണ് പ്രൈസിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, n number of buyers and sellers, and all the buyers and sellers are well informed about their product. പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ട്രേഡ് സീക്രട്സ് അങ്ങനെ ഒന്നും സീക്രട്സ് ആയിട്ട് ഒന്നുമില്ല, എല്ലാം ഇൻഫർമേഷൻസ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. And no barriers for entry and exit. ആർക്ക് വേണമെങ്കിലും മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. സോ there is n number of buyers and sellers in the case of perfectly competitive market and the perfect knowledge about the product. ആ കേസിൽ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, അവിടെ വിൽക്കുന്ന പ്രോഡക്റ്റുകളുടെ പ്രൈസ് എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ കൂടുതൽ ഷെയർ ഉള്ള ഒരു കമ്പനി അവര് സെൽ ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ടാവും. അതിനെ മാർക്കറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. കൂടുതൽ ഷെയർ ഉള്ള കമ്പനി മീൻസ് അവരുടെ പ്രോഡക്റ്റിനായിരിക്കും കൂടുതൽ ഡിമാൻഡ്. അങ്ങനെയുള്ള കമ്പനീനെ മാർക്കറ്റ് ലീഡർഷിപ്പ് കമ്പനി എന്ന് പറയും. അങ്ങനെയുള്ള കമ്പനിയുടെ പ്രൈസ് ആയിരിക്കും ഒരു മാർക്കറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സർട്ടൻ അതോറിറ്റീസ് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ടാവും, മാർക്കറ്റ് പ്രൈസ്. അതിനെ ബേസ് ചെയ്തായിരിക്കും എല്ലാ കമ്പനീസും സെൽ ചെയ്യുന്നത്. അത് ആ മാർക്കറ്റ് പ്രൈസിന് ബിലോ ഏതെങ്കിലും പ്രൈസിന് നമ്മൾ സെൽ ചെയ്ത് എന്ത് പറ്റും? കുറെ ബയേഴ്സ് ഉണ്ട്, കുറെ സെല്ലേഴ്സ് ഉണ്ട്. സോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം മാർക്കറ്റ് പ്രൈസിലാണ് സെൽ ചെയ്യുന്നത്. നമ്മൾ മാത്രം അതിൽ കുറവ് സെൽ ചെയ്താൽ ദാറ്റ് വിൽ എഫക്ട് ദ മാർക്കറ്റ്. അങ്ങനെ ആരും സെൽ ചെയ്യില്ല. ആൻഡ് അതിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഹയർ ദാൻ മാർക്കറ്റ് പ്രൈസ് ചാർജ് ചെയ്താലോ നമ്മുടെ പ്രോഡക്റ്റിനെ എഫക്ട് ചെയ്യും. നമ്മുടെ പ്രോഡക്റ്റ് പിന്നെ ആരും വാങ്ങിക്കില്ല. ബിക്കോസ് മാർക്കറ്റിൽ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസിനേക്കാളും ലോവർ ആണ്. സോ ഓൾവേസ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ മാർക്കറ്റ് പ്രൈസിൽ തന്നെ സെൽ ചെയ്യാൻ നോക്കോളും. അതിന് എക്സാമ്പിൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, അഗ്രികൾച്ചർ മാർക്കറ്റ്. അഗ്രികൾച്ചർ മാർക്കറ്റിലെ സെല്ലേഴ്സ് ആരാണ്? ഫാമേഴ്സ് അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് സെൽ ചെയ്യുന്നത് ഒരു മാർക്കറ്റ് പ്രൈസിന്റെ ബേസിലായിരിക്കും. മാർക്കറ്റ് പ്രൈസിന് എബോ പ്രൈസിൽ ആരും സെല്ല് ചെയ്യില്ല. ബിക്കോസ് അവരുടെ പ്രോഡക്റ്റ് പിന്നെ ആരും വാങ്ങിക്കില്ല അങ്ങനെ സെല്ല് ചെയ്താൽ. സോ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ സെല്ലിംഗ് നടക്കത്തുള്ളൂ. ആൻഡ് ഹിയർ സെല്ലർ ഈസ് നോൺ ആസ് ദ പ്രൈസ് ടേക്കർ. ഹി ഹാസ് ടു ആക്സെപ്റ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓർ ഹി ഹാസ് ടു അഡോപ്റ്റ് ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിൽ സെൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ he is known as price taker in the case of perfect competition. Who? Seller of the product is the price taker in the case of perfectly competitive market. And ഇവിടെ സെൽ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. ബിക്കോസ് സിമിലർ നേച്ചറിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ സെൽ ചെയ്യുന്നത്. അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് തന്നെ എടുത്താലും അവിടെ എല്ലാ ഫാമേഴ്സും ഇപ്പൊ ഫ്രൂട്ട്സ് ആണ് സെൽ ചെയ്യുന്നതെങ്കിൽ ഫ്രൂട്ട്സിന് തന്നെ ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ഫ്രൂട്ട്സിന് ഇങ്ങനെ ബ്രാൻഡ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ഇന്ന ഫാമറിന്റെ ലാൻഡിൽ ഉണ്ടായതാണെന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഫാമേഴ്സ് എല്ലാവരും ഒരു മാർക്കറ്റിൽ കൊണ്ടുവന്ന് അവരുടെ പ്രോഡക്റ്റ്സ് വിൽക്കുവാണ്. സോ അവിടെ ബ്രാൻഡ് നെയിമോ ഒരു പ്രോഡക്റ്റിന് ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. പ്രോഡക്റ്റ് ലൈൻ സെയിം ആയിരിക്കും, ബട്ട് പ്രോഡക്റ്റിലെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, ബ്രാൻഡ് വാല്യൂം ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. സോ അവിടെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ അവർക്ക് സെൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്സ് നമുക്ക് പറയാം. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഓൺലി വൺ പ്രോഡക്റ്റ് ഉള്ളൂ, കറൻസിന് അവിടെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഡിഫറൻസിയേഷൻ വരുന്നില്ല. ആൻഡ് അവിടെ മാർക്കറ്റ് പ്രൈസ്, ദാറ്റ് മീൻസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫിക്സ്ഡ് ഓൾവേസ്. ഒരു അതോറിറ്റി ഫിക്സ് ചെയ്ത പ്രൈസ് ആയിരിക്കും എക്സ്ചേഞ്ച് റേറ്റ്.
അല്ലെങ്കിൽ അവിടെ മാർക്കറ്റിൽ വാല്യൂ ഓഫ് ദ കറൻസി ഡിഫറെന്റ് കൺട്രീസിന്റെ കറൻസിയുടെ വാല്യൂവിന്റെ ബേസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും ഉള്ളത്. സോ അത് കീപ്പ് ചെയ്യേണ്ടി വരും എല്ലാ സെല്ലേഴ്സും. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ സെല്ലേഴ്സ് ആ മാർക്കറ്റ് പ്രൈസിൽ തന്നെ, ദാറ്റ് മീൻസ് ആ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ തന്നെ എക്സ്ചേഞ്ചസ് നടത്തേണ്ടി വരും. So there is no other way to choose their own price. Okay, so the seller in the perfectly competitive market is price taker. So അങ്ങനെയാണ് പ്രൈസ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഹോമോജീനിയസ് നേച്ചറിൽ വരുന്ന പ്രോഡക്ട്സ് ഉണ്ടാകുമ്പോൾ പ്രൈസ് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായില്ലേ? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും അവിടുത്തെ പ്രൈസ്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ സിറ്റുവേഷൻ buyers and sellers are so numerous and well informed that all elements of monopoly are absent and the market price of a commodity is beyond the control of individual buyers and sellers. This market price is beyond the control because അവരെല്ലാം സെറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഓൾറെഡി ഉള്ളൊരു പ്രൈസ് ആണ്. സോ അവർക്ക് സെറ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ആൻഡ് ദേ ആർ വെൽ ഇൻഫോംഡ് അബൌട്ട് ദി ഓൾ ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ്. With many firms and homogeneous product under perfect competition, no individual firm is in a position to influence the price of the product. That means price elasticity of demand for a single firm will be infinitive. Here price elasticity infinitive and the firm is the price taker. So this is the first type of market condition, perfect competition. And second type is monopoly. And in case of monopoly firm, only one firm is producing and selling a particular commodity. അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല. ബയേഴ്സ് n number of buyers ഉണ്ട്, ബട്ട് ഓൺലി വൺ സെല്ലർ ഇസ് ദ. ആൻഡ് ഇവിടെയുള്ള പ്രോഡക്ട്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. സിമിലാരിറ്റി ഉള്ള പ്രോഡക്ട്സ് ഒന്നും മാർക്കറ്റിൽ ഇല്ല. അതിനെ റിലേറ്റ് ചെയ്ത ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് മീൻസ് അതിന് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്, അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഇല്ല. ഒരു സോൾ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് ദർ ഈസ് എ സോൾ പ്രൊഡ്യൂസർ ഓൾസോ. സോ ദർ ആർ നോ റൈവൽസ് ആൻഡ് ഡയറക്റ്റ് കോമ്പറ്റീഷൻസ് ഓഫ് ദ ഫേംസ്. റൈവലറി ഇല്ല, അല്ലെ? കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. ആകെ ഒരാൾ മാത്രം സെൽ ചെയ്യുന്നുള്ളൂ. Okay, in that case, that monopolist is the price maker. Okay, only one producer ഉള്ളൂ. ആ കേസിൽ അവര് തന്നെയായിരിക്കും പ്രൈസ് മേക്കേഴ്സ്. So in monopoly market, seller is the price maker. ആൻഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പവർ എല്ലാം സപ്ലൈ ചെയ്യുന്ന അതോറിറ്റീസിന് എക്സാമ്പിൾ പറയും. ഇപ്പോൾ കേരളയിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഓൺലി വൺ ബോർഡ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത്. നോ അതർ പ്രൈവറ്റ് ഫേം ഇസ് ഗിവിങ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ കുറച്ച് പവർ, ഇലക്ട്രിസിറ്റി, അങ്ങനെ റിന്യൂവൽ ആയിട്ടുള്ള കുറച്ച് റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ കേസിലൊക്കെയാണ് മൊണോപോളി ഫോംസ് ഉണ്ടാവുന്നത്. ആൻഡ് ദേ ആർ ദ പ്രൈസ് മേക്കേഴ്സ്. ആ ബോർഡിന് ഫിക്സ് ചെയ്യാം പ്രൈസ്, ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് കൺസംഷനെ ബേസ് ചെയ്ത് എന്ത് പ്രൈസ് ഫിക്സ് ചെയ്യണമെന്ന് ബോർഡിന് ഫിക്സ് ചെയ്യാം. ആൻഡ് ബയേഴ്സ് അല്ല, അല്ലാതെ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടല്ല ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ് ഓഫ് മൊണോപോളി. ആൻഡ് ഇന്ത്യൻ ഓയിലും നമുക്ക് എക്സാമ്പിൾ പറയാം. Okay, and they can fix the price. അതാണ് ഇവിടുത്തെ peculiarity. And they have no close substitutes for their product and no competition, and there is only one firm, and that firm itself the price maker. One and only one firm produces and sells a particular commodity or a service. There are no rivals or direct competitors of the firm. No other seller can enter the market for whatever reasons, legal, technical or economic. ആർക്കും മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ ബാരിയേഴ്സ് ഉണ്ട്, മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ ബാരിയേഴ്സ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, ന്യൂ ഫോംസിന് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. നമുക്ക് അവിടെ ബാരിയേഴ്സ് ഒന്നുമില്ല. ഹിയർ ദർ ആർ ബാരിയേഴ്സ് ഫോർ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദ ഫോംസ്. ബിക്കോസ് ഓൺലി ഒരു പെർട്ടിക്കുലർ അതോറിറ്റി മാത്രം സെല് ചെയ്യുന്നുള്ളൂ, അവർക്ക് മാത്രം അത് സെല് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ. No other firm is selling that and there is barriers to enter. അത് എന്ത് റീസൺ കൊണ്ടായിരിക്കും? ലീഗലും ടെക്നിക്കലും ആയിട്ടുള്ള റീസൺസ് കൊണ്ടായിരിക്കും അങ്ങനെ ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്. ഓക്കെ, monopolist is the price maker. He tries to take the best of whatever demand and cost condition exists without the fear of new firms entering to compete away his profits. Okay, they are the price makers.
and they can ഡിമാൻഡിനെയും സപ്ലൈനെയും ബേസ് ചെയ്തിട്ടല്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇവർക്ക് തന്നെ അവർക്കൊരു പ്രൈസ് ഫിക്സ് ചെയ്യാം അവരുടെ പ്രോഡക്റ്റിന്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് മോണോപോളി. And the third market structure is monopolistic competition. അത് in between monopoly and perfect competition ഇടയിൽ വരുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഇവിടെ ഇതിന് സ്ലൈറ്റ് സിമിലാരിറ്റീസ് വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ബിക്കോസ് ഇവിടെയും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. അതൊരു സിമിലാരിറ്റി ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ there is large number of buyers and sellers. ഓക്കെ, ബട്ട് ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ പ്രോഡക്റ്റില് ഡിഫറൻസിയേഷൻ ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരുന്നു, സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരുന്നു. അവിടെ ബ്രാൻഡ് നെയിമോ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് സെപ്പറബിളി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നുമില്ല. പ്രോഡക്റ്റ് ലൈൻസിന് ഡിഫറൻസ് ഉണ്ട്, ബട്ട് അതിന്റെ ഒരു പ്രോഡക്റ്റ് തന്നെ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. But in case of monopolistic competition, product differentiation ഉണ്ട്. നമ്മുടെ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒക്കെ എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, സോപ്പ്, ഷാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും സോപ്പ് എന്ന പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ലൈൻ തന്നെ ഡിഫറെന്റ് ബ്രാൻഡിന്റെ ഉണ്ട്. സോ ഓരോ ബ്രാൻഡിനും അവർ ഓരോ ഡിഫറൻസിയേഷൻ, ഓരോ ഫീച്ചേഴ്സ് ആണ്. സോ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെപ്പറേറ്റ്ലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ബിക്കോസ് ദ പ്രോഡക്റ്റ് ഹാസ് എ ഡിഫറൻസിയേഷൻ. ബിക്കോസ് ഡിഫറൻസിയേഷൻ ഇൻ ദ സെൻസ് ബ്രാൻഡ് വാല്യൂല് ഡിഫറൻസ് ഉണ്ട്, ഫീച്ചേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. പ്രോഡക്റ്റ് ലൈൻ സോപ്പാണ് അല്ലെങ്കിൽ ഷാമ്പു ആണ്, ബട്ട് അവരുടെ ബ്രാൻഡ് വാല്യൂല് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ്സ് വൈ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇൻ ദ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ആൻഡ് ഇവിടെയും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്, നോ ബാരിയേഴ്സ് ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അതൊക്കെ സിമിലാരിറ്റീസ് ആണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള സിമിലാരിറ്റീസ് ആണ്. ആൻഡ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഹിയർ ഓൾസോ പ്രൈസ് മേക്കർ ആണ്, ലൈക്ക് മോണോപോളിയിലെ പോലെ തന്നെ ഇവിടെയും പ്രൈസ് മേക്കേഴ്സ് ആണ്. മാർക്കറ്റ് പ്രൈസ് ഇവർ അഡോപ്റ്റ് ചെയ്യുന്നില്ല. ഓരോ കമ്പനിക്കും ഓരോ ബ്രാൻഡിനും അവർക്ക് പ്രൈസ് ചൂസ് ചെയ്യാം, അവരുടെ പ്രൈസ് ചൂസ് ചെയ്യാം. അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്താണോ അത് തന്നെ ഫിക്സ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ only in perfect competition seller is the price taker. Other market structures like a seller price makers ആണ്. Okay, monopolistic competition. There are large number of independent sellers and buyers in the market. Market condition between pure monopoly and perfect competition പറഞ്ഞു. മോണോപോളിയുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇടയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ. ബിക്കോസ് അതിന് ചില സിമിലാരിറ്റീസ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടും, ആൻഡ് സിമിലാരിറ്റീസ് വിത്ത് മോണോപോളി ഉണ്ട്. എന്താണ് സിമിലാരിറ്റി? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള സിമിലാരിറ്റി എന്താണ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, പെർഫെക്റ്റ് നോളേജ്, നോ ബാരിയേഴ്സ് ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഇതൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള സിമിലാരിറ്റി. മോണോപോളി ആയിട്ടുള്ള സിമിലാരിറ്റി എന്താണ്? പ്രൈസ് മേക്കേഴ്സ് ആണ്. മോണോപോളിയും പ്രൈസ് മേക്കർ ആണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും സെല്ലർ ഇസ് ദ പ്രൈസ് മേക്കർ. സോ അതുകൊണ്ടാണ് അത് ദാറ്റ് ഇസ് ബിറ്റ്വീൻ എ മാർക്കറ്റ് കണ്ടീഷൻ ബിറ്റ്വീൻ മോണോപോളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ബിക്കോസ് ബ്രാൻഡ് വെച്ച് അതിന് സെപ്പറബിളി ഐഡന്റിഫയബിൾ ആണ് പ്രോഡക്റ്റ്. ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും പ്രോഡക്റ്റിനെ ഫ്രം ദി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ in case of monopolistic competition. This situation arises when the same commodity is being sold under different brand names. Each brand is slightly different from the others. For example, like Celeral, Dow, അങ്ങനെ fast moving consumer goods mainly ഇതിൽ example വരും. That is monopolistic competition. And the fourth type of market condition is oligopoly. Oligopoly only few firms are operating in the oligopoly market. And അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ ഫ്യൂ പ്രോഡക്ട്സിൽ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യും. Oligopoly is a situation in which only few firms are competing in the market for a particular commodity. Under oligopoly, the number of competing firms being small, each firm controls an important proportion of the total supply. Consequently, the effect of change in price or output of one firm upon the sales of its rival firms is
noticeable and not insignificant. When any firm takes an action, its rival will be in probability react to it. For example, aircraft manufacturing, automobile manufacturing ഒക്കെ. ഇപ്പൊ ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിനൊക്കെ കുറച്ച് ഫോംസ് ഇറങ്ങിത്തിരിക്കുള്ളൂ. ഇന്ത്യയിൽ തന്നെ കുറച്ച് ഫോംസ് എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് സർവീസസ് കൊടുക്കുന്ന കുറെ ഫോംസ് ഉണ്ട്. ബട്ട് മാനുഫാക്ചറിങ്ങിൽ 1-2 ഫോംസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. സോ അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൂ അവരുടെ ഇടയിൽ. ഓൺലി ഫ്യൂ ഫോംസ്. ഓക്കെ, നമ്പേഴ്സ് ഇല്ല, ഓൺലി ഫ്യൂ ഫോംസ് ഉള്ളൂ. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിന്റെ ആക്ഷൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇവരും പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ഹിയർ ഒളിഗോപോളി മാർക്കറ്റിലും സെല്ലർ ഈസ് ദ പ്രൈസ് മേക്കർ. സെല്ലർ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനി, അവർക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം അവരുടെ പ്രോഡക്റ്റിന്റെ. ബട്ട് അവരുടെ ഇടയിൽ കുറച്ച് കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഫോംസേ ഉള്ളൂ. അപ്പൊ അതുകൂടി നോക്കിയിട്ട് വേണം അവർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ. അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കോമ്പറ്റീറ്റേഴ്സും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ കോമ്പറ്റീറ്റർ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്, പ്രൈസിൽ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്, പുതിയ എന്ത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഫ്യൂ ഫോംസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, നമ്പർ ഓഫ് ഫോംസ് ഇല്ല, ഓൺലി ഫ്യൂ ഫോംസ് ഉള്ളു. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, പ്രൈസിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ റൈവലറിയുടെ ആക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ റൈവലറി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം പ്രൈസിന്റെ കേസിൽ. ഓക്കെ, ആൻഡ് ഇവിടെ ഫോംസ് ഫ്യൂ ഫോംസ് ഉള്ളൂന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ ഒരു മാർക്കറ്റ് ലീഡർ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഓരോ ഫോമിനും ഓരോ പ്രൊപ്പോർഷൻ ഉണ്ടാവും മാർക്കറ്റിൽ. അത് അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയും. മീൻസ് അവര് സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് എത്ര നമ്പർ ഓഫ് പ്രോഡക്റ്റ് ആണ് അവർ ആവറേജ് സെല് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്ര നമ്പർ ഓഫ് ആവറേജ് കസ്റ്റമേഴ്സ് ഉണ്ട്, അതിന്റെ ബേസിൽ അവർക്ക് മാർക്കറ്റിൽ ഇപ്പോൾ 100% മാർക്കറ്റ് ഷെയറിൽ ഒരു 50% ഷെയർ ഒരു ഫോമിന്. ഫ്യൂ ഫോംസ്, അപ്പൊ 3 ഫോംസ് ഉള്ളെങ്കിൽ ഒരു ഫോമിന് 50% ഷെയർ ഉണ്ട്. മീൻസ് അത്രയും കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്. ആൻഡ് മറ്റു ഫോമിന് വേറൊരു ഫോമിന് 30% ആണ് മാർക്കറ്റ് ഷെയർ, ആൻഡ് അതർ ഫോം ഹാസ് 20% മാർക്കറ്റ് ഷെയർ. സോ 50, 30, 20 ഇതാണ് മാർക്കറ്റ് ഷെയർസ്. 3 ഫോംസ് ഇൻ ഒളിഗോപോളി മാർക്കറ്റ്. അപ്പോൾ 50% ഉള്ള ഫോം ആയിരിക്കും മാർക്കറ്റ് ലീഡർ. സോ ആ മാർക്കറ്റ് ലീഡർ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അയാളുടെ പ്രൈസ് മേ ബി സംടൈംസ് അയാളുടെ പ്രൈസിന്റെ ബേസിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. കാരണം മാർക്കറ്റ് ലീഡറിന്റെ പ്രോഡക്റ്റിനായിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. സോ അയാള് അവരുടെ പ്രോഡക്റ്റിന് പ്രൈസ് ലോ ആയിട്ട് ചൂസ് ചെയ്താൽ നമ്മൾ അതിനും കൂടുതൽ മാർക്കറ്റ് ലീഡർഷിപ്പ് കുറവ് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ കുറവുള്ള കമ്പനീസ് അതിൽ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്താൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, മാർക്കറ്റ് ലീഡർഷിപ്പ് ഉള്ള കമ്പനി, മാർക്കറ്റ് ഷെയർ കൂടുതലുള്ള കമ്പനി അവർ കുറവ് പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് അത്രയും കുറവ് പ്രൈസ് ചാർജ് ചെയ്താൽ നമ്മുടെ റവന്യൂ കുറയും. ആൻഡ് മാർക്കറ്റ് ഷെയർ കുറവുള്ള നമ്മുടെ കമ്പനീസും കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാൻ പോയാലും നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. സോ അങ്ങനെയുള്ള കേസിൽ ഫ്യൂ ഫോംസ് ഉള്ള കേസിൽ ഇതൊക്കെ കൂടി കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഓൺലി ഫ്യൂ ഫോംസ് ആർ ഓപ്പറേറ്റിംഗ് ഇൻ ദ മാർക്കറ്റ്. സോ റൈവലറിയുടെ ആക്ഷൻ എപ്പോഴും നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഇൻ കേസ് ഓഫ് ഒളിഗോപോളി. സോ these are the 4 market structure: perfect competition, large number of buyers and sellers, homogeneous product, and they are the price takers, and they are well informed about the product. Okay, and monopoly only one firm ആണുള്ളത്. അവർ പ്രൈസ് മേക്കേഴ്സ് ആണ്. അവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ലീഗൽ ഒരു എക്കണോമിക്കൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ടായിരിക്കും only one firm is operating in the particular industry. And monopolistic competition in between pure monopoly and perfect competition ആണ്. ഇവിടെ large number of buyers and sellers and price makers ആണ്. Product differentiation and product selling under different brand names. ഒളിഗോപോളി മാർക്കറ്റിൽ ഫ്യൂ ഫോംസ് ആർ ഓപ്പറേറ്റിംഗ്. സോ കോമ്പറ്റീറ്റേഴ്സ് ആക്ഷൻ എന്താണ് അത് എപ്പോഴും നോട്ടീസ് ചെയ്യണം. അതിന്റെ ബേസിൽ ഒരു പ്രൈസ് ഡിസിഷൻ എടുക്കണം. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ആണ് എക്സാമ്പിൾ. ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഈസ് ഓൾസോ എക്സാമ്പിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ടൈം ഹൊറൈസൺസ് എഫക്ട് പ്രൈസിങ്. എങ്ങനെയാണ് ടൈം ഹൊറൈസൺസ് പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്? There are two, നമ്മൾ പറഞ്ഞു ഷോർട്ട് റൺ പ്രൈസിംഗ് ഉണ്ട്, ലോങ് റൺ പ്രൈസിംഗ് ഉണ്ട്. ഷോർട്ട് റണ്ണിൽ വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റുകൾ ഉണ്ട്. ആൻഡ് ഷോർട്ട് റണ്ണിൽ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റീനെ
എക്സീഡ് ചെയ്യാൻ പറ്റില്ല. പ്ലാൻ കപ്പാസിറ്റി കൂട്ടാൻ പറ്റില്ല ഷോർട്ട് റണ്ണിൽ. പുതിയ പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്യാനോ അങ്ങനെയുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ലോങ് ടേം ഡിസിഷൻസ് ഒന്നും ഷോർട്ട് റണ്ണിൽ എടുക്കാൻ പറ്റില്ല. ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റും നമ്മൾ ചില ടൈംസിൽ ഷോർട്ട് റണ്ണിൽ ഇറലവൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് അതിനൊരു എക്സാമ്പിൾ ആണ് സ്പെഷ്യൽ ഓർഡർ ഡിസിഷൻ. സ്പെഷ്യൽ ഓർഡർ ഡിസിഷനിൽ അത് വിത്തിൻ ഒരു 1 year വരുന്ന ഒരു ഡിസിഷനാണ്, വൺ ടൈം കസ്റ്റമർ ആണ്. അപ്പോൾ സ്പെഷ്യൽ ഓർഡറിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൈസ് എന്തുമാത്രമാണ്? ഓൺലി അവോയ്ഡബിൾ ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റും അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റും മാത്രമേ സ്പെഷ്യൽ ഓർഡറിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ചൂസ് ചെയ്യുമ്പോൾ, സെല്ലിംഗ് പ്രൈസ് സ്പെഷ്യൽ ഓർഡറിൽ യൂഷ്വലി നമ്മുടെ കസ്റ്റമർ ഓഫർ ചെയ്യുന്ന പ്രൈസ് നമ്മൾ എടുക്കുകയുള്ളൂ. ആൻഡ് ബൾക്ക് ആയിട്ടുള്ള ഓർഡർ ആണ്, കസ്റ്റമർ ഓഫർ ചെയ്യുന്ന പ്രൈസിലേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ആൻഡ് ആ കസ്റ്റമർ ഓഫർ ചെയ്യുന്ന പ്രൈസ് എന്തായിരിക്കും? നമ്മുടെ ഒരു മിനിമം പ്രൈസ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ആ വേരിയബിൾ കോസ്റ്റുകൾ മാത്രം കവർ ചെയ്യുന്ന ഒരു പ്രൈസ് ആയിരിക്കും സ്പെഷ്യൽ ഓർഡർ ഡിസിഷനിൽ നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് വളരെ കുറവായിരിക്കും അല്ലെ? ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും അതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രൈസ് ചെയ്യണം? നമ്മുടെ എല്ലാ കോസ്റ്റുകളും കൺസിഡർ ചെയ്ത് അതിലൊരു പ്ലസ് മാർക്കപ്പ്, ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കോസ്റ്റ് ഒരു 100 ആണ്, ടോട്ടൽ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് 100 ടോട്ടൽ കോസ്റ്റ് കിട്ടി. 100 ടോട്ടൽ കോസ്റ്റിന് ഒരു 10% കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്തത്, മീൻസ് 10 ആഡ് ചെയ്തിട്ട് 110-നാണ് നമ്മുടെ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സെല് ചെയ്താലും നമുക്ക് കൂടുതൽ സെയിൽസ് റവന്യൂ കിട്ടുള്ളൂ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഷോർട്ട് റണ്ണിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും കവർ ചെയ്യില്ല. പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഇൻ ഷോർട്ട് റൺ പ്രൈസിങ് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഇറലവൻറ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് വേരിയബിൾ കോസ്റ്റ്. അറ്റ്ലീസ്റ്റ് വേരിയബിൾ കോസ്റ്റെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്ന സെല്ലിംഗ് കോസ്റ്റ് ആയിരിക്കും ഷോർട്ട് റണ്ണിൽ നമ്മൾ എടുക്കുന്നത്. ആൻഡ് പ്ലാൻ കപ്പാസിറ്റി ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ പ്ലാൻ കപ്പാസിറ്റി എക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട് ഷോർട്ട് റണ്ണിൽ. അതുകൊണ്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഷോർട്ട് റണ്ണിൽ പ്രൈസിങ് ചെയ്യാൻ. ആൻഡ് ഷോർട്ട് റൺ മീൻസ് ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ലെസ് ദാൻ 1 year, അല്ലെങ്കിൽ 6 months ഒക്കെ ആയിരിക്കും. ഈ സ്പെഷ്യൽ ഓർഡർ ഡിസിഷൻ, സ്പെഷ്യൽ പർച്ചേസ് ഓർഡേഴ്സ്, ഇതൊക്കെ ആയിരിക്കും ഷോർട്ട് റണ്ണിൽ മാൻഡേറ്ററി ആയിട്ട് വരുന്ന പ്രൈസിങ് മെത്തേഡ്സ്. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി കേസസ് വരുമ്പോൾ മാത്രമേ ഷോർട്ട് റണ്ണിൽ നമ്മൾ പ്രൈസിങ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാകുള്ളൂ. ബട്ട് ലോങ് റണ്ണിലാണ് എപ്പോഴും കമ്പനി പ്രൈസ് സെറ്റ് ചെയ്യുന്നത് അല്ലെ? ലോങ് റണ്ണിലേക്ക് എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റുകളുടെ പ്രൈസ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് അത് ഫിക്സ്ഡ് ആയിരിക്കും. MRP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ്ഡ് ആയിരിക്കും, ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ അത് അവർ കോസ്റ്റുകൾ കുറെ വർഷങ്ങൾ അവർ ആ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിങ് നടത്തി ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മനസ്സിലാക്കി, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്തൊക്കെയെന്ന് കൺസിഡർ ചെയ്ത് ആൻഡ് എത്ര പ്രോഫിറ്റ് അവർക്ക് അച്ചീവ് ചെയ്യണം, അതിന്റെ ബേസിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു മിനിമം പ്രൈസ് ആണ് പ്രോഡക്റ്റിന് കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ ലോങ് റൺ പ്രൈസ്. എല്ലാ കോസ്റ്റുകളും അതിൽ കവർ ചെയ്ത് പോകുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അങ്ങനെ ഒരു പ്രൈസ് അവർ ഫിക്സ് ചെയ്യുന്നത്. സോ ലോങ് റണ്ണിൽ എല്ലാ കോസ്റ്റുകളും വേരിയബിൾ ആണ്. ആൻഡ് പ്ലാൻ കപ്പാസിറ്റി എക്സീഡ് ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റും ഇൻ ലോങ് റൺ. ഓക്കെ, അപ്പൊ ലോങ് റണ്ണിൽ നമ്മൾ മാർക്കറ്റ് ബേസ്ഡ് കോസ്റ്റിങ്ങും ആൻഡ് പ്രൈസിങ്ങും കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങും നമ്മൾ ചൂസ് ചെയ്യും. അതിനെന്താ നമ്മൾ പഠിക്കും? മാർക്കറ്റ് ബേസ്ഡ് പ്രൈസിങ് ആൻഡ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. സോ ലോങ് റൺ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 year ആയിരിക്കും. ആൻഡ് ജനറലി മേജർ മാർക്കറ്റിൽ കമ്പനി പ്രോഡക്റ്റ്സ് ഇറക്കുമ്പോൾ ഡിറ്റർമൈൻ ചെയ്യേണ്ട പ്രൈസ് ആണ് ലോങ് റൺ പ്രൈസിങ്. ബട്ട് ഷോർട്ട് റൺ പ്രൈസിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കേസസിൽ മാത്രം എടുക്കുന്ന പ്രൈസിങ് ആണ് ഷോർട്ട് റൺ പ്രൈസിങ്. അത് വിത്തിൻ ലെസ് ദാൻ 1 year ആയിരിക്കും. ലോങ് റൺ പ്രൈസിങ് മേജർ മാർക്കറ്റിൽ കമ്പനി അവരുടെ പ്രോഡക്റ്റ്സ് ഇറക്കുമ്പോൾ എന്ത് പ്രൈസ് ആണ് ചൂസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ദി ലോങ് റൺ പ്രൈസിങ്. ഓക്കെ, ക്ലിയർ ആണോ? ഫുള്ള് തിയറി ആണെന്ന്, ആരും ഉറങ്ങരുത് കേട്ടോ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ്, എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജി എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജീസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
എനിബഡി? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. Long run plan use which defines strategy, defines our company. ഓക്കെ, ഗുഡ്. അല്ലെ, കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ലോങ് റൺ ആയിട്ടുള്ള പ്ലാൻസ് ആണ് സ്ട്രാറ്റജീസ്. കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഓവർകം ചെയ്ത് നിൽക്കണം. കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജി, കോമ്പറ്റീറ്റേഴ്സിന്റെ എന്തെങ്കിലും പ്ലാനുകൾ അവർ എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാൻ പറ്റണം. അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ലോങ് റൺ ആയിട്ടുള്ള പ്ലാൻസ് ആണ് സ്ട്രാറ്റജീസ്. ഓക്കെ, ഗുഡ്. ഇപ്പൊ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്? പ്രൈസ് നമ്മൾ ലോങ് ടേമിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞു, പെനട്രേഷൻ പ്രൈസിങ് പറഞ്ഞു, ജിയോന്റെ എക്സാമ്പിൾ, റിലയൻസ് ജിയോന്റെ. അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർക്ക് മെയ്ഡ് അപ്പ് റിസോഴ്സസും റിസർവ്സ് ഒക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അവർ അവരുടെ ഒരു പ്രോഡക്റ്റ്, ന്യൂ പ്രോഡക്റ്റ് ഇറക്കിയപ്പോൾ 0 പ്രൈസിൽ ഇറക്കി. കാരണം അവർക്ക് അതിന്റെ കോസ്റ്റുകളൊക്കെ അവരുടെ റിസർവ്സിൽ നിന്ന് മേക്കപ്പ് ചെയ്യാം. ബട്ട് സ്റ്റാർട്ടപ്പ് കമ്പനീസിനൊന്നും അങ്ങനെ പറ്റണമെന്നില്ല. എല്ലാ കമ്പനീസിനും അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാൻ പറ്റില്ല. സോ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ, അവരുടെ വെൽബീങ്, അവരുടെ ഗുഡ് വിൽ, അവരുടെ ഓൺഗോയിങ്, അവരുടെ റിസർവ്സ്, ക്യാപിറ്റൽ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ സ്ട്രാറ്റജി ഫിക്സ് ചെയ്യുന്നത്. എന്ത് പ്രൈസിങ് സ്ട്രാറ്റജി അവർ ചൂസ് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ജിയോ അവർ ചൂസ് ചെയ്തു പെനട്രേഷൻ പ്രൈസിങ്, മീൻസ് ജസ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ മാർക്കറ്റിനെ വിൻ ചെയ്യാം, കൂടുതൽ കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യാം എന്നൊരു സ്ട്രാറ്റജിയാണ് അവർ ചൂസ് ചെയ്തത്. ആൻഡ് ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ആൻഡ് ദേ ഹാവ് ഇനഫ് റിസോഴ്സസ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്തുകൊണ്ട് അവർക്ക് കോസ്റ്റുകൾ കവർ ചെയ്യാൻ പറ്റും, അവർക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. ആൻഡ് അവർക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. ഡിഫറെന്റ് ഏരിയാസിൽ അവർക്ക് ബിസിനസ് ഉണ്ട്. സോ ഒരു ടെലികോമിൽ അവർക്ക്, ടെലികോം ഇൻഡസ്ട്രിയിൽ അവർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ മറ്റ് ഇൻഡസ്ട്രിയിലെ ബിസിനസ് വെച്ച് അവർക്ക് അത് മേക്കപ്പ് ചെയ്യാം. അങ്ങനെ അപ്പോൾ അതൊരു ലാർജ് കമ്പനി ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാൻ പറ്റി. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ സ്ട്രാറ്റജീസിനെ എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. Okay, to determine the most effective pricing strategy for a company, senior executives need to first identify the company's pricing position, pricing segment, pricing capability, and their competitive pricing reaction strategy. Okay, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? കമ്പനിയുടെ പ്രൈസിങ് പൊസിഷൻ. ഓക്കെ, ഇപ്പോൾ പ്രൈസ് ചെയ്യാനുള്ള എന്ത് പ്രൈസിങ് പൊസിഷൻ ആണ് കമ്പനികൾ? ലോ പ്രൈസ് ചെയ്യാനോ ഹൈ പ്രൈസ് ചെയ്യാനോ ഉള്ള പൊസിഷൻ ആണോ? എന്ത് പ്രൈസിങ് പൊസിഷൻ ആണ് കമ്പനിക്കുള്ളത്? ആൻഡ് പ്രൈസിങ് സെഗ്മെന്റ്, ഏത് മാർക്കറ്റ് സെഗ്മെന്റിലേക്കാണ് അവർ പ്രൈസ് ചെയ്യാൻ പോകുന്നത്? ആ മാർക്കറ്റ് സെഗ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അത് കൺസിഡർ ചെയ്യണം. പ്രൈസിങ് കേപ്പബിലിറ്റി, അവർ കേപ്പബിൾ ആണോ? പ്രൈസിങ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടോ? കമ്പനി അത്രയും കേപ്പബിൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അത്രയും ലോ പ്രൈസ് ഒക്കെ ചാർജ് ചെയ്തത്, ലോ പ്രൈസിലൊക്കെ പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റുള്ളൂ ഇനീഷ്യൽ സ്റ്റേജിൽ. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഇറക്കുന്ന പ്രൈസിൽ തന്നെ, അല്ലെങ്കിൽ എല്ലാ കോസ്റ്റുകളും കവർ ചെയ്ത പ്രൈസിൽ തന്നെ നമ്മൾ ഇറക്കേണ്ടി വരും. ആൻഡ് ദിയർ കോമ്പറ്റീറ്റീവ് പ്രൈസിങ് റിയാക്ഷൻ, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരു പ്രൈസ് ഒക്കെ ഇട്ട് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഇൻഡസ്ട്രിയിലുള്ള സിമിലർ പ്രോഡക്റ്റ് ലൈൻസ് ഉള്ള കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യും? നമ്മളൊരു നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ വളരെ കുറവാണ്. നമ്മൾ ലൊക്കേഷൻ ഇക്കണോമീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആപ്പിൾ യൂസ് ചെയ്ത പോലെ അവർ ചൈനയിൽ കൊണ്ട് പ്രൊഡക്ഷൻ നടത്തി, എന്നാലും അവരുടെ പ്രോഡക്റ്റിന് പ്രൈസ് കൂടുതലാണ്. അവർ US പ്രൊഡക്ഷൻ നടത്തിയെങ്കിൽ എന്ത് പറ്റിയേനെ? ഇതിനേക്കാളും കൂടിയേനെ ഐഫോണിന്റെ വിലയൊക്കെ. ഓക്കെ, അവർ ചൈനയിലും പ്രൊഡക്ഷൻ നടത്തിയോണ്ട് ലൊക്കേഷൻ ഇക്കണോമീസ് അവർ യൂസ് ചെയ്തു. ഓക്കെ, ചൈനയിൽ ചീപ്പസ്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താന്ന് വെച്ചാൽ അവർ അസംബ്ലി, അവരുടെ പ്രോഡക്റ്റിന്റെ അസംബ്ലി ഒക്കെ അവിടെ കൊണ്ടേ നടത്തി. സോ അവർക്ക് അത്രയും പ്രൈസ് അവർക്ക് ഈ വിചാരിച്ചതിനേക്കാളും കുറയ്ക്കാൻ പറ്റി. ബട്ട് നമ്മൾ ഇറക്കുന്ന പ്രോഡക്റ്റ്, അങ്ങനെ പ്രൈസിങ് ഒക്കെ ചെയ്ത് ഇറക്കുന്ന പ്രോഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസിനേക്കാളും കുറവാണ് എന്ന് കോമ്പറ്റീറ്റർ കണ്ടു കഴിഞ്ഞാൽ അവർ അടുത്ത സ്ട്രാറ്റജി എടുക്കും, അവരുടെ പ്രൈസ് ഇനി കുറയ്ക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഈസ് ഓൾവേസ് ലുക്കിംഗ്. പുതിയ പ്രോഡക്റ്റ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അവരുടെ പ്രൈസിന് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചായിരിക്കും കസ്റ്റമറിന്റെ റിയാക്ഷൻ.
സോ നമ്മുടെ കമ്പനിയുടെ ബേസിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ കോമ്പറ്റീറ്ററിന്റെ റിയാക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൈസിങ് സ്ട്രാറ്റജി ചൂസ് ചെയ്യാൻ. ആൻഡ് എന്തൊക്കെ ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സ് നമ്മൾ യൂഷ്വലി നമ്മൾ കാണുന്നതാണ്, ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യും. ആൻഡ് പ്രൈസിംഗിൽ അതുപോലെ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? സർവൈവൽ മീൻസ് നമ്മുടെ കമ്പനി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണോ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, കുറെ നാളായിട്ട് കുറെ വർഷങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്, ഇനി സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കമ്പനിക്ക് ഉണ്ട്, അത്രയും റിസോഴ്സ് ഉണ്ടോ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ. നെക്സ്റ്റ് വൺ ഇസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്നെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? നമ്മുടെ ഡിമാൻഡും നമ്മുടെ കോസ്റ്റുകളെല്ലാം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, നമുക്ക് സ്റ്റഡി നടത്താം, ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്ത് സാമ്പിൾ സർവേ ഒക്കെ നടത്താം. അങ്ങനെ ഡിമാൻഡും കോസ്റ്റ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാം ഡിഫറെന്റ് പ്രൈസ് ലെവൽസിൽ. ഡിഫറെന്റ് പ്രൈസിൽ സാമ്പിൾ സർവേ ഒക്കെ നടത്തൂലേ. ഇപ്പൊ ബിഗ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എൻറ്റയർ ബ്രോഡ് മാർക്കറ്റിൽ ഇറക്കാതെ അവരൊരു സാമ്പിൾ ഒരു ലോക്കൽ മാർക്കറ്റിൽ ഇറക്കി ഒരു സർവേ ഒക്കെ നടത്തി ശേഷം അവരുടെ ബ്രോഡ് മാർക്കറ്റിലേക്ക് ആ പ്രോഡക്റ്റിനെ ഇറക്കും. സോ അതുപോലെ തന്നെ ഒരു സാമ്പിൾ സർവേ ഒക്കെ നടത്താം, ഡിഫറെന്റ് പ്രൈസിൽ നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്ത് കസ്റ്റമറിന്റെ ഡിമാൻഡ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ കോസ്റ്റ് കൂടി കവർ ചെയ്താലേ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഒബ്ജക്റ്റീവ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം പ്രൈസിങ് ചെയ്യുമ്പോൾ. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാതെ പ്രൈസിങ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കോസ്റ്റ് മാത്രം കവർ ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തിയേണ്ട കാര്യമുണ്ടോ? ഇല്ല, പ്രോഫിറ്റും കൂടി മേക്ക് ചെയ്യാൻ പറ്റണം കമ്പനിക്ക്. ആൻഡ് തേർഡ് വൺ ഈസ് മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ്. നമ്മൾ പറഞ്ഞു അത് കേസ് മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ്. മാർക്കറ്റിൽ കൂടുതൽ ഷെയർ ഉള്ള കമ്പനീസ്, ദാറ്റ് മീൻസ് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള പ്രോഡക്റ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ അവര് ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കിയാൽ എല്ലാവർക്കും വില്ലിങ് ആയിരിക്കും ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ. അതിന് ലോ പ്രൈസ് ആയാലും ചില കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റിനോട് നമ്മൾ നല്ല അവരുടെ പ്രോഡക്റ്റിന് ഓൾറെഡി നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. സോ അവർ ഏത് പ്രോഡക്റ്റ് ഇറക്കിയാലും ലോ പ്രൈസിൽ ഇറക്കിയാലും നമുക്ക് വിശ്വാസമായിരിക്കും ആ പ്രോഡക്റ്റിന്റെ. നമുക്കൊരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാവും ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിനോട്. ഓക്കെ, ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയും മീൻസ് അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ഓൾറെഡി ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ്. സോ അവരെന്തെങ്കിലും ന്യൂ പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു ബ്രാൻഡ് ലോയൽറ്റി കൊണ്ട് ലോ പ്രൈസ് ആയാലും ഹൈ പ്രൈസ് ആയാലും നമ്മൾ അത് പർച്ചേസ് ചെയ്യും. സോ അതാണ് മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ്. കൂടുതൽ മാർക്കറ്റിൽ കൂടുതൽ ഷെയർസ് ഉള്ള കമ്പനി, ബിഗ് ആയിട്ടുള്ള കമ്പനീസ്, നല്ല പ്രോഡക്ട്സ് എടുക്കുന്ന കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രോഡക്ട്സിന് പ്രൈസ് എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. സോ ആ മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ്, നമ്മുടെ കമ്പനി മാർക്കറ്റ് ഷെയറിൽ എങ്ങനെയാണ്, നമ്മളിത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നോക്കണം. അപ്പൊ നമ്മുടെ കമ്പനി മാർക്കറ്റ് ഷെയറിൽ എത്ര ഷെയർസ് ഉണ്ട്, നമ്മുടെ കസ്റ്റമർ വില്ലിങ് ആയിട്ടുള്ള കസ്റ്റമർ ആണോ എന്ന് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൈസിങ് ചൂസ് ചെയ്യാൻ. ആൻഡ് ഡിസ്കറേജിങ് കോമ്പറ്റീറ്റേഴ്സ് ആക്ഷനും കൂടി, കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടി ലോ പ്രൈസിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് അതിനും ലോ പ്രൈസിൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെങ്കിൽ അവർ അതിന് കൊടുക്കാൻ നോക്കും. സോ കോമ്പറ്റീഷൻസ് ആക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ. ആൻഡ് അതർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് റീസെല്ലർ ലോയൽറ്റി, അവോയ്ഡിങ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, stabilizing the market, drawing customers into a retail store, or setting the price of one product in order to improve sales of the other products. റീസെല്ലർ ലോയൽറ്റി എന്ന് പറയുമ്പോൾ ഒരു മാനുഫാക്ചർ അവരുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് അവർക്ക് കുറേ ഡീലേഴ്സ് ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫോർഡ് മാനുഫാക്ചർ ചെയ്യുന്ന US കമ്പനിയാണ് ഫോർഡ്. ബട്ട് അവർക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൽ അവർക്ക് ഡീലേഴ്സ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കൈരളി ഫോർഡ്, മലയാളം ഫോർഡ്, അങ്ങനെ ഒരു ഡീലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ പേര് വന്നിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ഫോർഡ് ഇസ് എ US ബേസ്ഡ് കമ്പനി. ഓക്കെ, അപ്പൊ ഡീലേഴ്സ് അല്ലെങ്കിൽ റീസെല്ലേഴ്സ്, അപ്പൊ റീസെല്ലേഴ്സിന് അത് പിന്നെയും റീസെല് ചെയ്യുമ്പോൾ ഫോർഡ് എന്ന കമ്പനി, ഫോർഡ് എന്ന മാനുഫാക്ചർ ഒരു പ്രൈസ് അവരുടെ കാറിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഡീലറിന് കൊടുക്കുമ്പോൾ ആ ഡീലർ അത് കസ്റ്റമറിന് വിൽക്കുവാണ്. ഡീലറിന് അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, മാനുഫാക്ചറിന് ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കും മാനുഫാക്ചർ ഡീലറിന് കൊടുക്കുന്നത്.
ആൻഡ് ഡീലർ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നത്. ആൻഡ് ഈ ഡീലർ മാനുഫാക്ചറിന്റെ ഇടയിൽ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേറെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള റീസെല്ലറിന്റെ കേപ്പബിലിറ്റി, അയാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ അയാൾക്കും കൂടി ഒരു പ്രോഫിറ്റും കൂടി കിട്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം കമ്പനി ഒരു പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ. അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റുപോകില്ല. ഈ ഡീലേഴ്സ് ഒന്നും അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് തയ്യാറാകില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡീലേഴ്സ് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തില്ലല്ലോ. സോ അപ്പൊ റീസെല്ലേഴ്സിന്റെ കൂടി ഒരു അവരുടെ ഭാഗത്തും കൂടി ചിന്തിച്ചിട്ട് വേണം കമ്പനി ഒരു പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ. ആൻഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ്, ലോട്ട് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഉണ്ടാകും. ലീഗൽ ആയിട്ടുള്ള ഫീസ്, ടാക്സ്, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം പ്രൈസിങ് എടുക്കുമ്പോൾ. ആൻഡ് സ്റ്റെബിലൈസിങ് ദ മാർക്കറ്റ് ആൻഡ് ഡ്രോയിങ് കസ്റ്റമേഴ്സ് ഇൻ ടു റീറ്റെയിൽ സ്റ്റോർ. അല്ലെ, കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന പ്രൈസ്, അതെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാം. അതൊക്കെയാണ്, അതാണ് ഡ്രോയിങ് കസ്റ്റമേഴ്സ് ഇൻ ടു ദ റീറ്റെയിൽ സ്റ്റോർ, സെറ്റിംഗ് ദ പ്രൈസ് ഓഫ് വൺ പ്രൊഡക്റ്റ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് സെയിൽസ് ഓഫ് ദ അതർ പ്രോഡക്ട്സ്. അങ്ങനെ ഇന്റേണലി കമ്പനി എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കിയത്. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ നെക്സ്റ്റ് ഇത് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അവരുടെ സർവൈവൽ, അവരുടെ കപ്പാസിറ്റി, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറ്റും, മീൻസ് ഡിമാൻഡും കോസ്റ്റ് എല്ലാം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിന് നന്നായിട്ട് ഇറക്കാൻ പറ്റുമോ, ആൻഡ് അവരുടെ മാർക്കറ്റ് ഷെയർ, കോമ്പറ്റീഷൻ, ആൻഡ് ദെൻ റീസെല്ലറിന്റെ ലോയൽറ്റി, ഗവൺമെന്റ് ഇന്റർവെൻഷൻസ്, ഇതെല്ലാം. ആൻഡ് അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതാണ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അതാണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ആൻഡ് മാർക്കറ്റ് മിക്സ് സ്ട്രാറ്റജീസ് ഉണ്ട്. മാർക്കറ്റ് മിക്സ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ടാകും. ഓക്കെ, ഈ ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. മാർക്കറ്റിംഗ് മിക്സിൽ എന്തൊക്കെയാ വരുന്നത്? 4 P's ഇൻ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന 4 ഐറ്റംസ് ആണ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. പ്രോഡക്റ്റിന്റെ ഡിസൈൻ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ. ഓക്കെ, പ്രോഡക്റ്റ് ഡിസൈൻ, പ്രൈസിങ് ടെക്നിക്സ് കൺസിഡർ ചെയ്യണം. പ്ലേസ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കൺസിഡർ ചെയ്യണം. പ്രൊമോഷൻ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രൊമോഷൻ ടെക്നിക്സ്, അതും കൂടി കൺസിഡർ ചെയ്യണം. ആൻഡ് ഇതിൽ വരുന്ന 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടാർജറ്റ് കോസ്റ്റിംഗ്. ടാർജറ്റ് കോസ്റ്റിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് മെത്തേഡാണ്. യൂഷ്വലി നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കോസ്റ്റ് ഒക്കെ നോക്കി, കോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടി അതിന്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 100 ആണ് നമ്മുടെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എങ്കിൽ അതിന്റെ കൂടെ 10% പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് 10 കൂടി ആഡ് ചെയ്ത് 110-ന് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബട്ട് ഇൻ ടാർജറ്റ്, ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് പ്രൈസിങ്. ഓക്കെ, കോസ്റ്റ് ആദ്യം കണ്ടുപിടിച്ചിട്ട് കോസ്റ്റുകളെല്ലാം ടോട്ടൽ ചെയ്ത് അതിന്റെ കൂടെ ഒരു പ്രോഫിറ്റ് മാർക്കപ്പ് പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ട് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കും. ദാറ്റ് ഇസ് ട്രഡീഷണൽ ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ച് ആണ്. ബട്ട് ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് ചൂസ് ചെയ്യുന്നു. കോമ്പറ്റീറ്റേഴ്സിനെയും മാർക്കറ്റിലുള്ള കോമൺ ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ഒരു സ്റ്റഡി ഒക്കെ നടത്തിയിട്ട് നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. ആ 110 എന്നുള്ള ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് അത് നമ്മൾ ആദ്യമേ ചൂസ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ സെല്ലിംഗ് പ്രൈസിലേക്ക് നമ്മുടെ കോസ്റ്റുകളൊക്കെ അത്രയും ചുരുക്കാൻ നോക്കും. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് ഒരു മിനിമം സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. എന്ന് വെച്ചാൽ കോസ്റ്റുകൾ കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ആദ്യം ഫിക്സ് ചെയ്യും. ആ സെല്ലിംഗ് പ്രൈസിലേക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ നോക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിൽ കൂടിയാൽ പ്രശ്നമാണ്. ആ സെല്ലിംഗ് പ്രൈസിലേക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ നോക്കും. അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും കൂടി വേണം. ആഡ് ചെയ്തിട്ട് ഒരു സെല്ലിംഗ് പ്രൈസ് ആദ്യമേ ഫിക്സ് ചെയ്യും. അതാണ് ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ കോസ്റ്റുകളെല്ലാം കട്ട് ഡൗൺ ടു ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ ഉള്ളിലേക്ക് ആ കോസ്റ്റുകളെല്ലാം കൊണ്ടുവരാൻ നോക്കും. അല്ലാതെ കോസ്റ്റുകളൊക്കെ ഫസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് അതിന്റെ മാർക്കപ്പ് എടുത്ത് സെല്ലിംഗ് പ്രൈസ് ചൂസ് ചെയ്യാനല്ല. ഫസ്റ്റ് തന്നെ നമ്മളൊരു സെല്ലിംഗ് പ്രൈസ്, ഒരു ടാർജറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ആ ടാർജറ്റ് പ്രൈസ് ചൂസ് ചെയ്യും. ആ പ്രൈസിലേക്ക് നമ്മുടെ കോസ്റ്റ് എല്ലാം കട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ നോക്കും.
അതാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് റെഡ്യൂസ് ഓൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ഇറ്റ് ടു കവർ ആൻ അഡിക്വേറ്റ് പ്രോഫിറ്റ്. ദാറ്റ് ഇസ് ടാർഗറ്റ് കോസ്റ്റിംഗ്. ഓക്കെ, അത് മാർക്കറ്റ് മിക്സ് സ്ട്രാറ്റജി, ഇന്റേണൽ ഫാക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ന്യൂ സ്ട്രാറ്റജിയാണ് ടാർഗറ്റ് കോസ്റ്റിംഗ്. And then price determines by the demand and needs. ഡിമാൻഡും കസ്റ്റമർ നീഡ്സും എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ആൻഡ് ദ തേർഡ് ഇന്റേണൽ ഫാക്ടർ ഈസ് ഇന്റേണൽ കോസ്റ്റ്. കോസ്റ്റ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യും. ഉള്ള കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിൽ വരുന്നത് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, ഫിക്സ്ഡ് കോസ്റ്റ്, ഫിക്സ്ഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ട്. നോൺ മാനുഫാക്ചറിങ് കോസ്റ്റിൽ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകളൊക്കെ വരും. ഓക്കെ, ആൻഡ് ടാക്സും ഒരു കോസ്റ്റ് ഉണ്ട്, അതും കൂടി കൺസിഡർ ചെയ്യണം. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓർഗനൈസേഷണൽ കൺസിഡറേഷൻ. ഓർഗനൈസേഷൻ, വിത്തിൻ ഓർഗനൈസേഷൻ എംപ്ലോയീസ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. അവരുടെ കൂടി ഒരു അപ്രൂവൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഈക്വൽ ആയിട്ടുള്ള തീരുമാനത്തിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ പ്രൈസ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. പുറത്തുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ എഫക്ട് ചെയ്യും, അതിന്റെ കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് ഇന്റേണൽ ഫാക്ടേഴ്സ് വെച്ചിട്ട്. മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് നമ്മൾ ഓൾറെഡി കണ്ടു. പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് കണ്ടു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി, അതാണ് മാർക്കറ്റിൽ വരുന്നത്. ആൻഡ് ഡിമാൻഡിൽ വരുന്നത് എന്താണ്? ഡിമാൻഡ് കർവ്, മീൻസ് ഡിമാൻഡ് എങ്ങനെ പ്രൈസിനെ എഫക്ട് ചെയ്യുന്നു, ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെ പ്രൈസിനെ എഫക്ട് ചെയ്യുന്നു. മീൻസ് ആ കൺസെപ്റ്റ് എത്ര ചേഞ്ച് വരുമ്പോഴാണ്, പ്രൈസിൽ എത്ര ചേഞ്ച് വരുമ്പോഴാണ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ്. ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ, അവരുടെ നീഡ്സ്, വാണ്ട്സ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ആൻഡ് മാർക്കറ്റ് ടൈപ്പ് ഓൾറെഡി പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോമ്പറ്റീറ്റേഴ്സ് ആക്ടിവിറ്റി. കോമ്പറ്റീറ്റേഴ്സ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ കോസ്റ്റ്, അവരുടെ പ്രൈസ് ആൻഡ് വാല്യൂ, അവരുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ്, പ്രൈസ് ആൻഡ് വാല്യൂ, ഇതെല്ലാം കൺസിഡർ ചെയ്യണം ബിഫോർ ടേക്കിംഗ് എ പ്രൈസിംഗ് ഡിസിഷൻ. ആൻഡ് അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഫ്ലേഷൻ, മാർക്കറ്റിൽ ഒരു ഇൻഫ്ലേഷൻ ആണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസും കൂടും. സോ റിസഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ കുറയും. ഇൻട്രസ്റ്റ് റേറ്റ്സ് നോക്കണം, കാരണം നമ്മൾ ലോട്ട് ഓഫ് ലോൺസും അതും ഇതൊക്കെ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടായിരിക്കും ഒരു മാനുഫാക്ചറിങ്ങിന് ഇറങ്ങിത്തിരിക്കുന്നത്. സോ ആ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ചേഞ്ച് വന്ന് ലോട്ട് ഓഫ് ഹൈക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനീനെ എഫക്ട് ചെയ്യും. സോ അതും കൂടി ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പ്രൈസിംഗ് ഡിസിഷൻ എടുക്കാൻ. ആൻഡ് ഗവൺമെന്റ് ആൻഡ് സോഷ്യൽ കൺസേൺസ് ആൻഡ് റീസെല്ലേഴ്സ് റിയാക്ഷൻ ഇവിടെയും കൺസിഡർ ചെയ്യണം. ഇന്റേണലി നമ്മൾ റീസെല്ലർ റിയാക്ഷൻ എന്ത് വരുമെന്ന് കൺസിഡർ ചെയ്തിട്ട് പ്രൈസിംഗ് ഡിസിഷൻ എടുക്കണം. എക്സ്റ്റേണലി അവരുടെ റിയാക്ഷൻ എന്താണെന്നും കൺസിഡർ ചെയ്തിട്ട് ഉള്ളൊരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ആൻഡ് 6 steps ഫോർ സെറ്റിംഗ് പ്രൈസിംഗ് പോളിസി. ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും, കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും ഓൾവേസ് ഒരു പ്രൈസിംഗ് പോളിസി സെറ്റ് ചെയ്യുന്നത്. ആൻഡ് അതർ ഡിവിഷണൽ മാനേജേഴ്സ് ലൈക്ക് ഫിനാൻസ് മാനേജേഴ്സ്, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, പ്രൊഡക്റ്റ് മാനേജർ, സെയിൽസ് മാനേജർ, ഇവരും പ്രൈസിംഗ് ഡിസിഷനിൽ അവർ ഈക്വൽ ആയിട്ട് ഡിസിഷൻ എടുക്കും. ബട്ട് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും പോളിസി സെറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയെന്നാണ് നിങ്ങൾക്ക് എസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ബ്രീഫ് ആയിട്ട് എഴുതാനുള്ളൂ. ജസ്റ്റ് ആ സ്റ്റെപ്സ് മാത്രം, അതിന്റെ ഉള്ളിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഇവിടെ ഒരു 6 steps ഉണ്ട്, 6 steps ഓഫ് സെറ്റിംഗ് പ്രൈസിംഗ് പോളിസി. ജസ്റ്റ് 6 steps നോട്ട് ചെയ്യാനായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നോക്കി പഠിച്ചു വെക്കാം. സെലക്ട് ദ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്, എസ്റ്റിമേറ്റ് ദ ഡിമാൻഡ്, എസ്റ്റിമേറ്റ് കോസ്റ്റ്, അനലൈസ് കോമ്പറ്റീറ്റേഴ്സ്, പ്രൈസസ്, കോസ്റ്റ് ആൻഡ് ഓഫേഴ്സ്, ഡിറ്റർമൈൻ പ്രൈസിംഗ് മെത്തേഡ്, ഡിസൈഡ് ഓൺ ഫൈനൽ പ്രൈസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു ബ്രീഫാണ്, ഒരു സമ്മറിയാണത്. പ്രൈസിംഗ് പോളിസിയിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം നമ്മളുടെ ഒബ്ജക്റ്റീവ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താ നമ്മൾ നോക്കി. വേരിയസ് കമ്പനി കപ്പാസിറ്റി ഉണ്ടോ, സർവൈവ് ചെയ്യാൻ പറ്റും, ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് നോക്കി നമ്മുടെ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്, ആൻഡ് എന്ത് പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ നോക്കുന്നത്. ആൻഡ് പ്രൈസ് ലോ പ്രൈസിലാണ് കൊടുക്കുന്നതെങ്കിലും
അത് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും ലോ പ്രൈസിൽ കൊടുക്കുന്നത്, ഹൈ പ്രൈസിലാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ നമ്മുടെ കസ്റ്റമറിന്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്ത് ഇന്റേണലി ഉള്ള കോസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിനെയും അവരുടെ പ്രൈസിനെയും കോസ്റ്റിനെയും ഓഫേഴ്സിനെയൊക്കെ അനലൈസ് ചെയ്ത് മീൻസ് എക്സ്റ്റേണലി ഒരു അനലൈസ് നടത്തി പ്രൈസിങ് മെത്തേഡ് നമ്മൾ പഠിക്കും. കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ് ആണോ, മാർക്കറ്റ് ബേസ്ഡ് മെത്തേഡ് ആണോ, വാല്യൂ ബേസ്ഡ് മെത്തേഡ് ആണോ, അങ്ങനെ 3 ടൈപ്സ് ഓഫ് പ്രൈസിങ് അപ്രോച്ചസ് ഉണ്ട്. കോസ്റ്റ് ബേസ്ഡ്, മാർക്കറ്റ് ബേസ്ഡ്, വാല്യൂ ബേസ്ഡ്. അതുപോലെ 3 ടൈപ്സ് മാർക്കറ്റിംഗ് അപ്രോച്ചസ്, പ്രൈസിങ് അപ്രോച്ചസ് ഉണ്ട്, അത് പഠിക്കും. അപ്പോൾ ഏത് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ, അത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ഫൈനൽ പ്രൈസും ഫിക്സ് ചെയ്യും. These are the 6 steps for setting pricing policy. Okay. ഇവിടെ വരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലാസ്റ്റ് സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കാമോ? കണ്ടു. ഓക്കെ. ഓക്കെ, പ്രൈസിങ് സ്ട്രാറ്റജിയിൽ ഒരു ഫസ്റ്റ് ഇപ്പൊ ഇത്ര നമ്മൾ ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്, ഫാക്ടേഴ്സും സ്റ്റെപ്സും പറഞ്ഞു. ഇനി സ്ട്രാറ്റജീസിൽ വരുന്ന ഓരോ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ്, ജനറൽ ആയിട്ട് വരുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, ജനറൽ ആയിട്ട് വരുന്ന പ്രൈസിങ് അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, വാല്യൂ ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്. നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്, പെർട്ടിക്കുലർ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് അപ്രോച്ചാണ് കൺസിഡർ ചെയ്യേണ്ടത്, കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള കോസ്റ്റ്, അത് അങ്ങനെയുള്ള അപ്രോച്ചാണ്. വാല്യൂ ബേസ്ഡ് മീൻസ് കസ്റ്റമറിന്റെ വാല്യൂ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ നീഡ്സ് ഫസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ബേസിൽ ഒരു പ്രൈസ് സെറ്റ് ചെയ്യും, അങ്ങനെയുള്ള അപ്രോച്ചാണ്. അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസിനെ നോക്കിയിട്ട് അതിന്റെ ബേസിലാണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 അപ്രോച്ചസ് ആണുള്ളത്. ഓക്കെ, കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച് തന്നെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഉണ്ട്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിന്റെ കൂടെയാണ് മാർക്കപ്പ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ മാർക്കപ്പ് പ്ലസ് പ്രൈസിങ് ഉണ്ട്, ബ്രേക്ക് ഈവൻ പ്രൈസിങ് ഉണ്ട്, ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിങ് ഉണ്ട്. ഓക്കെ, 4 ടൈപ്സ് ആണ് ഉള്ളത് കോസ്റ്റ് ബേസിൽ. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, മാർക്കപ്പ് പ്ലസ് പ്രൈസിങ്, ബ്രേക്ക് ഈവൻ പ്രൈസിങ് ആൻഡ് ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിങ്. ആൻഡ് സെക്കൻഡ് ടൈപ്പിൽ വാല്യൂ ബേസ്ഡ് അപ്രോച്ചിൽ എവറിഡേ ലോ പ്രൈസിങ് ആൻഡ് ഹൈ ലോ പ്രൈസിങ്, 2 ടൈപ്സ് ആണ്. ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് അപ്രോച്ചിൽ ഗോയിങ് റേറ്റ് പ്രൈസിങ്, ബിഡിങ് ദാറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബിഡ് ഉണ്ട്, ടാർഗറ്റ് പ്രൈസിങ് ഉണ്ട്. Okay. First one is cost-based approach. Cost-based approach-ലും കോസ്റ്റുകളാണ്, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് കസ്റ്റമറിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ, മീൻസ് കസ്റ്റമർ അതിന്റെ ക്വാളിറ്റിനോട് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ ലാസ്റ്റ് കൺസിഡർ ചെയ്യുള്ളൂ. ഫോർ ടോപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ദ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. കോസ്റ്റുകളെല്ലാം ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, പ്രോഡക്റ്റ് കോസ്റ്റ് ഉണ്ട്, പീരീഡ് കോസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഉള്ളൊരു ഡിസിഷൻ എടുക്കും. അതാണ് കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. സെറ്റ് എ പ്രൈസ് ദാറ്റ് കവേഴ്സ് ഇറ്റ്സ് കോസ്റ്റ് പ്ലസ് എ ഫാക്ടർ ഫോർ പ്രോഫിറ്റ്. സോ കോസ്റ്റിനും കൂടെ പ്രോഫിറ്റും കൂടി ഉണ്ട്, ബട്ട് കോസ്റ്റുകളിലെല്ലാം ഫസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിംഗ് ആണ് കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച്. The marketing department must then convince buyers that the product is worth that pricing. So ഇവിടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും കൂടുതൽ പണിയുള്ളത്, കാരണം അവർ കൺവിൻസ് ചെയ്യേണ്ടി വരും കസ്റ്റമേഴ്സിനെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. അവർ കൺവിൻസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇവിടെ കസ്റ്റമറിന്റെ വാല്യൂനെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നില്ല, കോസ്റ്റുകൾ മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയുള്ള കേസിൽ
മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ജോലി കൂടുതലായിരിക്കും. They have to convince about the sales of the product. Okay. Okay, cost based approach, the first type of pricing ആണ് cost plus pricing. All of you please read this slide. Cost plus pricing ഒന്ന് read ചെയ്തേ. Okay, cost plus pricing usually contract in the pricing, government contracts, special contracts, അല്ലെങ്കിൽ attorneys, accountants അവരൊക്കെ ചാർജ് ചെയ്യുന്ന പ്രൈസ് ആണ് അതിന് എക്സാമ്പിൾ. കാരണം അവർ കോസ്റ്റുകളെല്ലാം ആദ്യം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അതും കൂടി ചേർത്തിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. ഇപ്പൊ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ അടുത്ത് പോയാൽ അവർ ഫീസ് ചാർജ് ചെയ്യുന്നത് അവര് ലീഗലായിട്ട് അവർക്ക് കുറച്ച് കോസ്റ്റുകൾ വരും. അവർ ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ലീഗലായിട്ട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റുകൾ വരും. ആ കോസ്റ്റുകൾ മാത്രം അവർ ആഡ് ചെയ്തിട്ട് അതിന് കൂടെ അവരുടെ ഒരു പ്രോഫിറ്റ് സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അവർക്ക് എടുക്കാമെന്ന് ഗവൺമെന്റിന്റെ തന്നെ ലോ ഉണ്ടാവും. ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് അവർക്ക് എടുക്കാമെന്ന്. സോ ആ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ട് അവരൊരു ഫീസ് പറയും. അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസും അഡ്വക്കേറ്റ്സ് ഒക്കെ പ്രൊഫഷണൽസ് അവർക്ക് ക്ലയൻസിന് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ലോൺ ഒക്കെ എടുക്കുവാണെങ്കിൽ ലോൺ എല്ലാം പ്രോസസ് ചെയ്യുന്നത് ഈ അറ്റോർണീസ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആയിരിക്കും. അപ്പൊ ലോൺ പ്രോസസ്സിങ്ങിന് വേണ്ടി വേരിയസ് ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്തെങ്കിലും ലാൻഡിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോൺ എടുക്കുന്നതെങ്കിൽ ആ ലാൻഡ് രജിസ്ട്രേഷന്റെ ഫീസ് ലീഗലായിട്ട് വരുന്ന കുറച്ച് ഫീസ് ഉണ്ടാവും. അപ്പൊ അത് ആ അഡ്വക്കേറ്റ്സിന് വരുന്ന കോസ്റ്റ് ആണ്, നമ്മൾ അടയ്ക്കേണ്ടതാണ്. ആൻഡ് അഡ്വക്കേറ്റ്സ് ആണ് ചെയ്തു തരുന്നത് നമുക്ക് വേണ്ടി. അപ്പോൾ സോ അവര് നമുക്ക് വേണ്ടി ഓൺ ദി ബിഹാഫ് ഓഫ് ദെയർ ക്ലയന്റ്, നമ്മളാണ് ക്ലയന്റ്, അഡ്വക്കേറ്റ്സ് അത് അടയ്ക്കും ലാൻഡിന്റെ രജിസ്ട്രേഷന് വരുന്ന കോസ്റ്റുകൾ. ലീഗലായിട്ടുള്ള അതിന്റെ പേപ്പേഴ്സ് വാങ്ങിക്കാൻ ഡീഡ്സ് വാങ്ങിക്കാനുള്ള കോസ്റ്റുകളൊക്കെ അവർ കൺസിഡർ ചെയ്യും. എന്നിട്ട് അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ഒരു 30% ആയിരിക്കും, 30% പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാം എന്നൊരു ലോയും കൂടി ഉണ്ടാവും. അത് ഓൺ ദ ബേസിസ് ഓഫ് ലോ ആ പെർസെൻറ്റേജും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവരവരുടെ ഫീസ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ആൻഡ് കോൺട്രാക്ട്സ് ഒക്കെ എടുക്കുമ്പോൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, ഡാം കൺസ്ട്രക്ട് ചെയ്യുക, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയുള്ള കോൺട്രാക്ട്സ് ഒക്കെ വരുമ്പോൾ അവിടെയും ഇങ്ങനെ കോസ്റ്റുകളെല്ലാം കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും അവിടുന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ടാർ, മെറ്റൽ, സിമെന്റ് അതുപോലെയുള്ള ഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, പിന്നെ ഡയറക്റ്റ് ലേബർ അവിടെ മെന്നറ്റ് വർക്ക് ആണ് വരുന്നത് ഡെയിലി വേജസിന്റെ ബേസിൽ. അപ്പൊ അവരുടെ ലേബർ കോസ്റ്റ്, പിന്നെ കുറച്ച് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും അവിടെ നോക്കാനായിട്ട് സൂപ്പർവൈസർ, പിന്നെ അവിടെയും കുറച്ച് ലീഗൽ കോസ്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് മെറ്റീരിയൽ, ലേബർ, സൂപ്പർവൈസറിന്റെ കോസ്റ്റ്, പിന്നെ എന്തെങ്കിലും മെഷീനറി ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഷീന്റെ കോസ്റ്റ്, അതിന്റെ ഫ്യൂവലിന്റെ കോസ്റ്റ്, ദെൻ ആ ലീഗൽ കോസ്റ്റുകളെല്ലാം ആഡ് ചെയ്ത് അതിന്റെ സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വാങ്ങിക്കാം എന്നൊരു ലോ ഉണ്ടാവും. ഇത്രയും കോൺട്രാക്ട് ബേസ്ഡ് കമ്പനീസ് ഒക്കെ ഇത്ര പെർസെൻറ്റേജ്
പ്രോഫിറ്റ് വാങ്ങിക്കാൻ പോകുന്ന ഓൾറെഡി ലോ ഉണ്ടാവും. ഇന്ത്യയിൽ അതിനൊരു പെർട്ടിക്കുലർ ലോ ഉണ്ട്. അപ്പോൾ ഓരോ കൺട്രീസിന് അവരുടേതായ ലോ ഉണ്ടാവും. കോൺട്രാക്ട് ബേസ്ഡ് കമ്പനീസ് ഒക്കെ കോസ്റ്റിന് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് വാങ്ങിക്കാൻ. സോ അപ്പോൾ അതിന്റെ ബേസിൽ അതിന് കൂടുതലൊന്നും വാങ്ങിക്കാൻ പാടില്ല. സോ അതിന്റെ ബേസിൽ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് അവരൊരു ഫീസ് പറയും. ഇപ്പൊ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ്, ഇപ്പൊ ഗവൺമെന്റിനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് ഏജൻസീസിന് ആ ഫീസ് പറയും. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രൈസിങ്ങിനെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. In cost plus pricing, the company determines its cost and then adds a standard monetary amount of profit to the cost to determine the price. Okay, we are adding a standard monetary amount. That means അതൊരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ആയിരിക്കും. നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എത്ര പ്രോഫിറ്റ് ആണെന്ന്. അത് ഓൾറെഡി ഒരു ലോയുടെ ബേസിൽ ഫിക്സ് ചെയ്തൊരു എമൗണ്ട് ആയിരിക്കും ആ പ്രോഫിറ്റ്. അത് ആ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യും. പ്രൈസ് മീൻസ് ഇൻ കേസ് ഓഫ് പ്രൊഫഷണൽസ് ആണെങ്കിൽ അവരുടെ ക്ലയന്റിന്റെ ഫീസ്, അഡ്വക്കേറ്റ്സും അക്കൗണ്ടൻസ് ഒക്കെ അവരുടെ ഫീസ് ചാർജ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനീസ് ആണെങ്കിലും റോഡും ബ്രിഡ്ജൊക്കെ ഗവൺമെന്റ് ഏജൻസീസിന്, ഇപ്പൊ പഞ്ചായത്തിന്റെ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അവര് പഞ്ചായത്തില് അവര് പോയിട്ട് കൺസ്ട്രക്ഷൻ കമ്പനീസ് പോയിട്ട് ഇത്രയും കോസ്റ്റുകൾ വരും ആൻഡ് അതിന്റെ ഇത്രയും ഫിക്സ്ഡ് എമൗണ്ട് പ്രോഫിറ്റ് എടുക്കാൻ പാടുള്ളൂ, അതിനെ ബേസ് ചെയ്തിട്ട് അവർ പ്രൈസ് പറയും. അങ്ങനെ കുറെ കൺസ്ട്രക്ഷൻ കമ്പനീസ് അങ്ങനെ പ്രൈസ് പറയും. അതിന്റെ ബേസിലായിരിക്കും ആ ഗവൺമെന്റ്, ആ പഞ്ചായത്ത് ഏത് കൺസ്ട്രക്ഷൻ കമ്പനീനെ ചൂസ് ചെയ്യണം കൺസ്ട്രക്ട് ചെയ്യാനെന്ന് ആ പ്രൈസിന്റെ ബേസിലായിരിക്കും നോക്കുന്നത്. Okay, suppliers who provide unique products and services such as construction companies and printers. Printersum അങ്ങനെയാണ് ചെയ്യുന്നത്. ബുക്സ് ഒക്കെ ബുക്ക് പ്രിന്റിംഗ് പ്രസ് ഒക്കെ അങ്ങനെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. Usually use a cost plus pricing. Professionals such as attorneys and accountants and government contracts cost plus pricing ആണ് യൂസ് ചെയ്യുന്നത്. And next type of price, ഇത് cost based pricing approachൽ വരുന്ന types ആണ്. First one ആണ് cost plus pricing. Second type is markup pricing. ഇത് കമ്പനീസ് ഒക്കെ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് മാർക്കപ്പ് കമ്പനിക്ക് ഫിക്സ് ചെയ്യാം. ആ മാർക്കപ്പ് പെർസെൻറ്റേജ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കാമെന്ന് കമ്പനിക്ക് ഫിക്സ് ചെയ്യാം. അവിടെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ആയിരിക്കും അത്. ഓക്കെ, മാർക്കപ്പ് പ്രൈസിംഗിൽ നമുക്ക് ഫിക്സ് ചെയ്യാം എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കണം. ഓക്കെ, അത് സംടൈംസ് മാർക്കപ്പ് ഓൺ കോസ്റ്റ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സംടൈംസ് മാർക്കപ്പ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാർക്കപ്പ് പ്രൈസിംഗിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. മാർക്കപ്പ് ഓൺ കോസ്റ്റും മാർക്കപ്പ് ഓൺ സെല്ലിംഗ് പ്രൈസും. ഓക്കെ, മാർക്കപ്പ് ഓൺ കോസ്റ്റിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം നമുക്ക് എന്തൊക്കെ കോസ്റ്റുകളാണ് കമ്പനിക്ക് ഉള്ളത് എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. വേരിയബിൾ കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, സോ നമുക്ക് വേരിയബിൾ കോസ്റ്റുകൾ നമുക്കറിയാം. വേരിയബിൾ കോസ്റ്റിൽ എന്തൊക്കെ കോസ്റ്റ് വരും? നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, മാനുഫാക്ചറിങ്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അങ്ങനെയുള്ള കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റിൽ വരുന്നത്. ദെൻ പ്രോഡക്റ്റ് കോസ്റ്റിൽ വരുന്നത് വേരിയബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് കോസ്റ്റും ഫിക്സ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കോസ്റ്റുമാണ് പ്രോഡക്റ്റ് കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, അത് നോക്കാം. ഇതിന്റെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഈ പ്രൈസിംഗ് സെക്ഷനിൽ പ്രോബ്ലംസ് ഉള്ളത് ഈ മാർക്കപ്പ് ഓൺ കോസ്റ്റ്, മാർക്കപ്പ് ഓൺ സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് വേരിയബിൾ കമ്പോണന്റ് ഇൻക്ലൂഡഡ് ആണ്, ഫിക്സ്ഡ് കമ്പോണന്റ് ഇൻക്ലൂഡഡ് ആണ്. വേരിയബിൾ ഓവർഹെഡും ഫിക്സ്ഡ് ഓവർഹെഡും ആണ് പ്രോഡക്റ്റ് കോസ്റ്റിൽ വരുന്നത്. ദാറ്റ് ഇസ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് കേട്ടോ. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡും ആണ് പ്രോഡക്റ്റ് കോസ്റ്റിൽ വരുന്നത്. ആൻഡ് ദിസ് പീരീഡ് കോസ്റ്റിൽ വരുന്നത് നോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സ്, വേരിയബിൾ ഓവർഹെഡ് ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ്. ഓക്കെ, പീരീഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി, റെന്റ് അങ്ങനെ പീരിയോഡിക്കലി പേ ചെയ്യുന്ന കോസ്റ്റുകൾ ആൻഡ് നോട്ട് റിലേറ്റഡ് ടു ദി മാനുഫാക്ചറിങ്.
അതാണ് പീരീഡ് കോസ്റ്റിൽ വരുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. ഫിക്സ്ഡ് മാനുഫാക്ചറിങ്, ഫിക്സ്ഡ് നോൺ മാനുഫാക്ചറിങ് പെടും. ഓക്കെ, വേരിയബിൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വേരിയബിൾ മാനുഫാക്ചറിങ് പെടും, വേരിയബിൾ നോൺ മാനുഫാക്ചറിങ് പെടും. വേരിയബിൾ നോൺ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ്, വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് ഒക്കെ പെടും. ബട്ട് പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് മാത്രമായിട്ടുള്ള കോസ്റ്റുകളാണ് പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പീരീഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൺലി നോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഫിക്സ്ഡും വേരിയബിളും വരുന്നതാണ് പീരീഡ് കോസ്റ്റ്. ആൻഡ് ഈ പ്രോഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റ് ഒക്കെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ വരുന്ന എലമെന്റ്സ് ആണ്. ഓക്കെ, പ്രോഡക്റ്റ് കോസ്റ്റും ഫിക്സ്ഡ് പീരീഡ് കോസ്റ്റ്, അതാണ് നമ്മൾ ഇത്രയും പ്രോബ്ലംസിലൊന്നും കാണാറ്. നമ്മുടെ CVP അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിംഗിൽ വരുന്നതാണ് വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും. അങ്ങനൊരു ക്ലാസിഫിക്കേഷനെ നമ്മൾ കണ്ടുള്ളൂ. ഓക്കെ, ഈ പ്രോഡക്റ്റ് കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും, പ്രോഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റും അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരുന്നതാണ് പ്രോഡക്റ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് പറയും, അതിൽ വരുന്നതാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. ആൻഡ് പീരീഡ് കോസ്റ്റ് ഈസ് അതർ നോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കോസ്റ്റുകൾ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ടോട്ടൽ ചെയ്യുന്ന ആ കോസ്റ്റ്, അത് ടോട്ടൽ കോസ്റ്റ്. സോ നമ്മൾ എന്തൊക്കെ കോസ്റ്റ് ആണ് നമ്മുടെ കമ്പനിക്ക് ഉള്ളതെന്ന് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ എന്തിന്റെ ബേസിലായിരിക്കും മാർക്കപ്പ്? കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടാകും. കമ്പനി ടോപ്പ് മാനേജ്മെന്റ് നമ്മൾ പ്രൈസിങ് പോളിസി സെറ്റ് ചെയ്തല്ലോ. അപ്പൊ അതിനകത്ത് പ്രൈസിങ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ പ്രൈസിങ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞിട്ടുണ്ടാകും എന്തിന്റെ മാർക്കപ്പ് പെർസെന്റേജ് ആണ് എടുക്കേണ്ടത് കമ്പനി. വേരിയബിൾ കോസ്റ്റിന്റെ മാർക്കപ്പ് ആണോ, പ്രോഡക്റ്റ് കോസ്റ്റിന്റെ മാർക്കപ്പ് ആണോ, ടോട്ടൽ കോസ്റ്റിന്റെ മാർക്കപ്പ് ആണോ എടുക്കേണ്ടത്? ഓക്കെ, ഈ പീരീഡ് കോസ്റ്റുകളുടെ ഒന്നും മാർക്കപ്പ് എടുക്കില്ല. ബിക്കോസ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നോൺ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് റിലേറ്റഡ് ടു മാനുഫാക്ചറിങ് ആയിരിക്കും മെയിൻലി അവിടെ വരുന്നത്. സംടൈംസ് നോൺ മാനുഫാക്ചറിങ് വരാം. ആൻഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് കോസ്റ്റ് മാത്രം നമ്മൾ മാർക്കപ്പ് എടുക്കില്ല. എടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കോസ്റ്റും കൂടി ഉണ്ടാവണം. ഓക്കെ, ഡിറ്റർമൈൻ ദ മാർക്കപ്പ് പെർസെന്റേജ്, അതിന്റെ ഫോർമുലയാണ് നോട്ട് ചെയ്ത് വെക്കുക. മാർക്കപ്പ് ഓൺ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, ഓൺ വേരിയബിൾ കോസ്റ്റ് ആണ്. സോ അതാണ് വേരിയബിൾ കോസ്റ്റ് ഡിനോമിനേറ്ററിൽ വന്നത്. ആൻഡ് ഓൺ പ്രോഡക്റ്റ് കോസ്റ്റ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് കോസ്റ്റ്. ഓൺ ടോട്ടൽ കോസ്റ്റ് ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓൺ ദ ഡിനോമിനേറ്റർ. ആൻഡ് നമുക്കൊരു പ്രോഫിറ്റ് കൂടി വേണം, പ്രോഫിറ്റിന്റെ എമൗണ്ടും കൂടി വേണം. ആൻഡ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് നമുക്ക് അറിയാം എന്നുള്ള കേസിലായിരിക്കും നമ്മൾ മാർക്കപ്പ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുലയാണത്. ഓക്കെ, ഫോർമുല നോട്ട് ചെയ്ത് വെച്ചു. ആൻഡ് ഫൈനലി നമുക്ക് മാർക്കപ്പ് പെർസെന്റേജ് കിട്ടുമല്ലോ. പെർസെന്റേജ് കിട്ടിക്കഴിയുമ്പോൾ ഇൻറ്റു 100 ചെയ്യാം. ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെന്റേജ് ഫോർമുലയ്ക്ക് ആവും. ആ പെർസെന്റേജ് യൂണിറ്റ് കോസ്റ്റ് ആയിട്ട്, യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസിൽ യൂണിറ്റ് കോസ്റ്റ് എന്തായിരിക്കും? നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് മാർക്കപ്പ് പെർസെന്റേജ്, അങ്ങനെ ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് മാർക്കപ്പ് പെർസെന്റേജ്. ആൻഡ് സെക്കൻഡ് കേസിൽ പ്രോഡക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പൊ പ്രോഡക്റ്റ് കോസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റ് പ്ലസ് മാർക്കപ്പ് പെർസെന്റേജ്. ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് പ്ലസ് മാർക്കപ്പ് പെർസെന്റേജ്. അങ്ങനെയാണ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ ഫോർമുല? ഈ മാർക്കപ്പ് പെർസെന്റേജ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം ഒന്നും ഉണ്ടാവില്ല. മെയിൻലി നമുക്ക് മാർക്കപ്പ് ഓൺ കോസ്റ്റ് എത്ര കണ്ടുപിടിക്കണം, മാർക്കപ്പ് ഓൺ സെല്ലിംഗ് പ്രൈസ് എത്ര കണ്ടുപിടിക്കണം, അങ്ങനെയായിരിക്കും ഉണ്ടാവും. എല്ലാവരും നോട്ട് ചെയ്തോ ഫോർമുലയൊക്കെ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, സംടൈംസ് ആ മാർക്കപ്പ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പെർസെന്റേജ് എന്ത് ചെയ്യണം? യൂണിറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മാർക്കപ്പ് പെർസെന്റേജ്. ഓക്കെ,
ആ പെർസെൻറ്റേജ് 1 മൈനസ് മാർക്കപ്പ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കുമ്പോൾ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ യൂഷ്വലി പ്രൈസ് ചെയ്യുന്നത് കോസ്റ്റിന്റെ കൂടെ പ്ലസ് ഒരു മാർക്കപ്പ് പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് അല്ലേ നമ്മൾ ചൂസ് ചെയ്യുന്നത്, പ്രൈസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റിന്റെ കൂടെ ഒരു മാർക്കപ്പ് പെർസെൻറ്റേജ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1 second. കോസ്റ്റ് ഒരു 300 ആണ് കോസ്റ്റ് ആൻഡ് 100 ആണ് മാർക്കപ്പ് പെർസെൻറ്റേജ് അല്ല, മാർക്കപ്പ് പെർസെൻറ്റേജ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ മാർക്കപ്പ് 100 ആണ്. ആൻഡ് അവർ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 400 ആയിരിക്കും. ഓക്കെ, ആൻഡ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുകയാണ് മാർക്കപ്പ് ഓൺ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ മാർക്കപ്പ് ഓൺ കോസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ കോസ്റ്റിനെ ആയിരിക്കും 100% ആയിട്ട് എടുക്കുന്നത്. കോസ്റ്റിനെ 100% ആയിട്ട് എടുക്കണം. കോസ്റ്റ് 100% ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് അതിന്റെ മാർക്കപ്പ് പറഞ്ഞിരിക്കുന്നതായിരിക്കും. ആൻഡ് അതിന്റെ ഒരു മാർക്കപ്പ് 35% ആണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കപ്പ് പെർസെൻറ്റേജ് 35% ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ എടുക്കേണ്ടത് 300 അല്ലേ ഇവിടുന്ന് നമ്മുടെ കോസ്റ്റ്, 300 പ്ലസ് 35%. അങ്ങനെയായിരിക്കും എടുക്കേണ്ടത്. 300 പ്ലസ് 35%. എത്ര കിട്ടും? 300 പ്ലസ് 35%. ഓക്കെ, 405 കിട്ടും. ഓക്കെ, അപ്പൊ 405 ആയിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോ നമ്മുടെ ന്യൂ കോസ്റ്റ് എന്തായിരിക്കും? ന്യൂ കേസ് ആണ് കേട്ടോ അത്. 300 ന്യൂ കേസ്, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു 405. സോ മാർക്കപ്പ് എന്തായിരിക്കും? 105 ആയിരിക്കും. Okay, markup is 105 in that case. And here 100% എന്താണ് നമ്മുടെ? 100% ആണ് കോസ്റ്റ്, മാർക്കപ്പ് 35% and selling prices 135%. Okay. ഇങ്ങനെയായിരിക്കും പെർസെൻറ്റേജ് എടുക്കുന്നത്. കോസ്റ്റ് 100%, ബേസ്ഡ് ഓൺ കോസ്റ്റ് ആകുമ്പോൾ കോസ്റ്റ് എപ്പോഴും 100%, ബേസ് എപ്പോഴും 100% ആയിട്ട് എടുക്കുക. ആൻഡ് മാർക്കപ്പ് 35, സോ സെല്ലിംഗ് പ്രൈസ് 135% കിട്ടി. ആൻഡ് ഇഫ് ബേസ്ഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ് മാർക്കപ്പ് കണ്ടുപിടിക്കണ്ടെങ്കിൽ, മാർക്കപ്പ് ബേസ്ഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസിനെ ആയിരിക്കും 100% ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും 100% ആയിട്ട് എടുക്കേണ്ടത്. ആൻഡ് സെല്ലിംഗ് പ്രൈസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മാർക്കപ്പ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് 405നെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കപ്പ് കണ്ടുപിടിക്കേണ്ടത്. 405 പ്ലസ് 35%. That is equal to 405 plus 35%. 546.75.
ഓക്കെ 546.7. ഈ കേസിൽ 546.7 ആയിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ആൻഡ് മാർക്കപ്പ് പെർസെൻറ്റേജ് ഈസ്, മാർക്കപ്പിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 35%. ആൻഡ് കോസ്റ്റിന്റെ പെർസെൻറ്റേജ് വിൽ ബി 65% ആയിരിക്കും. കോസ്റ്റ് 65%. സെക്കൻഡ് കേസ് ആണോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്ക് 100 കോസ്റ്റിന്റെ ബേസിലാണ് മാർക്കപ്പ് എടുക്കുന്നത്. സോ എന്തിന്റെ ബേസിലാണോ നമുക്ക് മാർക്കപ്പ് കൺസിഡർ ചെയ്യേണ്ടത് അതിനെ നമ്മൾ 100% ആയിട്ട് എടുക്കണം. എന്തിന്റെ ബേസിലാണോ മാർക്കപ്പ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ 100% ആയിട്ട് എടുക്കും. ആൻഡ് ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് മാർക്കപ്പ് പെർസെൻറ്റേജ് 35% ആണ്. സോ അവർ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 135% ആയിരിക്കും. ആൻഡ് മാർക്കപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റിന്റെ ബേസിൽ 300 പ്ലസ് 35%, ദാറ്റ് ഇസ് 405. ആൻഡ് ഇഫ് ബേസ്ഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്, എന്താണ് ആ 35% എങ്ങനെയാണ് കിട്ടിയത്? അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. 35 ആണ് അത് തന്നിട്ടുണ്ടാവും എത്ര പെർസെൻറ്റേജ് മാർക്കപ്പ് ചെയ്യണമെന്ന്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പൊ കൂടുതൽ ക്ലിയർ ആവും. ആ പെർസെൻറ്റേജ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. കോസ്റ്റ് നമ്മൾ 100 ആയിട്ട് എടുക്കുമ്പോൾ മാർക്കപ്പ് 35ഉം സെല്ലിംഗ് പ്രൈസ് 135%. അതേസമയം നമ്മൾ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിൽ എടുക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് 100% എടുക്കുന്നത്. സോ മാർക്കപ്പ് 35 ആണെങ്കിൽ കോസ്റ്റ് 65% ആയിരിക്കും അല്ലെ? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ആ മാർക്കപ്പ് 35 മൈനസ് ചെയ്യുന്ന 65% ആയിരിക്കും കോസ്റ്റ്. 100 മൈനസ് 35, കോസ്റ്റ് 65% ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഇതല്ല കേട്ടോ, 1 മിനിറ്റ്. ഇത് തന്നെയാണ്. ഓക്കെ,
Okay. Here answer 40. Here target price is 50 per unit and current full cost is 60 and operating profit margin is 20%. And the target price ആണ് നമ്മുടെ selling price. ഇപ്പൊ selling price given. Cost given ആണ് 60. And operating profit margin of 20%. അതാണ് നമ്മുടെ markup percentage. And it is based on operating profit margin. Operating profit margin ന്റെ formula എന്താണ്? Operating profit by sales. That means ഈ 20% is based on sales. Selling price നെ base ചെയ്തിട്ട് markup percentage ആണ് തന്നിരിക്കുന്നത് 20%. So 50 into 20% ചെയ്യണം. One second. So here cost plus markup. Selling price. Okay. Cost നമുക്ക് അറിയില്ല. And on the basis of selling price ആണ് മാർക്കപ്പ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. Operating profit ന്റെ 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. That means markup is on the basis of selling price. Because operating profit margin equation എന്താണ്? Operating profit ന്റെ formula is operating profit by sales. So 20% is on the basis of sales. So sales ആണ് 100%. And 20% is profit margin is the 20%. So cost എത്ര percentage ആയിരിക്കും? Cost 80% ആയിരിക്കും. And here 50 ആണ് profit. 50 into 20% is 10. 10 ആണ് നമ്മുടെ profit. So cost എന്ത് കിട്ടും? 50 minus 10. Selling price നിന്ന് profit minus ചെയ്യുമ്പോൾ നമ്മുടെ cost കിട്ടും. Cost ആ ചോദിച്ചിരിക്കുന്നത്. Target cost ആണ് ചോദിച്ചിരിക്കുന്നത്. And ഇത് percentage ആണ് എഴുതിയിരിക്കുന്നത്. 80 plus 20%. Clear ആണ്? കിട്ടാത്തവർക്ക് clear ആണോ? 50 into 20%. Selling price നെ base ചെയ്തിട്ടാണ് profit എടുക്കേണ്ടത്. And cost 80% ആണ്. Markup percentage 20%. Selling price 100%. Cost എന്തിന്റെ 80% ആയിരിക്കും? Selling price ന്റെ 80% ആയിരിക്കും cost. നമ്മുടെ cost എത്രയാണ്? 40. 40 by 100 ചെയ്ത് നോക്കിയാൽ 80% കിട്ടും. And 20 by 100 ചെയ്ത് നോക്കിയാൽ 20%. അതാണ് markup. 100 by 100 selling price 100% itself. Okay, break എടുത്തോ. എന്നിട്ട് അടുത്ത ടോപ്പിക് നോക്കാം.
മനീഷ, ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കാണുന്നത്. ഏത് സ്ലൈഡാണ് കാണിക്കേണ്ടത്? ബിഫോർ പ്രൈസിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ആണോ? ഈ സ്ലൈഡ്സ് ആണോ? ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കപ്പ് പെർസെൻറ്റേജിന്റെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും തിയറി കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. സോ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് അപ്രോച്ചിൽ രണ്ട് പ്രൈസിംഗ് അപ്രോച്ച് കഴിഞ്ഞു. ഫസ്റ്റ് വൺ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്, സെക്കൻഡ് വൺ മാർക്കപ്പ് പ്രൈസിംഗ്, ആൻഡ് തേർഡ് വൺ ഈസ് ബ്രേക്ക് ഈവൻ ആൻഡ് ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ്. ഇവിടെ ഈ പ്രൈസിംഗിൽ നമുക്ക് പ്രോഫിറ്റ് വേണ്ട, മീൻസ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. എല്ലാ കോസ്റ്റുകളും കവർ ചെയ്താൽ മതി നമ്മുടെ റവന്യൂയിൽ നിന്ന്. അങ്ങനെ ഒരു ബേസ് ചെയ്തിട്ട് ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ അതിനെ ബ്രേക്ക് ഈവൻ or ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ് എന്ന് പറയും. In break even pricing and target profit pricing, the firm determines a price at which it will break even or make a target profit. Okay, നമ്മൾ CVP യിൽ കണ്ടു ഇതിന്റെ കാൽക്കുലേഷൻ. ബ്രേക്ക് ഈവൻ ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗിന്റെ കാൽക്കുലേഷൻ നമ്മൾ കണ്ടില്ലേ? ബ്രേക്ക് ഈവൻ ആണെങ്കിൽ എത്ര സെല്ലിംഗ് പ്രൈസ് വേണം? നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻസ് ചെയ്താണ്. ബ്രേക്ക് ഈവൻ ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റ്സ് ആൻഡ് ബ്രേക്ക് ഈവൻ ഇൻ സെയിൽസ് റവന്യൂ, ആൻഡ് ബ്രേക്ക് ഈവൻ ഇൻ സെയിൽസ് റവന്യൂ നിന്ന് ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്ത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കിട്ടുമല്ലോ. അത് തന്നെയാണ് ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫോർമുല എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ബ്രേക്ക് ഈവൻ വെച്ചിട്ട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് ഫോർമുല എന്തായിരുന്നു? ഇൻ ബ്രേക്ക് ഈവൻ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സെല്ലിംഗ് പ്രൈസ് ഇൻ യൂണിറ്റ്സ് ആൻഡ് റവന്യൂ? മറന്നുപോയോ CVP എല്ലാവരും? ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ്സ് കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് റവന്യൂയും കിട്ടും. ആൻഡ് ആ സെയിൽസ് റവന്യൂ നിന്ന് യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്രേക്ക് ഈവൻ പ്രൈസിംഗ്. അതിന്റെ കൺസെപ്റ്റ് എന്താണ്? ജസ്റ്റ് ആ ഫിക്സ്ഡ് കോസ്റ്റുകൾ മാത്രം കവർ ചെയ്താൽ മതി കോൺട്രിബ്യൂഷൻ മാർജിൻ വെച്ചിട്ട്. നമ്മുടെ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ വെച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റുകൾ മാത്രം കവർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് ആണ്. ആ പ്രൈസിലാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഒരു ടാർഗറ്റ് പ്രോഫിറ്റും കൂടി വേണം, അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ടാർഗറ്റ് പ്രോഫിറ്റ് റിക്വയർമെന്റിന്റെ ഫോർമുല? ടാർഗറ്റ് പ്രോഫിറ്റ് റിക്വയർമെന്റ് ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. അത് ടാർഗറ്റ് പ്രോഫിറ്റും നമ്മളൊരു ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട്, ടാർഗറ്റ് പ്രോഫിറ്റിനെയും നമ്മളൊരു ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിൽ കാണിക്കും ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. അവിടെ നമുക്ക് കിട്ടുന്ന സെയിൽസ് റവന്യൂ ഡിവൈഡഡ് ബൈ സെല്ലിംഗ് യൂണിറ്റ്സ് ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കിട്ടും. ആ പ്രൈസ് തന്നെയാണ് ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് അപ്രോച്ച് ആണ് അല്ലെ? നമ്മൾ കോസ്റ്റുകൾ മാത്രം കവർ ചെയ്യുന്നുള്ളൂ ഇവിടെ. ആൻഡ് ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ് റിക്വയർമെന്റ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസും ചെയ്യും. സെയിൽസ് ആണ് ചെയ്യുന്നെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് മൈനസ് ടാർഗറ്റ് പ്രോഫിറ്റ് ചെയ്യും. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ദാറ്റ് ഇസ് ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ് ഓർ ബ്രേക്ക് ഈവൻ പ്രൈസിംഗ്. Target pricing is based on forecast of total cost and total revenue at various sales volume levels. However, as the price increases, demand usually decreases and vice versa. Break-even pricing and target profit pricing do not consider the price demand relation. ഇവിടെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യണ്ട, ബിക്കോസ് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നില്ല.
ഓൺലി ജസ്റ്റ് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്രൈസും ഡിമാൻഡും ഒക്കെ നമ്മൾ എപ്പോഴാണ് നോക്കുന്നത്? പ്രോഫിറ്റും കൂടി ഏൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് സിറ്റുവേഷൻസും കൂടി നോക്കി ഒരു പ്രൈസിങ് സെലക്ട് ചെയ്യുമ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് നമ്മൾ കോസ്റ്റുകൾ മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. Therefore, when those methods are used, the company must also recognize that sales volume will be affected by price and build this relationship into the model. അല്ലെ, നമ്മൾ സെയിൽസ് വോളിയം ആ പ്രൈസ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ടാണ് ആ ടാർഗറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ സെയിൽസ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു ഒരു പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എടുക്കും. അത് നമ്മൾ ആ ഫോർമുലയിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടാർഗറ്റ് പ്രോഫിറ്റ് മൈനസ് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്. ഓക്കെ, contribution margin per unit minus target profit per unit. Our target profit per unit is the based on sales. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിച്ച ആ പ്രൈസിനെയാണ് ബ്രേക്ക് ഈവൻ പ്രൈസ് അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് കഴിഞ്ഞു. അതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. എസ്എ ക്വസ്റ്റ്യൻസിലും ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. 2-3 പോയിന്റ്സ് ഒക്കെ എഴുതാനുണ്ടാവുള്ളൂ. ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. 2 or 3 ബെനിഫിറ്റ്സ് ഒക്കെ യൂഷ്വലി ചോദിക്കാറുള്ളൂ. ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ചോദിക്കും. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിന്റെ ബെനിഫിറ്റ്സ്. ഇഫ് ദ കോൺട്രാക്ട് സ്പെസിഫിക്കേഷൻ under cost plus contract or change, any changes in inputs are reflected in the revised contract price. ഓക്കെ, കോസ്റ്റ് പ്ലസ് കോൺട്രാക്ടിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. അണ്ടർ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്സ് ഇൻപുട്സിൽ വരുന്ന ചേഞ്ചസും കോൺട്രാക്ട് പ്രൈസിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യും. കാരണം എല്ലാ എലമെന്റ്സും അതിനകത്ത്, എല്ലാ ഇൻപുട്സിലെയും എലമെന്റ്സ് അതിനകത്ത് റിഫ്ലക്റ്റഡ് ആണ്. സോ ഒരു പ്രൈസിൽ എന്തെങ്കിലും തട്ടിപ്പൊന്നും നടത്താനൊന്നും പറ്റില്ല. എല്ലാ എലമെന്റ്സും ഇൻപുട്സും അതിനകത്ത് കാണിച്ചിട്ടുണ്ടാകും. ഓക്കെ, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും റിവൈസ്ഡ് കോൺട്രാക്ട് പ്രൈസ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൈസിങ്, കാരണം എല്ലാ ഇൻഫോർമേഷൻസും കാണിച്ചിട്ടുള്ള പ്രൈസിങ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് ആണത് അല്ലെ. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിന്റെ ഒരു ഭാഗമാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് അതിനകത്ത് എല്ലാ എലമെന്റ്സും കാണിച്ചിട്ടുണ്ടാവും. അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് റിവൈസ്ഡ് ആയിട്ടുള്ളതും കാണിക്കും. ബിക്കോസ് അത് ലീഗലി ബേസ്ഡ് സർട്ടൻ ലോയുടെ ബേസിലൊക്കെ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് എ ബെനിഫിറ്റ് ഓഫ് കോൺട്രാക്ട് സ്പെസിഫിക്കേഷൻ ആൻഡ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഇനി മാർക്കപ്പ് പ്രൈസിങ് എന്താണ്? സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് എത്രയാണെന്ന് കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടാവും, എത്ര പെർസെൻറ്റേജ് ആണ് മാർക്കപ്പ് എന്ന്. അതിനെ ബേസ് ചെയ്ത് കോസ്റ്റിനെയോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിനെയോ ബേസ് ചെയ്ത് മാർക്കപ്പ് കൊടുക്കാം. അതാണ് മാർക്കപ്പ് പ്രൈസിംഗിലുള്ളത്. അതുകൊണ്ട് അത് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. റീറ്റെയിലർ ചൂസസ് ആൻഡ് സെറ്റ് എ പെർസെൻറ്റേജ് ആസ് എമൗണ്ട് ഓഫ് മാർക്കപ്പ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് കാറ്റഗറി ആൻഡ് ദാറ്റ് പെർസെൻറ്റേജ് ഈസ് കൺസിസ്റ്റന്റ് ഫോർ ഓൾ പ്രോഡക്ട്സ് ഇൻ ദാറ്റ് കാറ്റഗറി. The simplicity of markup pricing make it less time consuming and other methods. അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത ഒരു പോളിസി ഉണ്ടാവും കമ്പനിക്ക്, അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ ആണെങ്കിൽ അയാൾ സെറ്റ് ചെയ്ത ഒരു പോളിസി, ഒരു മാർക്കപ്പ് പെർസെൻറ്റേജ് ഉണ്ടാവും. അത് തന്നെയായിരിക്കും അയാളുടെ എല്ലാ പ്രോഡക്ട്സിനും അയാൾ ചൂസ് ചെയ്യുന്നത്. സോ അതിന് ലോട്ട് ഓഫ് ടൈം കൺസ്യൂമിങ് ഒന്നുമില്ല. ആ പോളിസിയുടെ ബേസിൽ തന്നെ അവർക്ക് പ്രൈസിങ് ചെയ്യാം. Third one is predetermined markup percentage may be identified with a certain percentage of return on investment or other marketing or financial objective. ഇപ്പൊ നമ്മൾ കോസ്റ്റിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെയും ബേസിൽ ഒരു പെർസെൻറ്റേജ് റിട്ടേൺ കണ്ടു. സംടൈംസ് പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നുവെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഇൻഫോർമേഷൻസ് ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നെങ്കിൽ അതിന്റെ മാർക്കപ്പ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും മാർക്കപ്പ് പെർസെൻറ്റേജ്. ആൻഡ് അതും പ്രീ ഡിറ്റർമൈൻഡ് പെർസെൻറ്റേജ് ആയിരിക്കും. നേരത്തെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഫിക്സ് ചെയ്ത ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് ഉണ്ടാകും. ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ്. ബിക്കോസ് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻസ് നടത്തിക്കൊണ്ടിരിക്കേണ്ട. ഓൾറെഡി ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും. അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ്. അത് ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും എന്നൊരു അഡ്വാൻറ്റേജ് ആണ്. Sellers may be more confident about their cost than about demand for their product. If the price is tied to the cost and they do not need to make a pricing adjustments to reflect the changes in demands. So ഇവിടെ അവര് sellers കോൺഫിഡന്റ് ആണ് ഭയങ്കര കോസ്റ്റ്, കാരണം എല്ലാ കോസ്റ്റുകളും കവർ ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുള്ള പ്രൈസ് ആയിരിക്കും കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ചിൽ
ഫിക്സ് ചെയ്യുന്നത്. സോ സെല്ലേഴ്സ് ആർ കോൺഫിഡൻറ്റ്. And if all the companies in an industry use the same pricing method, prices are similar and price competition is minimized. അപ്പോൾ കമ്പനി എല്ലാ കമ്പനീസ് ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനീസും സെയിം പ്രൈസിങ് മെത്തേഡ് തന്നെയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. എല്ലാവരും സെയിം ഫോളോ ചെയ്യാനാണെങ്കിൽ കോമ്പറ്റീഷൻസ് കുറവായിരിക്കും. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, ഇപ്പോൾ കോൺട്രാക്ട് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ അവിടെ എല്ലാവരും കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കോമ്പറ്റീഷനും കുറവാണ് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ. സോ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ചെയ്യുമ്പോൾ എല്ലാവരും സിമിലർ മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് കോമ്പറ്റീഷൻ ക്യാൻ ബി മിനിമൈസ്ഡ്. Many decision makers believe that cost plus and markup pricing are fair ways to set prices because the sellers earn a fair return on their investments while not increasing their price in response to an increase in demands. And here ഒരു കോസ്റ്റ് മാത്രമല്ല കവർ ചെയ്യുന്നത്, ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു മാർക്കപ്പ് പെർസെൻറ്റേജും കൂടി ഉണ്ട്. ദാറ്റ്സ് വൈ ദിസ് ഈസ് എ ഗുഡ് മെത്തേഡ് ഓഫ് പ്രൈസിങ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നമുക്ക് പറയാം. കോൺട്രാക്ട് ബേസ്ഡ് പ്രൈസിങ്, കോൺട്രാക്ട് സ്പെസിഫിക്കേഷൻ, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിൽ വരുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ട് കമ്പനീസിന്റെ കേസിൽ വരുമ്പോൾ എല്ലാ എലമെന്റ്സും പ്രൈസിംഗിൽ കാണിച്ചിരിക്കും. അതുകൊണ്ട് ചേഞ്ചസ് വന്നതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ് ബെനിഫിറ്റ്, മാർക്കപ്പ് പ്രൈസിംഗ് വളരെ സിമ്പിൾ ആണ്. അതിന്റെ പെർസെൻറ്റേജ് എല്ലാം കൺസിസ്റ്റന്റ് ആണ് ആൻഡ് സിമ്പിൾ ഫോർ ദ കാൽക്കുലേഷൻ. ആൻഡ് കമ്പനിയുടെ പോളിസി അനുസരിച്ചിട്ടൊരു മാർക്കപ്പ് പെർസെൻറ്റേജ് ഉണ്ടാവും. അതുകൊണ്ട് ടൈം കൺസ്യൂമിങ് അല്ല, എല്ലാ പ്രോഡക്ട്സിനും അത് യൂസ് ചെയ്യാം. തേർഡ് വൺ, സംടൈംസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സും പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. അതും കമ്പനിയുടെ പോളിസി വെച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും. സോ ഇറ്റ് ഈസ് ഈസി ഫോർ ദ കമ്പനി ഫോർ ഡൂയിങ് ദി പ്രൈസിങ്. ആൻഡ് സെല്ലേഴ്സ് കോൺഫിഡന്റ് ആയിരിക്കും ബിക്കോസ് എല്ലാ കോസ്റ്റുകളും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാ കമ്പനീസും സെയിം മെത്തേഡ്, കോസ്റ്റ് ബേസ്ഡ് മെത്തേഡിന്റെ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീഷൻസ് കുറയ്ക്കാം. അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും കോമ്പറ്റീഷൻ, മിനിമൈസ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻസ് മിനിമൈസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ, കോസ്റ്റ് മാത്രമല്ല കവർ ചെയ്യുന്നത്, ഒരു ഫെയർ റിട്ടേണും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ്സ് വൈ ദിസ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഇസ് ഗുഡ് ഫോർ ദ കമ്പനി. ഇതാണ് ബെനിഫിറ്റ്സ്. And limitations എന്താണ്? ബോത്ത് കോസ്റ്റ് പ്ലസ് ആൻഡ് മാർക്കറ്റ് പ്രൈസിങ് ഇഗ്നോർ കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. അല്ലെ, നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ലെങ്കിൽ കസ്റ്റമറുടെ ഡിമാൻഡ് വെച്ചിട്ടുള്ള പ്രൈസ്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കോസ്റ്റും അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോഫിറ്റ് മാത്രം നോക്കുന്നുള്ളൂ. അല്ലാതെ മാർക്കറ്റിൽ എന്താണ് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ അത് ഒരു ലിമിറ്റേഷൻ ആണ്. ആൻഡ് കോമ്പറ്റീറ്ററിന്റെ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാവരും ഒരേ മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ കോമ്പറ്റീഷൻ ഒഴിവാക്കാന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ നമ്മൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓൺലി കോസ്റ്റുകൾ മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ. ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് ആൻഡ് ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ് ഡു നോട്ട് ടേക്ക് ദ പ്രൈസ് ഡിമാൻഡ് റിലേഷൻ. അല്ലെ, ബ്രേക്ക് ഈവൻ പ്രൈസിംഗിൽ എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ഇല്ല. ആൻഡ് ടാർഗറ്റ് പ്രോഫിറ്റിൽ ഒരു റിക്വയർഡ് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ അവിടെയും പ്രൈസ് ഡിമാൻഡ് റിലേഷൻ അത് കൺസിഡർ ചെയ്യുന്നില്ല. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ആ റിലേഷൻ ഒന്നും കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് കോസ്റ്റുകൾ മാത്രം കവർ ചെയ്യുക റവന്യൂ വെച്ചിട്ട് എന്നുള്ളൊരു അസംഷനിലാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്ങിനും പോകുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ. അപ്പോൾ മെയിൻലി കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡും കോമ്പറ്റീറ്റേഴ്സ് ആക്ഷനും അല്ലെങ്കിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. Okay, so cost based pricing, first type of pricing approach, general pricing approach, first type approach ആണ് cost based pricing approach. ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ടൈപ്പ് ആണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ച്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ചിൽ നമ്മൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ചിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്? മാർക്കറ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഡിമാൻഡ് കൺസിഡർ ചെയ്യുന്നില്ല, കസ്റ്റമറിന്റെ നീഡ്സ് നോക്കുന്നില്ല, കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുന്നില്ല, പ്രൈസ് ഡിമാൻഡ് റിലേഷൻ നോക്കുന്നില്ല. അങ്ങനെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണെന്നുള്ളൊരു ലിമിറ്റേഷൻ അവിടെ പറഞ്ഞത്. അതെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു പ്രൈസിങ് അപ്രോച്ച് ആണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ച്. ഹിയർ നമ്മൾ കസ്റ്റമറിനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. കസ്റ്റമറിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ പ്രോഡക്റ്റ്,
ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്, അവരുടെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അല്ല നമ്മുടെ കോസ്റ്റുകൾ മാത്രം നോക്കിയിട്ടായിരിക്കില്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാല്യൂ ബേസ്ഡ്. അതാണ് ഇവിടെ കസ്റ്റമറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗിൽ കണ്ടു, കോസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് കസ്റ്റമറിന് വാല്യൂ കൊടുക്കണം, എന്തായാലും കൊടുക്കണം. എന്നാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗിൽ പറഞ്ഞത്. ഹിയർ നമ്മൾ കസ്റ്റമറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അവർക്ക് വാല്യൂ കൊടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ കോസ്റ്റുകളെല്ലാം കവർ ചെയ്യാൻ നോക്കത്തുള്ളൂ. എന്നിട്ടേ നമ്മൾ കോസ്റ്റിനെ കുറിച്ച് കൺസിഡർ ചെയ്യുള്ളൂ. കസ്റ്റമറിന് ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് വാല്യൂ കൊടുക്കുന്നുണ്ടോ, കസ്റ്റമറിന് അത് നല്ലതാണോ, പ്രൈസ് അങ്ങനെ ഒരു പ്രൈസ് ചൂസ് ചെയ്താൽ കസ്റ്റമർ അത് വാങ്ങിക്കാൻ തയ്യാറാണോ, അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിൽ. ആൻഡ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിൽ ടു ടൈപ്സ് ആണ് ഉള്ളത്, എവറിഡേ ലോ പ്രൈസിംഗ് ആൻഡ് ഹൈ ലോ പ്രൈസിംഗ്. എവറിഡേ ലോ പ്രൈസിംഗ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവിടെ പ്രൈസ് വളരെ കുറവായിരിക്കും. എക്സാമ്പിൾ ബിഗ് ബസാർ, റിലയൻസ് ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാഷൻ റീറ്റെയിൽ സ്റ്റോഴ്സ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ബിഗ് ബസാറിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാകും അല്ലെ, എപ്പോഴും ഒരു 30%, 20% ഓഫേഴ്സ് മിക്ക പ്രോഡക്ട്സിനും ഉണ്ടാകും. അതുപോലെ തന്നെ റിലയൻസ് ട്രെൻഡ്സിലൊക്കെ ആണെങ്കിലും ഫാഷൻ കുർത്തീസിനൊക്കെ ആണെങ്കിൽ എപ്പോഴും ഓഫർ ഉണ്ടാവും. അപ്പൊ എവറിഡേ നമ്മൾ വിചാരിക്കും എപ്പോഴും അവർക്ക് ഓഫർ കൊടുക്കണം, എപ്പോഴും അവർ ഓരോ സീസൺ, നമ്മൾ വിചാരിക്കും ഓരോ സീസണിനാണ് ഓഫർ കൊടുക്കണേ, അല്ല, അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഉണ്ടാകും. എല്ലാ ദിവസവും ലോ പ്രൈസിംഗിലായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുള്ള കമ്പനീസ് ആയിരിക്കും ഇങ്ങനെ ചാർജ് ചെയ്യുന്നത്? യൂഷ്വലി അവർക്ക് കോസ്റ്റുകൾ കവർ ചെയ്യാൻ മറ്റ് റിസോഴ്സസ് അല്ലെങ്കിൽ റിസർവ്സ് ഒക്കെ ഉള്ള കമ്പനീസ് ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി, കാരണം കസ്റ്റമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു പ്രൈസിങ് ചാർജ് ചെയ്യുന്നത്. Okay, that is everyday low pricing is a pricing strategy in which brands and retailers promise consumers that their prices will be consistently low as opposed to having sporadic discounts or promotions. എപ്പോഴും discounts and promotions കൊടുത്തുകൊണ്ട് as opposed to having discounts and promotions opposed ആണ് അവര്, മീൻസ് അവര് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും ലോ ആയിരിക്കും, ഓഫേഴ്സും ഉണ്ടാവും, അതിന് കൂടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും ലോ ആയിരിക്കും. Thus, as long as product cost stay same, the low priced goods will be stay that way over a longer time frame means എപ്പോഴും ഒരു ഇയറിൽ നോക്കിയാൽ എല്ലാ സീസൺസിലും അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസുകളൊക്കെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ബിഗ് ആയിട്ടുള്ള റീറ്റെയിലർ സ്റ്റോറൂംസ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സ് അങ്ങനെയുള്ളതിലേക്ക് ആയിരിക്കും ഇങ്ങനെ എവറിഡേ ലോ പ്രൈസിങ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ബിക്കോസ് ദേ ക്യാൻ കവർ ദിയർ കോസ്റ്റ്, ഇത്രയും ലോ പ്രൈസ് ചാർജ് ചെയ്ത് അവർ എവിടെ നിന്ന് അവരുടെ കോസ്റ്റ് കവർ ചെയ്യും? അത്രയും ബിഗ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും, റിസോഴ്സ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ നമുക്ക് ബിഗ് ബസാർ, റിലയൻസ് ട്രെൻഡ്സ് ഒക്കെ പറയാം. ദെൻ ഹൈ ലോ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ്, എപ്പോഴും അവരുടെ പ്രോഡക്റ്റിന് ഹൈ പ്രൈസ് ആയിരിക്കും, ബട്ട് സർട്ടൻ ടൈമിൽ മാത്രം എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കൊടുക്കും, സർട്ടൻ സീസൺസിൽ മാത്രം എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കൊടുക്കും. ബാറ്റയുടെ ഒക്കെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ എല്ലാം സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും, ബട്ട് സർട്ടൻ സീസൺസിലൊക്കെ നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. Okay, അതാണ് high low pricing. It's a pricing strategy adopted by companies, usually small and medium sized retail firms, where a firm initially charges high price for a product, later when it becomes less desirable sell it at a discount. അല്ലെ, ക്ലിയറൻസ് സെയിൽ ഒക്കെ നടത്തും, ബാറ്റ ഒക്കെ എപ്പോഴും ക്ലിയറൻസ് സെയിൽ ഒക്കെ നടത്താറുണ്ട്. അഡിഡാസ്, ബാറ്റ അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവർ എപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൈസിൽ സ്റ്റിക്ക് ഔട്ട് ചെയ്യുള്ളൂ. അവരുടെ ബ്രാൻഡ് വാല്യൂ ആൻഡ് അവരുടെ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. സോ അവരെപ്പോഴും ആ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൈസിൽ സ്റ്റിക്ക് ഔട്ട് ചെയ്യുള്ളൂ. ബട്ട് സംടൈംസ് അത്രയും ഭയങ്കര ഹൈ പ്രൈസിൽ സെല് ചെയ്ത കസ്റ്റമേഴ്സ് വാങ്ങിക്കാൻ തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ എന്തെങ്കിലും ക്ലിയറൻസ് ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ക്ലിയറൻസ് സെയിലൊക്കെ നടത്താൻ വേണ്ടി ഡിസ്കൗണ്ട്സും സെയിൽസ് കൂപ്പൺസ് ഒക്കെ കൊടുക്കും. അതാണ് ഹൈ ലോ പ്രൈസിങ്. ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എവറിഡേ ലോ പ്രൈസ് എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ഓഫേഴ്സ് അല്ലെങ്കിൽ എപ്പോഴും അവിടെ ലോ പ്രൈസ് ആയിരിക്കും മിക്ക പ്രോഡക്ട്സിനും. അങ്ങനെയുള്ള റീറ്റെയിലേഴ്സ് ആണെങ്കിലാണ് എവറിഡേ ലോ പ്രൈസിങ്. ബട്ട് യൂഷ്വലി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്ത് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ സെയിൽസ് കൂപ്പൺസ് ഒക്കെ കൊടുക്കുന്ന റീറ്റെയിലേഴ്സ് ആണെങ്കിൽ ഹൈ ലോ പ്രൈസിങ്.
ആൻഡ് ഇതാണ് വാല്യൂ ബേസ്ഡിൽ വരുന്ന രണ്ട് പ്രൈസിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രൈസിങ് സ്ട്രാറ്റജി. ഇവിടെ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രൈസിങ് ചെയ്യുന്നു, കോസ്റ്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ മാനുഫാക്ചേഴ്സിനെക്കാളും റീറ്റെയിലേഴ്സ് ആൻഡ് ഡീലേഴ്സ് അങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രൈസിങ് ആണ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിൽ വരുന്നത്. മാനുഫാക്ചേഴ്സ് യൂഷ്വലി കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗിലായിരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ്? ആൻഡ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിന്റെ ബെനിഫിറ്റ്സ്: they target consumers designed to find high quality products for less money. അല്ലെ, കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു. And they are providing quality products. They encourage a perception of successful hunt for a bargain. ഓക്കെ, ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള സ്റ്റോർ മീൻസ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് ആയിരിക്കും. ദെൻ എൻകറേജ് ദ പെർസെപ്ഷൻ ഓഫ് സക്സസ്ഫുൾ ഹണ്ട് ഫോർ എ ബാർഗെയിൻ. ആൻഡ് തേർഡ് വൺ ഈസ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് റിസൾട്ട്സ് ഇൻ ദ സെല്ലേഴ്സ് receiving the highest possible price its customers are willing to pay and thus maximize the profits. And high low pricing in the case varum parayam highest ആയിട്ടുള്ള പ്രൈസ് ആണ് customer willing to pay and maximize the profit. ബാറ്റയുടെ കേസിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ഹൈ പ്രൈസ് ചാർജ് ചെയ്തു ഇനീഷ്യലി, ആൻഡ് എല്ലാ കസ്റ്റമറും വില്ലിങ് ആണെങ്കിൽ ആ സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് പോകും, അപ്പൊ അവർക്ക് ഹൈ പ്രൈസ് തന്നെ കിട്ടുകയും ചെയ്യും. അതേസമയം ക്ലിയർ ചെയ്ത് പോവാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഡിസ്കൗണ്ട്സും കൂപ്പൺസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെയുള്ള പ്രൈസിങ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടും അത് ബ്രാൻഡ് വാല്യൂ ഉള്ളതും മാർക്കറ്റ് ഷെയർ ഉള്ളതും ആൻഡ് ഒരു ബ്രാൻഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉള്ള കമ്പനി ആയിരിക്കും ഇങ്ങനെയുള്ള പ്രൈസിങ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് നന്നായിട്ടുണ്ട്, ആൻഡ് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് ഹൈ പ്രൈസിൽ തന്നെ കസ്റ്റമേഴ്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് നന്നായിട്ട് മാക്സിമൈസ് ചെയ്യാം. വാങ്ങിച്ചില്ലെങ്കിലല്ലേ അവർക്ക് ക്ലിയറൻസ് സെയിൽ നടത്തേണ്ട ആവശ്യമുള്ളൂ, അപ്പോഴല്ലേ ലോ പ്രൈസ് ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഹൈ ലോ പ്രൈസിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് ആണ് വാല്യൂ റിസീവിങ് ഹയസ്റ്റ് പോസിബിൾ പ്രൈസ് കസ്റ്റമേഴ്സ് ആർ വില്ലിംഗ് ടു പേ. അവര് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും എന്നൊരു സിറ്റുവേഷൻ, എന്നൊരു കണ്ടീഷനും കൂടി ഉണ്ട് അവിടെ. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ്. വാല്യൂ ബേസ്ഡ് പ്രൈസ് ഡസ് നോട്ട് കൺസിഡർ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. അല്ലെ, നമ്മൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിൽ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് സെല്ലേഴ്സ് കോൺഫിഡന്റ് ആണ്, അവർക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് പോളിസീസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല ഗുഡ് പ്രൈസിങ് ടെക്നിക് ആണ്, പ്രൈസിങ് സ്ട്രാറ്റജി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിൽ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. സോ ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് സ്ട്രാറ്റജി. ഓക്കെ, ബെനിഫിറ്റ്സിൽ അവര് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ലെസ് മണിക്ക് കൊടുക്കുന്നു, ബാർഗെയിനിങ് പവറിന് എൻകറേജ് ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ, സംടൈംസ് കസ്റ്റമേഴ്സ് ഹൈ പ്രൈസിൽ വില്ലിംഗ് ആണ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ആ റീറ്റെയിലറിന് മാക്സിമൈസ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ്. ആൻഡ് ദ ലിമിറ്റേഷൻ ഈസ് കോസ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഹിയർ. ആൻഡ് നമുക്ക് ബെനിഫിറ്റ്സിൽ ഓൾസോ നമുക്ക് ഡിമാൻഡും കോമ്പറ്റീറ്റേഴ്സ് ഫാക്ടേഴ്സും പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഒക്കെ കൺസിഡർ ചെയ്യുന്നു എന്നൊരു പോയിന്റും കൂടി എഴുതാം ബെനിഫിറ്റ്സിൽ. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് അപ്രോച്ച്, വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് അപ്രോച്ച്. Okay, third type of approach ആണ് competitors based pricing approach. Competitors based pricing approach means competitorsന്റെ actions എന്തൊക്കെയെന്ന് നോക്കി, അല്ലെങ്കിൽ മാർക്കറ്റിൽ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്താണെന്ന് നോക്കി അത് കോമ്പറ്റീറ്റേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് ആയിരിക്കും. മാർക്കറ്റ് ഡിമാൻഡ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൈസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. മാർക്കറ്റിൽ കൂടുതൽ ഷെയർസ് ഉള്ള കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് അതായിരിക്കും അവിടുത്തെ മാർക്കറ്റ് പ്രൈസ്, അല്ലെ? അതിൽ കൂടുതൽ ആരെങ്കിലും വിൽക്കാൻ പോയാൽ അവരുടെ പ്രോഡക്റ്റ് പിന്നെ വിൽക്കാൻ പറ്റില്ല. ബിക്കോസ്
കൂടുതൽ ഷെയർ ഉള്ള കമ്പനി ഒരു സർട്ടൺ പ്രൈസിലാണ് വിൽക്കുന്നത് എങ്കിൽ അതിന്റെ കുറവോ അല്ലെങ്കിൽ ആ സെയിം പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പ്രൈസിൽ നമ്മൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല. കാരണം മാർക്കറ്റിൽ കൂടുതൽ ഷെയർ ഉള്ള കമ്പനിയുടെ പ്രോഡക്ട്സിന്റെ കൂടെ ആയിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സിനുള്ള ഡിമാൻഡ്. അപ്പൊ നമ്മൾ കുറവ് പ്രൈസ് ചാർജ് ചെയ്താലേ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനെങ്കിലും കസ്റ്റമേഴ്സ് തയ്യാറാവുള്ളൂ. സോ മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വേണം. അതാണ് കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് പ്രൈസിംഗിൽ വരുന്നത്, മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് പ്രൈസിംഗിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ആണ് ഗോയിങ് റേറ്റ് പ്രൈസിംഗ്. ഇത് നമ്മൾ യൂഷ്വലി മാർക്കറ്റിൽ കണ്ടുവരുന്ന പ്രൈസ് എന്താണ് ആ പ്രോഡക്റ്റിന്, നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കാൻ പോണേണ്. അപ്പോൾ ആ പ്രോഡക്റ്റിന് യൂഷ്വലി അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് ചാർജ് ചെയ്യുന്നത് അത് വെച്ചിട്ടേ നമ്മൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ലൊക്കാലിറ്റി തന്നെ 2-3 ഹോട്ടലുകളുണ്ട്. അവിടെ മീൽസിന് ഇപ്പോൾ ഒരു 75 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് ആ ഹോട്ടൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള 2 ഹോട്ടൽസും നല്ലതായിട്ട് ബിസിനസ് ഉള്ള നല്ല ഹോട്ടലാണ്. അപ്പൊ അവിടെ 75 ആണ് മീൽസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ മാർക്കറ്റ് പ്രൈസ്. അപ്പൊ അതിൽ കൂടുതൽ ഒരു 100ന് നമ്മൾ മീൽസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വന്ന് വാങ്ങിക്കില്ല. ഓൾറെഡി തന്നെ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഹോട്ടൽസിന് നല്ല ബിസിനസ് ഉണ്ട്, അവിടെ നല്ല ഫുഡുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു 100ന് മീൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആരും വരില്ല. ഒരു 50-ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ആൾക്കാർ വരും. അല്ലെങ്കിൽ 100ന് മീൽസ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കോംബോ ഓഫേഴ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കണം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്താല് നമ്മുടെ ഹോട്ടലിലേക്ക് ആരെങ്കിലും കയറുള്ളൂ. സോ എക്സിസ്റ്റിംഗ് ആയിട്ട് മാർക്കറ്റിൽ നമ്മൾ ഒരു പുതിയ ഒരു പരിപാടിക്ക് ഇറങ്ങുക അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിന് ഇറങ്ങുവാണെങ്കിൽ മാർക്കറ്റിലുള്ള പ്രൈസ്, മാർക്കറ്റിൽ ആ സെയിം പ്രോഡക്റ്റിന് എന്ത് പ്രൈസ് ആണ് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൈസ് ചെയ്യാൻ. ഓക്കെ, ദാറ്റ് ഇസ് ഗോയിങ്. അപ്പൊ കറന്റ്ലി ഗോയിങ് ആയിട്ടുള്ള പ്രൈസ് എന്താണോ ആ പ്രൈസ് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഗോയിങ് റേറ്റ്. അപ്പൊ നമ്മൾ മീൽസ് മറ്റ് 2 ഹോട്ടൽസും 75-നാണ് മീൽസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കാം 75-ന് തന്നെ കൊടുക്കാം. അതിന്റെ 75-ന് കൊടുക്കുന്നതിന് കൂടെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കറികളൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മീൽസ് കൂടുതൽ അട്രാക്റ്റീവ് ആയി. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് ഇവിടെ മീലാണ്. അപ്പൊ മീലിന് എത്ര പ്രൈസ് ആണ്, മീൽസിന് എത്ര പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറയും. Going rate pricing is when a business sets a price of their product or service based on the market price. This price strategy is often used to price similar products like commodities or generic items that have little variation in design and fashion. Okay, generic items in fast moving consumer goods, soap, shampoo, അങ്ങനെയുള്ള items, toiletry items, അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ സോപ്പിനൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും എല്ലാ സോപ്പുകൾക്കും. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ ഏതെങ്കിലും ഒരു പുതിയ സോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിലുള്ള മറ്റു പ്രോഡക്ട്സിന്റെ പ്രൈസ് കൂടെ നോക്കി അതിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യും. ഗോയിങ് റേറ്റ്, കറന്റ്ലി ഉള്ള പ്രൈസ് ഏതാണോ അത് ഫിക്സ് ചെയ്യും. ദാറ്റ് ഇസ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസിങ് ഈസ് ബിഡിങ്. ഓക്കെ, 2 ടൈപ്സ് ആണ് ബിഡിങ് ഉള്ളത്. ഓപ്പൺ ബിഡിങ് ഉണ്ട്, സീൽഡ് ബിഡ് ഉണ്ട്. Bid is an offer to exchange specific work or an item for a specific price. Bidding എങ്ങനെയാണ് യൂഷ്വലി വരുന്നത്? നമ്മളൊരു സ്പെസിഫിക് വർക്ക്, എന്തെങ്കിലും ഒരു കോൺട്രാക്ട് വർക്ക് ഒക്കെ എടുക്കുവാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രൈസ്, ഇത്രയും പ്രൈസിൽ ഞങ്ങൾ ഇത് ചെയ്തു തരാം എന്ന് ഓഫർ ചെയ്യുന്ന ഒരു സ്പെസിഫിക് പ്രൈസിൽ ഒരു സ്പെസിഫിക് വർക്ക് ചെയ്തു തരാം എന്ന് ഓഫർ ചെയ്യുന്നതാണ് ബിഡ്. ഓക്കെ, ഇപ്പൊ ടെൻഡർ വിളിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പൊ നമ്മള് നമ്മുടെ കോളേജിൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുകയാണ്. സോ അതിന് കുറെ നോട്ടീസ് ഒക്കെ അടിക്കണം. അതിനു വേണ്ടി ടെൻഡർ വിളിക്കും. ഡിഫറെന്റ് പ്രിന്റേഴ്സ് നോട്ടീസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് ഏജൻസിയിൽ നിന്ന് ടെൻഡർ വിളിക്കും. അപ്പൊ ആരാണ് അപ്പോൾ അവരുടെ പ്രൈസുകൾ ബിഡ് ചെയ്യും എന്ന് പറയും അതിനെ. എന്നുവെച്ചാൽ ആ സ്പെസിഫിക് വർക്കിന് വേണ്ടി അവർ സ്പെസിഫിക് പ്രൈസ് പറയും. ഇത്ര ഒരു 1000 നോട്ടീസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇത്ര എമൗണ്ട് ആകുമെന്ന് ഓരോ ബിഡേഴ്സും പറയും, ഓരോ പ്രിന്റിംഗ് ഏജൻസീസ്. അതിൽ നിന്ന് നമ്മുടെ കോളേജ് ഒരു
ഏതാണ് നമുക്ക് ലോവസ്റ്റ് ആയിട്ട് തോന്നുന്നത് ആൻഡ് നല്ല ഡിസൈനുള്ള നോട്ടീസ് ഒക്കെ ഏതാണ് തോന്നുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അതാണ് ബിഡിംഗ് എന്ന് പറയുന്നത്. സോ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്, കുറെ പ്രിന്റിംഗ് ഏജൻസി ഉണ്ട്. അതിനെ ബേസ് നിന്ന് ഏറ്റവും നമുക്ക് കസ്റ്റമർ ആണ് നമ്മുടെ കോളേജ്. അപ്പൊ നമ്മുടെ കോളേജിന് ഇഷ്ടപ്പെട്ട ഡിസൈനും അതുപോലെ തന്നെ കോസ്റ്റും കൂടെ നോക്കിയിട്ട് നമ്മളൊരു പ്രിന്റിംഗ് ഏജൻസിക്ക് ആ ഓഫർ കൊടുക്കുന്നു. സോ ആ ബിഡേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പ്രിന്റിംഗ് ഏജൻസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ലോട്ട് ഓഫ് ബിഡേഴ്സ്, അവരുടെ ആ ഇൻഡസ്ട്രിയിൽ കുറെ പേരുണ്ട് അത് ചെയ്യാൻ വേണ്ടി. സോ അതുകൊണ്ടാണ് അത് കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് പ്രൈസിംഗിൽ വരുന്നത്. ആൻഡ് ബിഡിംഗ് ഈസ് ആൻ ഓഫർ ടു എക്സ്ചേഞ്ച് സ്പെസിഫിക് വർക്ക് ഫോർ സ്പെസിഫിക് പ്രൈസ്. ആൻഡ് ഓപ്പൺ ബിഡ്സ് ഉണ്ടാവും, ക്ലോസ്ഡ് ബിഡ്സ് ഉണ്ടാവും. ഓപ്പൺ ബിഡ്സിൽ എന്താണ്, എല്ലാവരും ഓപ്ഷൻസ് ഒക്കെ നടത്തുന്ന പോലെ എല്ലാവരും ഉറക്കെ വിളിച്ചു പറയും അവരുടെ ബിഡ് പ്രൈസ്. സോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും ഈ ഏജൻസി എത്ര വിളിച്ചത്, ഈ ഏജൻസി എത്ര വിളിച്ചത്, ഇന്നയാൾ എത്ര വിളിച്ചത്, മറ്റേ ആൾ എത്ര വിളിച്ചതെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ദാറ്റ് ഇസ് ഓപ്പൺ ബിഡിങ്. അവിടെ ഹയസ്റ്റ് ബിഡ് ആയിരിക്കും ദ വിന്നിംഗ് ബിഡ്. The price is determined through a process where a group of interested parties offer a series of competing price offers, generally gradually lower. അവല്ലേ താഴേന്ന് വിളിച്ചു തുടങ്ങുള്ളൂ. ഒരു സ്മോൾ പ്രൈസിൽ നിന്ന്, ഇത് ഓപ്ഷന്റെ കേസാണ് ഓപ്പൺ ബിഡിങ്. ഓപ്ഷന്റെ കേസിൽ ഒരു സ്മോളർ പ്രൈസിൽ നിന്ന് വിളിക്കുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ, എന്നിട്ട് അത് ഹയർ ആയിട്ട് വരും. Until no one else will go lower. All competitors are in position to see and respond to each other offers accordingly. Sometimes the bidding is done by the buyers, such as bidding for access to natural resources. In those instances, highest bidding is the winning bid. നമുക്കറിയാം ഹയസ്റ്റ് ആയിട്ട് എത്ര ആണോ അത് സെയിൽ നടക്കുന്ന സമയത്ത്, എന്തെങ്കിലും സെയിൽസ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ലാൻഡിന്റെയോ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ഷെയർസിന്റെ ഒക്കെ സെയിൽ നടക്കൂലേ, ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സിന്റെ ഒക്കെ സെയിൽ ഒക്കെ നടക്കും, അല്ലെങ്കിൽ ലാൻഡിന്റെ ഫിക്സ്ഡ് അസറ്റ്സിന്റെ ഒക്കെ സെയിൽ ഒക്കെ നടക്കുമ്പോഴാണ് ഓപ്പൺ ബിഡിങ്. സോ ഹയസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കമ്പനിക്ക് നമ്മളത് സെല് ചെയ്യാണ്, നമ്മുടെ കമ്പനി നമ്മുടെ ലാൻഡ് സെല് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നമ്മുടെ ഷെയർസ് സെല് ചെയ്യാണ്. സോ നമുക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇങ്ങോട്ട് കിട്ടും, എത്ര ലാൻഡിന് കിട്ടും അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യും. ബയേഴ്സ് കുറെ പേരുണ്ടാവും നമ്മുടെ ലാൻഡ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് വാങ്ങിക്കാൻ, കമ്പനിയുടെ എന്തെങ്കിലും ലാൻഡോ ഇൻവെസ്റ്റ്മെന്റ്സ് വാങ്ങിക്കാൻ ലോട്ട് ഓഫ് ബയേഴ്സ് ഉണ്ടാവും. അപ്പൊ അവര് ഒരു ചെറിയ എമൗണ്ട്, ഒരു $100 നിന്ന് ബിഡ് ചെയ്ത് തുടങ്ങി. അതിന്റെ ഹയസ്റ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിന്റെ ഹയസ്റ്റ് ആയിട്ട് ആര് വിളിക്കുന്നോ ആ ബിഡിനായിരിക്കും ആ ബിഡറിനായിരിക്കും നമ്മൾ നമ്മുടെ ലാൻഡ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് ഓപ്പൺ ബിഡിങ്. ആൻഡ് അവിടെ പ്രൈസ്, ആ ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ബിഡേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും, കാരണം എല്ലാവരും കേൾക്കിയാണ് ആ ബിഡ് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്പൺ ബിഡിങ്. ആൻഡ് ഇൻ കേസ് ഓഫ് സീൽഡ് ബിഡ്, ഇതൊരു സീക്രട്ട് ബിഡ് ആണ്. ഓക്കെ, സീക്രട്ട് ബിഡിന്റെ കേസിൽ മറ്റ് ബയേഴ്സിന് അത് അറിയാൻ പറ്റില്ല എത്രയാണ് നമ്മുടെ ബിഡ് എമൗണ്ട് എന്ന്. ഓക്കെ, ആൻഡ് സീൽഡ് ബിഡ് ഇസ് an auction is a type of auction process in which all bidders simultaneously submit sealed bids to the auctioneer so that no bidder knows how much the other auction participants have bid. Bidders can submit only one bid. ഓക്കെ, അപ്പൊ സീൽഡ് ബിഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് സീക്രട്ട് ആണ്. നമ്മൾ ഒരു ബിഡ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓപ്പൺ ബിഡിങ്ങിന്റെ കേസിൽ നമ്മളൊരു ലോവസ്റ്റ് ബിഡ് പറഞ്ഞു, അതിന്റെ ഒരു ഹയസ്റ്റ് വേറൊരാൾ പറഞ്ഞു, അതിന്റെ ഹയസ്റ്റ് നമുക്ക് പറയാം. നമുക്ക് 2-3 ബിഡിങ് ചെയ്യാം, അവിടെ 2-3 ടൈംസ് ബിഡിങ് ചെയ്യാം, ഓഫർ ചെയ്യാം പ്രൈസ്. ബട്ട് ഹിയർ ഇൻ ദ സീൽഡ് ബിഡിന്റെ കേസിൽ ഓൺലി അറ്റ് വൺസ് ഒരു ബിഡ് മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് അത് സീക്രട്ട് ആയിരിക്കും, അതൊരു ഓപ്ഷണറിന് മാത്രം, അത് ആരാണോ സെല്ലർ അവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. സീൽഡ് ബിഡ് ആർ ഓഫൺ യൂസ്ഡ് ഫോർ കോൺട്രാക്റ്റഡ് വർക്ക് ആൻഡ് വിന്നിംഗ് ബിഡ് ഈസ് ലോവസ്റ്റ് ബിഡ്. ഇപ്പൊ നമ്മൾ പ്രിന്റിംഗ് ഏജൻസി നോട്ടീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അവിടെ സീൽഡ് ബിഡ് ആയിരിക്കും യൂഷ്വലി. ഇങ്ങനെ വന്ന് വിളിക്കുന്ന ബിഡ് ആയിരിക്കില്ല. യൂഷ്വലി ആ കോളേജിനെ പ്രിന്റിംഗ് ഏജൻസീസ് അപ്രോച്ച് ചെയ്ത് അവർ ഓരോരുത്തരും ഓരോ പ്രൈസ് പറയും. ആൻഡ് മറ്റ് പ്രിന്റിംഗ് ഏജൻസി ഒന്നും അത് അറിയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ അത് സീൽഡ് ബിഡ് ആണ്. അതേഴ്സ് ഹു ആർ ബൈയിങ് അല്ലെങ്കിൽ അതർ ബിഡേഴ്സിന് അറിയാൻ പറ്റില്ല നമ്മുടെ ബിഡ് എമൗണ്ട് എത്രയാണെന്ന്. ഓൺലി ദ സെല്ലർ നോ.
ആൻഡ് ഇവിടെ നമ്മൾ ലോവസ്റ്റ് ബിഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലെ. നോട്ടീസിന്റെ കേസിൽ നമ്മൾ കോളേജ് എന്തായിരിക്കും നോക്കുന്നത്, ലോവസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ ആരാണ് ഇത് ചെയ്ത് തരുന്നത്, നോട്ടീസ് പ്രിന്റ് ചെയ്ത് തരുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ സീൽഡ് ബിഡ്സ് യൂഷ്വലി ലോവസ്റ്റ് ബിഡ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്, കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് പ്രൈസിംഗിൽ തേർഡ് വൺ ആണ് ടാർജറ്റ് കോസ്റ്റിംഗ് ആൻഡ് ടാർജറ്റ് പ്രൈസിംഗ്. നമ്മൾ ഓൾറെഡി കണ്ടു. യൂഷ്വലി നമ്മൾ ട്രഡീഷണലി പ്രൈസിങ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, കോസ്റ്റുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുത്തിട്ട് സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യും. ബട്ട് ഇൻ ടാർജറ്റ് കോസ്റ്റിംഗ് ഓർ ടാർജറ്റ് പ്രൈസിങ് ഇതൊരു ന്യൂ അപ്രോച്ച് ആണ്. പ്രൈസിങ്ങിന്റെ ന്യൂ അപ്രോച്ച് ആണ് ടാർജറ്റ് കോസ്റ്റിംഗ് ആൻഡ് ടാർജറ്റ് പ്രൈസിങ്. ഹിയർ നമ്മൾ ഫസ്റ്റ് ഒരു ടാർജറ്റ് പ്രൈസ് തന്നെ ഫിക്സ് ചെയ്യും. സെല്ലിംഗ് പ്രൈസ് ഇനീഷ്യലി കമ്പനി ഫിക്സ് ചെയ്യും. ആ സെല്ലിംഗ് പ്രൈസിലേക്ക് നമ്മുടെ കോസ്റ്റുകൾ കട്ട് ഡൗൺ ചെയ്യാനായിട്ട് നോക്കും. ടു എലിമിനേറ്റ് ഓൾ ദ കോസ്റ്റ് വിച്ച് ആർ നോൺ വാല്യൂ ആഡഡ് ആൻഡ് കട്ട് ഡൗൺ ദ കോസ്റ്റ് ടു ദി ടാർജറ്റ് പ്രൈസ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഒരു $100 നമ്മൾ ഫിക്സ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറയാം. ലാസ്റ്റ് ഇയർ വരെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡാണ് യൂസ് ചെയ്തത്. ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന കോസ്റ്റുകൾ ഒരു $150 ടോട്ടൽ കോസ്റ്റ് വന്നെന്ന് വിചാരിച്ചു. $150 ടോട്ടൽ കോസ്റ്റ് ആണ് ലാസ്റ്റ് ഇയർ വരെ നമുക്ക് വന്നത്. ആൻഡ് ആ $150 കൂടെ ഒരു $20 കൂടി ഒരു പ്രോഫിറ്റ് ചേർത്ത് $170 നമ്മൾ സെൽ ചെയ്തത് ലാസ്റ്റ് ഇയർ വരെ ട്രഡീഷണൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ട്. $150 കോസ്റ്റ് വന്നു, $20 പ്രോഫിറ്റ് ആഡ് ചെയ്ത് $170 സെൽ ചെയ്തു. ബട്ട് നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാർജറ്റ് കോസ്റ്റിംഗ് മെത്തേഡാണ്. അവിടെ നമ്മൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാണ്. നേരത്തെ കോസ്റ്റുകൾ നോക്കണില്ല. കഴിഞ്ഞ വർഷം വരെ നമുക്ക് കോസ്റ്റ് വന്നത് 150 ആണ് കേട്ടോ. സോ ആ കോസ്റ്റ് ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ ഒരു ടാർജറ്റ് പ്രൈസ്, കാരണം മാർക്കറ്റിൽ ആ പ്രൈസിൽ കൊടുത്താലേ വില്ലിങ് ആവുള്ളൂ കസ്റ്റമർ, അതുകൊണ്ട് നമ്മളൊരു ടാർജറ്റ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാണ്. അതൊരു $140 ആണ് ടാർജറ്റ് പ്രൈസ്. 140ക്ക് ഇനി സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള വർഷങ്ങളിൽ 140ക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ആ 140 നമ്മൾ ഫിക്സ് ചെയ്തപ്പോൾ നമ്മൾ കോസ്റ്റ് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം വരെ കോസ്റ്റ് 150 ആയിരുന്നു. സോ കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ കുറെ റിസർച്ച് ഒക്കെ നടത്തി. അപ്പം അത് കുറെ നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കോസ്റ്റുകളുണ്ട്. കസ്റ്റമറിന് വാല്യൂ കൊടുക്കാത്ത കുറെ കോസ്റ്റുകൾ, അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചിലവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിഡക്ട് ചെയ്ത് കോസ്റ്റിനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്യാം. 140 ആണ് നമുക്ക് കിട്ടേണ്ട സെല്ലിംഗ് പ്രൈസ്. ടാർജറ്റ് പ്രൈസ് 140 ആണ്. ആ 140ലേക്ക് നമ്മുടെ കോസ്റ്റിനെ കുറയ്ക്കണം. 140നേക്കാളും കുറയ്ക്കണം. ഒരു പ്രോഫിറ്റും കൂടി കിട്ടണ്ടേ, എന്നാലല്ലേ 140ക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. സോ 150 ആയിരുന്നു നമ്മുടെ കോസ്റ്റിനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്യാൻ നോക്കും. അങ്ങനെ കട്ട് ഡൗൺ ചെയ്ത് ഒരു 120 വരെ നമ്മൾ കട്ട് ഡൗൺ ചെയ്തു. 120 വരെ കട്ട് ഡൗൺ ചെയ്ത് ആ 120യുടെ കൂടെ ഒരു 20 പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാർജറ്റ് പ്രൈസ് ആയ 140 കിട്ടും. സോ നമുക്ക് 140ക്ക് സെല് ചെയ്യാമല്ലോ. സോ ഇങ്ങനെയുള്ള മെത്തേഡിനെയാണ് ടാർജറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇനീഷ്യലി നമ്മളൊരു ടാർജറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രൈസ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ആ പ്രൈസിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇയർ വരെ വന്ന കോസ്റ്റുകളെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ആ കോസ്റ്റുകളെല്ലാം അതിനും കുറവായിട്ട്, ആ ടാർജറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തതിനും കുറവായിട്ട് കട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാർജറ്റ് പ്രൈസിൽ സെല് ചെയ്യാൻ പറ്റും. അതാണ് ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടാർജറ്റ് കോസ്റ്റിംഗ് ബിഗിൻസ് വിത്ത് ടാർജറ്റ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. Based on research about customer demand and an analysis of price charged by the competition. അല്ലെ, ആ ടാർജറ്റ് പ്രൈസ് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? വെറുതെ ഫിക്സ് ചെയ്യോ? ഇല്ല. കസ്റ്റമറിന്റെ ഡിമാൻഡ്, മാർക്കറ്റ് പ്രൈസ് ഒക്കെ നോക്കിയിട്ട് ഒരു സെല്ലിംഗ് പ്രൈസ് അങ്ങോട്ട് നമ്മൾ വെക്കും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കോസ്റ്റുകളെല്ലാം കട്ട് ഡൗൺ ചെയ്യാൻ നോക്കും. Once the target selling price has been determined, the firm then organizes its resource in order to create the product at a cost that yields an adequate profit. ഓക്കെ, ആ റിസോഴ്സിനെയൊക്കെ ആ കോസ്റ്റിന്റെ ഉള്ളിലേക്ക്, ആ പ്രോഫിറ്റിന്റെ ഉള്ളിൽ, ആ പ്രൈസിന്റെ ഉള്ളിലേക്ക് അലോക്കേറ്റ് ചെയ്ത് ഒരു പ്രോഫിറ്റും കൂടി ഏൺ ചെയ്യുന്ന രീതിയിലാക്കും. ദാറ്റ് ഈസ് ടാർജറ്റ് കോസ്റ്റിംഗ്.
ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടിരുന്ന കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച് അത് ട്രഡീഷണൽ അപ്രോച്ച് ആണ്. ദിസ് ഈസ് ദ ന്യൂ അപ്രോച്ച് ഇൻ പ്രൈസിങ്. ക്ലിയർ ആണോ? ടാർഗറ്റ് കോസ്റ്റിംഗ് ന്യൂ അപ്രോച്ച് ആണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ജനറൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മൾ പ്രൈസിംഗിൽ യൂസ് ചെയ്യുന്നത്. ജനറലി കമ്പനീസ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. ജനറലി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസിൽ വരുന്ന 3 ടൈപ്സ് ആണ്: കോസ്റ്റ് ബേസ്ഡ്, വാല്യൂ ബേസ്ഡ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. പ്രൈസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രൈസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ? ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രൈസിനെ അഡ്ജസ്റ്റ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ആണ് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ക്യാഷ് ഓർ സെയിൽസ് ഡിസ്കൗണ്ട്സ്. ക്യാഷ് ഓർ സെയിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് സെയിൽസ് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് സെയിൽസ് ഡിസ്കൗണ്ട്സ്. അത് നമ്മൾ നമ്മുടെ കോസ്റ്റിൽ നിന്ന് കുറച്ച്, നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ നിന്ന് ആ ഇൻവോയ്സിൽ അപ്പൊ തന്നെ കുറച്ച് കാണിക്കും ആ ഡിസ്കൗണ്ട് എമൗണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഇറ്റ്സെൽഫ് അത് ഇൻവോയ്സിൽ നിന്ന് കുറച്ച് കാണിക്കും. അങ്ങനെയുള്ള ഡിസ്കൗണ്ട് ആണ് സെയിൽസ് ഡിസ്കൗണ്ട് ഓർ ക്യാഷ് ഡിസ്കൗണ്ട്. എ ഡിസ്കൗണ്ട് ഈസ് ഓഫർഡ് ടു ബയേഴ്സ് ഹു പേ ദിയർ ഇൻവോയ്സസ് വിത്തിൻ എ സർട്ടൻ പീരീഡ്. ഇൻവോയ്സിൽ നിന്ന് കുറച്ച് കാണിക്കും. ആൻഡ് സംടൈംസ് അത് കസ്റ്റമേഴ്സ് ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ, ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നതെങ്കിലും ഇത്രയും ഡേയ്സിനുള്ളിൽ അത് പേ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറയും. ഓക്കെ, ക്രെഡിറ്റ് പീരീഡ് 30 ഡേയ്സിനുള്ളിലാണ് ക്രെഡിറ്റ് പീരീഡ്. 30 ഡേയ്സ് ആണ് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ്. നമ്മളൊരു കമ്പനിയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു, അത് നമ്മൾ ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത്, അപ്പൊ പൈസ കൊടുത്തില്ല. ഓക്കെ, അതിന്റെ കമ്പനി നമുക്ക് 30 ഡേയ്സ് തന്നിട്ടുണ്ട്, പേയ്മെന്റിന് 30 ഡേയ്സ് തന്നിട്ടുണ്ട്. ആൻഡ് കമ്പനി ഈസ് സേയിങ് ദാറ്റ് 10 ഡേയ്സിനുള്ളിൽ പേ ചെയ്താൽ 2% ഡിസ്കൗണ്ട് തരാം. ദാറ്റ് ഇസ് 2/10 net 30. നിങ്ങൾ വേറെ സെക്ഷനിൽ പഠിച്ചിട്ട് കോർപ്പറേറ്റ് ഫിനാൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പഠിച്ചിട്ടുണ്ടാകും. കോർപ്പറേറ്റ് ഫിനാൻസ് സെക്ഷൻ ബി കഴിഞ്ഞതാണോ? ഓക്കെ, അതിൽ പഠിച്ചിട്ടുണ്ടല്ലോ 2/10 net 30. ഓക്കെ, അപ്പോൾ 30 ഡേയ്സ് ആണ് ക്രെഡിറ്റ് പീരീഡ്. 10 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 2% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയുള്ള ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, ആൻഡ് ഈ ഡിസ്കൗണ്ട് ടോട്ടൽ ഇൻവോയ്സിൽ നിന്ന് അപ്പോൾ തന്നെ ഡിഡക്റ്റ് ചെയ്യും. ആ ഇൻവോയ്സിൽ ആ ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് കാണിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ക്യാഷ് ഓർ സെയിൽസ് ഡിസ്കൗണ്ട്സ് എന്ന് പറയും. ഓൺ ദ ബേസിസ് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് റവന്യൂവിന്റെ ബേസിലാണ് ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. And second type is volume discount pricing. Volume discount means sales വോളിയത്തിന്റെ ബേസിൽ ബൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ വോളിയം കൊടുക്കാം, കൂടുതൽ സെല്ലിംഗ് യൂണിറ്റ്സ് കൊടുക്കാം. അങ്ങനെയുള്ള കേസിലാണ് വോളിയം ഡിസ്കൗണ്ട് പ്രൈസിന്. കസ്റ്റമേഴ്സ് ഹു പർച്ചേസ് ഇൻ ലാർജ് വോളിയംസ് ആർ റിവാർഡഡ് വിത്ത് ഡിസ്കൗണ്ടഡ്. വോളിയം ഡിസ്കൗണ്ട് പ്രൈസിംഗ് ഈസ് ഓഫേർഡ് പ്രൈമർലി ബൈ മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. അല്ലെ, നമ്മൾ ബൾക്ക് പർച്ചേസ് ഒക്കെ നടത്തുന്നത് യൂഷ്വലി ഹോൾസെയിലേഴ്സിൽ നിന്നും ആൻഡ് മാനുഫാക്ചേഴ്സിൽ നിന്നും ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ വോളിയത്തിൽ നമ്മുടെ സെല്ലിംഗ് യൂണിറ്റ്സിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കിട്ടണം. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ 100 യൂണിറ്റ്സും കൂടി ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ വോളിയം, സെയിൽസ് വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇസ് വോളിയം ഡിസ്കൗണ്ട് പ്രൈസിങ്. ആൻഡ് സീസണൽ ഡിസ്കൗണ്ട്. സീസണൽ ഡിസ്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീസണിൽ നമ്മൾ അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട്സ്. കേസ് ഓഫ് ഈ ഹോട്ടൽസ് ഒക്കെ, ഈ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവും. പീക്ക് സീസണിൽ അവർ നല്ല ഹൈ റേറ്റ് അങ്ങോട്ട് ചാർജ് ചെയ്യും. ബട്ട് ഓഫ് സീസൺ ഒക്കെ ആയിക്കഴിഞ്ഞാലോ
റേറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഓരോ സീസണിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് കൊടുക്കും. ഓഫ് സീസണിലൊക്കെ ആളുകൾ കുറവായിരിക്കും, അതുകൊണ്ട് അവർ ഡിസ്കൗണ്ട്സിൽ കൊടുക്കും. പക്ഷെ പീക്ക് സീസണിലൊക്കെ നല്ല റേറ്റും ആയിരിക്കും ഹോട്ടൽസിന്. അതൊരു എക്സാമ്പിൾ ആണ് സീസണൽ ഡിസ്കൗണ്ട്സിന്. ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്സ് ആർ ഫങ്ഷണൽ ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചേഴ്സ് തന്നെ കൊടുക്കുന്ന ഡിസ്കൗണ്ട്. മാനുഫാക്ചേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൽ ഷിപ്പിംഗ് കമ്പനി അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്സ് ഓർ ഫങ്ഷണൽ ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. Manufacturers offer trade or functional discounts to member of their distribution channels, also called supply chain. Distribution channels is also known as supply chain, who perform specific functions such as storing or record keeping. Under US law, manufacturers must offer the same trade discounts to all members of each distribution channel. Distribution channel ആരൊക്കെ ഉണ്ടാവും? ഷിപ്പിംഗ് കമ്പനി, ഷിപ്പിംഗ് ഏജൻസീസ് ഉണ്ടാകും, വെയർ ഹൗസസ് ഉണ്ടാവും ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ. ആൻഡ് സ്റ്റോറിങ്ങിന് വേണ്ടിയുള്ള വെയർ ഹൗസസ് അവിടെ തന്നെയായിരിക്കും റെക്കോർഡ് കീപ്പിങ്ങും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഡിസ്കൗണ്ട്സ് കൊടുക്കുക, ആ പ്രൈസിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കൊടുക്കുക. ഓരോ ആളുകളുടെ നിന്നും കൈമാറിയാണ് അൾട്ടിമേറ്റ് കസ്റ്റമറിലേക്ക് ഈ കമ്പോണന്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എത്തുന്നത്. സോ മാനുഫാക്ചറിൽ നിന്ന് അത് ഹോൾസെയിലറിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അത് വെയർ ഹൗസിൽ പോയി, ഷിപ്പിംഗ് കമ്പനി പോയി, ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നാണ് ഹോൾസെയിലർ എത്തി, ഹോൾസെയിലറിൽ നിന്ന് വീണ്ടും അത് വെയർ ഹൗസിലും ഷിപ്പിംഗ് കമ്പനിയിലൊക്കെ പോയിട്ടായിരിക്കും റീറ്റെയിലറിന്റെ അടുത്ത് എത്തി കഴിഞ്ഞിട്ടായിരിക്കും അൾട്ടിമേറ്റ് കസ്റ്റമറിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഇതാണ് ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അല്ലെങ്കിൽ ആ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള ഡിഫറെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ പാർട്ടീസ് ഓരോരുത്തരുടെ കയ്യിൽ എത്തുമ്പോഴും, മാനുഫാക്ചറിൽ നിന്ന് ഹോൾസെയിലറിന്റെ അടുത്ത് എത്തുമ്പോൾ കുറെ പേരുടെ കയ്യിൽ നിന്നായിരിക്കും അത് പോയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക, മാനുഫാക്ചർ ഹോൾസെയിലിന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക. അതാണ് ആ ട്രേഡ്, ആ യൂണിറ്റിൽ, ആ ട്രേഡ് ആ ചാനലിൽ വരുന്ന എലമെന്റ്സിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്സ് ഓർ ഫങ്ഷണൽ ഡിസ്കൗണ്ട്സ്. ആൻഡ് US ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? കമ്പനിക്ക് മാനുഫാക്ചറിങ് നടത്തുന്ന കമ്പനി US മാനുഫാക്ചറിങ് നടത്തുന്നെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ കുറച്ച് ഹോൾസെയിലേഴ്സ് ഉണ്ട്, യൂറോപ്പിലുണ്ട് ഹോൾസെയിലേഴ്സ്, ഓസ്ട്രേലിയയിലുണ്ട് ഹോൾസെയിലേഴ്സ്. സോ എല്ലാവർക്കും കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ് സെയിം ആയിരിക്കണം. അല്ലാതെ ഇന്ത്യയിൽ കൂടുതൽ സെയിൽസ് എപ്പോഴും നടക്കുന്നത് കൊണ്ട് അവിടെയുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. ആൻഡ് അണ്ടർ ദ ലോ എല്ലാവർക്കും സെയിം ഡിസ്കൗണ്ട്സ് കൊടുക്കണം. ആൻഡ് അലവൻസസ് എന്ന് പറഞ്ഞാലും ഡിസ്കൗണ്ട്സ് പോലെ തന്നെ എന്തെങ്കിലും പ്രൈസിലുള്ള റിഡക്ഷൻ, and it is based on a particular action. ഓക്കെ, എന്തെങ്കിലും പെർട്ടിക്കുലർ ആക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അലവൻസ് കൊടുക്കുന്നത്. ആൻഡ് ട്രേഡിന് അലവൻസ് നമുക്ക് ഈ ട്രേഡ് ഡിസ്കൗണ്ട് പോലെ തന്നെ പറയാം. ട്രേഡ് നടത്തുമ്പോൾ കൊടുക്കുന്ന എന്തെങ്കിലും അലവൻസ്, പ്രൈസ് റിഡക്ഷൻ ഫോർ ദ ട്രേഡ് ഡിസ്കൗണ്ട് പോലെ സിമിലാരിറ്റി ഉള്ളതാണ് ട്രേഡിന് അലവൻസ്. And upgrade allowance means purchasers who have previously purchased a competitor product or service and incentive to get them to switch. നമ്മുടെ ഒരു കസ്റ്റമർ ആയിരുന്നു, ബട്ട് ലാസ്റ്റ് ടൈം ആ കസ്റ്റമർ നമ്മുടെ വേറൊരു കോമ്പറ്റീറ്ററിൽ നിന്ന് പർച്ചേസ് ചെയ്തു. സോ അതിന് നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അയാൾക്ക് എന്തെങ്കിലും ഒരു അലവൻസ് കൊടുക്കാം. സ്വിച്ചിങ് നടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് വേറൊരു പ്രോഡക്റ്റിലേക്ക് കസ്റ്റമർ സ്വിച്ച് ചെയ്തു. സോ സ്വിച്ചിങ് എന്നുള്ള ആ ഒരു ടെൻഡൻസി തടയാൻ വേണ്ടി എന്തെങ്കിലും അലവൻസ് മാനുഫാക്ചർ ഈസ് ഗിവിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ കസ്റ്റമർ, ദാറ്റ് ഇസ് അപ്ഗ്രേഡ് അലവൻസ്. നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരാം. പ്രൊമോഷണൽ അലവൻസ് ആർ പേയ്മെന്റ്സ് ഓഫ് പ്രൈസ് റിഡക്ഷൻസ് ഓഫേർഡ് ബൈ മാനുഫാക്ചറേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ടു ഡീലേഴ്സ് ഓർ റീറ്റെയിലേഴ്സ് ടു റിവാർഡ് ദം ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പ്രൊമോഷണൽ പ്രോഗ്രാംസ്. ഹോൾസെയിലേഴ്സ് ആർ മാനുഫാക്ചേഴ്സ്, കാർ മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് ലോട്ട് ഓഫ് ഡീലേഴ്സും റീറ്റെയിലേഴ്സും ഉണ്ടാകും. ഓക്കെ, ആൻഡ് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ നടത്തും. എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാംസ്, എന്തെങ്കിലും ഫാഷൻ ഷോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം. ഇപ്പൊ ആമസോൺ ഒക്കെ നടത്തുന്നില്ലേ ഫാഷൻ ഷോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ കമ്പനി നടത്തുന്ന മാനുഫാക്ചേഴ്സ്, ഇപ്പൊ ആമസോൺ ഓൺലൈൻ ഷോപ്പിംഗ് ബേസ്ഡ് കമ്പനിയാണ്. സോ അവരുടെ എന്തെങ്കിലും ഫാഷൻ ഷോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫോർ ദ പ്രൊമോഷന് വേണ്ടിയാണ് അങ്ങനെ ഫാഷൻ ഷോസ് ഒക്കെ നടത്തുന്നത്, അവരുടെ ബ്രാൻഡിന്റെ പ്രൊമോഷന് വേണ്ടി. സോ ഇങ്ങനെ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആമസോണിന്റെ തന്നെ ഡീലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരിനി
സപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് തരാം എന്ന് ആമസോൺ എഗ്രി ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൊമോഷണൽ അലവൻസസ്. സോ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഒരു ഡീലർ കമ്പനി, ഒരു റീറ്റെയിൽ കമ്പനി അവരുടെ എന്തെങ്കിലും പ്രോഗ്രാംസിൽ ഇവർ ഇൻവൈറ്റ് ചെയ്യും ഡീലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും. ആൻഡ് ആ പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സപ്ലൈയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് തരാം. So that is promotional allowances are payments or price reductions offered by manufacturers or wholesalers to dealers or retailers to reward them for participating in promotional programs. Okay, so ഇതാണ് പ്രോഡക്റ്റ് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസിൽ വരുന്നത്. ഡിസ്കൗണ്ട്സ് ആണ് മെയിൻലി. ഓൾറെഡി പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഫിക്സ്ഡ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവും. ആൻഡ് അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ലേറ്റർ കൊടുക്കുവാണെങ്കിൽ അതാണ് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. മെയിൻലി ഡിസ്കൗണ്ട്സ് ആണ്. അത് ക്യാഷിൽ ഡിസ്കൗണ്ട്സ് കൊടുക്കാം, വോളിയം ഡിസ്കൗണ്ട്സ് ഉണ്ട്, സീസണൽ ഡിസ്കൗണ്ട്സ് ഇൻ ഓഫ് സീസൺസ്, ട്രേഡ് ഡിസ്കൗണ്ട്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പാർട്ടീസ്, ആൻഡ് അലവൻസസ് ഉണ്ട്. അലവൻസ് 3 ടൈപ്സ് ഉണ്ട്: ട്രേഡ് ഇൻ അലവൻസ്, അപ്ഗ്രേഡ് അലവൻസ്, പ്രൊമോഷണൽ അലവൻസ്. ട്രേഡ് ഇൻ അലവൻസ് ഒരു ജസ്റ്റ് പ്രൈസ് റിഡക്ഷൻ, സെയിം ആസ് ലൈക്ക് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്ഗ്രേഡ് അലവൻസ് മീൻസ് നമ്മുടെ കസ്റ്റമർ എന്തെങ്കിലും സ്വിച്ച് ചെയ്ത് വേറൊരു കോമ്പറ്റീറ്ററിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ ജസ്റ്റ് ആ കസ്റ്റമറിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അലവൻസസ് കൊടുക്കുന്നു നെക്സ്റ്റ് പർച്ചേസിൽ. സോ ദാറ്റ് ഇസ് അപ്ഗ്രേഡ് അലവൻസ്. അലവൻസ് മീൻസ് റിഡക്ഷൻ ഇൻ പ്രൈസ് ആണ്. ആൻഡ് പ്രൊമോഷണൽ അലവൻസ് മീൻസ് നമ്മുടെ കമ്പനി കണ്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിലേഴ്സിനും ഡീലേഴ്സിനും റീറ്റെയിലേഴ്സിനും നെക്സ്റ്റ് സപ്ലൈയിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കൊടുക്കാമെന്ന് എഗ്രി ചെയ്യും കമ്പനി. ദാറ്റ് ഇസ് പ്രൊമോഷണൽ അലവൻസ്. Okay, clear alle product adjustment, price adjustment strategies. Okay, the third type of strategy ആണ്. So 2 types കഴിഞ്ഞു. General strategies കഴിഞ്ഞു. Second one നമ്മൾ കഴിഞ്ഞത് product price adjustment strategy കഴിഞ്ഞു. ഇനി ന്യൂ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? മാർക്കറ്റ് പെനട്രേഷൻ പ്രൈസിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. മാർക്കറ്റിനെ വിത്തിൻ ഷോർട്ട് പീരീഡിൽ വിൻ ചെയ്യാൻ, മാർക്കറ്റിലെ കസ്റ്റമേഴ്സിനെ ഷോർട്ട് പീരീഡിൽ വിൻ ചെയ്യാൻ വേണ്ടി ഇനീഷ്യൽ സ്റ്റേജിൽ ലോ പ്രൈസസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് മാർക്കറ്റ് പെനട്രേഷൻ pricing strategy. To penetrate the market and to maximize the market share with the new product. Example ആണ് Reliance Jio. സീറോ പ്രൈസിൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്തു ഇനീഷ്യൽ പീരീഡിൽ. സോ ദേ സെറ്റ് എ ലോ ഇനീഷ്യൽ പ്രൈസ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് ഹൈ സെയിൽസ് വോളിയം. ആൻഡ് അവർക്ക് ഹൈ സെയിൽസ് വോളിയം കിട്ടുക തന്നെ ചെയ്തു. ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് കിട്ടി. ആൻഡ് ഇൻ ഇന്ത്യൻ ടെലികോം മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ലീഡേഴ്സ് റിലയൻസ് ജിയോ തന്നെയാണ്. ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ടെലികോം ഇൻഡസ്ട്രിയിൽ റിലയൻസ് ജിയോയിനാണ് കൂടുതൽ ഷെയർസ് ഉള്ളത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു ചൈനീസ് ഫോൺസിന് കൂടുതൽ ഡിമാൻഡ് ആണ്. സ്മാർട്ട് ഫോണിന്റെ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ റിയൽമി, റെഡ്മി അങ്ങനെയുള്ള ഷവമി ആ കാറ്റഗറിയിൽ വരുന്ന ചൈനീസ് ഫോൺസിനാണ് കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള കമ്പനീസ്, കോൺഗ്ലോമറേറ്റ് എന്ന് പറയും അങ്ങനെയുള്ള കമ്പനീസിനെ, ലാർജ് മാർക്കറ്റ് ഷെയർസ് ഉള്ള കമ്പനീസ്. ആൻഡ് അങ്ങനെയുള്ള കമ്പനീസ് അവര് ലോ പ്രൈസ് ചാർജ് ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കും. ആൻഡ് ലോങ് ടേമിൽ അവർക്ക് ഹയർ പ്രോഫിറ്റ് കിട്ടും. ബിക്കോസ് ആഫ്റ്റർ ഒരു ലോങ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ യൂഷ്വൽ പ്രൈസിന് ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ അതിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. The goal is to അവരുടെ ultimate goal എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? To win the market share and stimulate the market growth and competition discourage ചെയ്യാം. അതും അവരുടെ ഒരു ടെൻഡൻസി ആണ്. That is market penetration pricing. Initially charging low price to win the market. And the next one is market skimming. Market skimming means high price തന്നെ ചാർജ് ചെയ്യും. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഇനീഷ്യൽ പ്രൈസ് തന്നെ ഹൈ പ്രൈസ് ആയിരിക്കും. ആൻഡ് ഒത്തിരി നാൾ തന്നെ ആ പ്രൈസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ഇഫ് ദ കമ്പനിക്ക് തോന്നുവാണ് ഇത് കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ സംടൈംസ് അതിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം. ബട്ട് ഇനീഷ്യലി ആ പ്രൈസ് ഹൈ ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യും.
A company unveiling a new technology may set a high initial price to skim the market by attracting purchasers who crave the newest thing. Okay. When the initial excitement passes, sales slow, competitors enter the new market. The company might lower price to attract the next group of price-sensitive customers. Prices then may drop again. നമുക്ക് ആപ്പിൾ ഐഫോൺ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഇവര് പ്രോഡക്റ്റിന് എപ്പോഴും അവർ ഇനീഷ്യലി ഇറക്കുമ്പോൾ എപ്പോഴും ഹൈ പ്രൈസ് തന്നെയായിരിക്കും അല്ലെ, ഒരു ചേഞ്ചും ഇല്ല. അന്ന് 2 വർഷമൊക്കെ കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ തന്നെ അവർ അടുത്ത ലേറ്റസ്റ്റ് ഫോൺ ഇറക്കും. അപ്പോൾ ആ ലാസ്റ്റ് ഇയർ ഇറക്കിയ ഫോണിന്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യും. അതാണ് മാർക്കറ്റ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ആൻഡ് ഹൈ പ്രൈസ് ഇനീഷ്യലി ചാർജ് ചെയ്യുന്നത് എന്താണ്? കസ്റ്റമേഴ്സ് എപ്പോഴും ക്രേവ്, ദേ ഹാവ് ക്രേവ് ടു അറ്റൈൻ ദ ന്യൂവസ്റ്റ് തിങ് അല്ലെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കുക, എന്തെങ്കിലും ന്യൂ ഫീച്ചേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളത് കസ്റ്റമറിന്റെ ഒരു ടെൻഡൻസി ആണ്. ആൻഡ് ഓൾറെഡി ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു കമ്പനി, ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു പ്രോഡക്റ്റും കൂടി ആണെങ്കിൽ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ് തന്നെ ചൂസ് ചെയ്യും, ഹൈ പ്രൈസ് ആണെങ്കിലും ചൂസ് ചെയ്യും. സോ അതുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ ഇനീഷ്യലി ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിയുമ്പോൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പ്രൈസ് കുറയും, പ്രൈസ് ഡ്രോപ്പ് ചെയ്യും. അത് യൂഷ്വൽ ആയിട്ട് മാർക്കറ്റിൽ നടക്കുന്ന ഒരു ടെൻഡൻസിയാണ്. ദാറ്റ് ഈസ് മാർക്കറ്റ് സ്കിമ്മിങ്, ചാർജിങ് ഹൈ പ്രൈസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് പ്രൈസ് മേ ഡ്രോപ്പ്. ന്യൂ പ്രൊഡക്റ്റ് പ്രൈസിംഗിൽ 2 പ്രൈസിംഗ് ആണുള്ളത്. ലോ പ്രൈസ് ചാർജ് ചെയ്യുക, മാർക്കറ്റ് വിൻ ചെയ്യുക, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ലോങ് ടേമിൽ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക. അതാണ് മാർക്കറ്റ് പെനിട്രേഷൻ. മാർക്കറ്റ് സ്കിമ്മിങ് ഹൈ പ്രൈസ് ചാർജ് ചെയ്ത് ആ കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ തന്നെ വിൻ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരുമ്പോഴേക്കും പ്രൈസ് ഡ്രോപ്പ് ചെയ്യും ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, സോ 3 ടൈപ്പ് സ്ട്രാറ്റജീസ് കഴിഞ്ഞു. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് നമ്മളിപ്പോ കണ്ടത്? ത്രീ ടൈപ്സ് ഓഫ് മെയിൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ കണ്ടത് എന്ത് സ്ട്രാറ്റജിയാണ്? എല്ലാരും ഇവിടെ പോയി ഉറങ്ങിപ്പോയാ? ഫസ്റ്റ് എന്ത് ടൈപ്പ് സ്ട്രാറ്റജിയാണ് കണ്ടത്? ഓക്കെ, ജനറൽ സ്ട്രാറ്റജീസ് ആണ് കണ്ടത്. ജനറൽ സ്ട്രാറ്റജീസ്. ജനറൽ പ്രൈസിംഗ് അപ്രോച്ച്, ജനറൽ സ്ട്രാറ്റജീസ്. അതിലാണ് കോസ്റ്റ് ബേസ്ഡ് സ്ട്രാറ്റജീസ്, വാല്യൂ ബേസ്ഡ് സ്ട്രാറ്റജീസ്, കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് സ്ട്രാറ്റജീസ് കണ്ടത്. ഓക്കെ, ജനറൽ സ്ട്രാറ്റജീസിൽ കോസ്റ്റ് ബേസ്ഡ്, വാല്യൂ ബേസ്ഡ്, കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ആണ് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ കണ്ടത് ഡിസ്കൗണ്ട്സ്, വോളിയം ഡിസ്കൗണ്ട്സ്, സീസണൽ ഡിസ്കൗണ്ട്സ്, അലവൻസ്, ട്രേഡ് ഡിസ്കൗണ്ട്സ്, പ്രൊമോഷൻ അലവൻസ് ഒക്കെ വരുന്നത്. തേർഡ് ടൈപ്പ് ആണ് ന്യൂ പ്രോഡക്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ന്യൂ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് പെനട്രേഷൻ ആൻഡ് മാർക്കറ്റ് സ്കിമ്മിങ്. ആൻഡ് ഫോർത്ത് ടൈപ്പ് ആണ് ഇങ്ങനെ പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജി. ഇവിടെ പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജിയിൽ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ടാകും. പ്രോഡക്റ്റ് മിക്സിൽ ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ടാകും. ആൻഡ് അതിനെ നമ്മൾ എങ്ങനെ പ്രൈസ് ചെയ്യും? ഓക്കെ, സെയിം പ്രോഡക്റ്റ് ലൈൻ ആയിരിക്കും. പ്രോഡക്റ്റ് ലൈനിന് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ സാംസങ് ഗാലക്സിയുടെ ഫോൺ കാണിച്ചിട്ടുണ്ട്. സോ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സിയുടെ സ്മാർട്ട് ഫോൺസ് ആണ്. പക്ഷെ ആ ഫോൺ തന്നെ ഡിഫറെന്റ്, സാംസങ്ങിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോൺസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അതിന് ഡിഫറെന്റ് ക്വാളിറ്റി ആണ്, ഡിഫറെന്റ് പ്രൈസ് ആണ്. ബട്ട് പ്രോഡക്റ്റ് ലൈൻ ഈസ് സ്മാർട്ട് ഫോൺ ഇറ്റ്സെൽഫ്.
സോ സെയിം പ്രോഡക്റ്റ് ലൈനിൽ തന്നെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉള്ള ഡിഫറെന്റ് പ്രോഡക്റ്റ് മിക്സുകൾ ഉണ്ടാവും. അത് എങ്ങനെയാണ് പ്രൈസ് ചെയ്യുന്നത്? That is product line pricing. Pricing different products within same product range at different price points. ഫോണുകൾ, സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അത് ഗുഡ് എക്സാമ്പിൾ ആണ്. ഓരോ സ്മാർട്ട് ഫോൺസും ഓരോ ബ്രാൻഡിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടാവും. ഡിഫറെന്റ് ടൈപ്സിന് ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. പ്രൈസ് ചാർജ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഫീച്ചേഴ്സും അത് ഇറങ്ങിയ ടൈമും ഇതൊക്കെ വെച്ചിട്ടായിരിക്കും മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന്. ഓക്കെ, ദാറ്റ് ഇസ് പ്രോഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രൈസിംഗ് ഡിഫറെന്റ് പ്രോഡക്ട്സ് വിത്ത് സെയിം പ്രോഡക്റ്റ് റേഞ്ച് ബട്ട് ഡിഫറെന്റ് പ്രൈസ് പോയിന്റ്സ്. The greater the features and the benefits obtained, the greater the customer will pay. This form of price discrimination assists the company to maximize turnover and the profit. And ഇതിന് വേറൊരു എക്സാമ്പിൾ പറയാം. പ്ലെയിൻസിലൊക്കെ പ്ലെയിനിന്റെ എയറോപ്ലെയിൻ സർവീസസ്, ഫ്ലൈറ്റ് സർവീസസിൽ ഡിഫറെന്റ് ക്ലാസ് ഉണ്ട്. ഇക്കണോമിക് ക്ലാസ് ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്. ബട്ട് അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ കിട്ടുന്ന സർവീസ് എന്താണ്? ഫ്ലൈറ്റിലുള്ള സർവീസ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സർവീസ് ആണ് കിട്ടുന്നത്. ബട്ട് ആ സെയിം സർവീസ് തന്നെ ഡിഫറെന്റ് പ്രൈസിലാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇക്കണോമിക് ക്ലാസ്സിന് ഒരു പ്രൈസ്, ബിസിനസ് ക്ലാസ്സിന് ഒരു പ്രൈസ്, അങ്ങനെ. ഓക്കെ, ആൻഡ് റെയിൽവേസിലും നമ്മൾ പോവുകയാണെങ്കിൽ AC കമ്പാർട്ട്മെന്റിന് ഒരു ക്ലാസ്, ഓർഡിനറി ഒരു ക്ലാസ്, ജനറൽ ഉണ്ട്, സ്ലീപ്പർ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പൊ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ആണ്, ബട്ട് ഡിഫറെന്റ് പ്രൈസസിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സാംസങ്ങിന്റെ തന്നെയാണ്, ബട്ട് ഓരോ പ്രോഡക്റ്റിനും ഓരോ ഫീച്ചേഴ്സ് ആണ്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്. ഹോട്ടൽസിനും എക്സാമ്പിൾ എടുക്കാം, റൂംസ് എക്സാമ്പിൾ എടുക്കാം. AC റൂംസ് ഉണ്ടാകും, AC അല്ലാത്ത റൂംസ് ഉണ്ടാകും, ആൻഡ് ഫർണിഷസ് ചെയ്ത കിച്ചണൊക്കെ ഉള്ള റൂം ഉണ്ടാകും. ആൻഡ് അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് ആൻഡ് അമ്യൂണിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഓരോ റൂമിനും ഓരോ ചാർജ് ആയിരിക്കും. ആൻഡ് 2 ബെഡിന്റെ റൂം ഉണ്ടാവും, 4 ബെഡിന്റെ റൂം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സും അമ്യൂണിറ്റീസും ബേസ് ചെയ്തിട്ട് ആ സെയിം പ്രോഡക്റ്റ് ലൈനിന് തന്നെ പ്രൈസിന് ചേഞ്ച് വരുവാണെങ്കിൽ അതിന് അങ്ങനെയുള്ള പ്രൈസിങ്ങിനെയാണ് പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? And second one is optional pricing, optional product. ഇത് എല്ലാ കൺസെപ്റ്റും ക്ലിയർ ചെയ്ത് പോവാം. ഇവിടെ നിന്ന് കുറെ തിയറി ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് എക്സാമ്പിൾസ് വെച്ച് പറയുന്നത്. ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് തന്നിട്ടില്ലെന്ന് തോന്നുന്നു, ടെക്സ്റ്റിലില്ല. ടെക്സ്റ്റിൽ ചിലതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. ഏത് മെറ്റീരിയലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ബേസിലായിരിക്കും എക്സാമ്പിൾസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓരോ സ്ട്രാറ്റജീസിന്റെയും എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. സോ തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓപ്ഷണൽ പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ കമ്പനി, അതിനും നമുക്ക് ഫ്ലൈറ്റ് സർവീസ് എടുക്കാം. ഫ്ലൈറ്റ് സർവീസ് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. ആൻഡ് അതിന്റെ കൂടെ ഫ്ലൈറ്റ് സർവീസിന്റെ ചാർജ് അവർ കുറച്ചു. ഇപ്പൊ എയർ ഇന്ത്യ അവരുടെ ഫ്ലൈറ്റ് സർവീസിന്റെ ചാർജ് കുറച്ചു. ആൻഡ് ചാർജ് കുറച്ചപ്പോൾ അവർ അതിനൊരു ഓപ്ഷനും കൂടി കൊടുത്തു. അതിൽ കിട്ടുന്ന ഫുഡ്, അതിന് കൂടെ കിട്ടുന്ന ക്യാബ് അല്ലെങ്കിൽ മറ്റ് സർവീസസിനൊക്കെ അഡീഷണൽ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫുഡിനും ട്രാവലിംഗ് മീൻസ് ക്യാബ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിനൊക്കെ അഡീഷണൽ പേയ്മെന്റ്സ് കൊടുക്കണം. അതുകൊണ്ട് ഫ്ലൈറ്റ് സർവീസിന്റെ എമൗണ്ട് പ്രൈസ് അവർ കുറച്ചു. ഓക്കെ, അതാണ് ഓപ്ഷണൽ പ്രൈസിങ്. മെയിൻ ആയിട്ടുള്ള സർവീസിന്റെ പ്രൈസ് അവർ ഡിക്രീസ് ചെയ്യും. ആൻഡ് അതർ അമ്യൂണിറ്റീസിനും ഫെസിലിറ്റീസിനൊക്കെ നമുക്ക് അഡീഷണലി പേ ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷണൽ. നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ വരെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷണൽ ആണ്. ആൻഡ് ഇപ്പോൾ ചില കമ്പനീസ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അവർ മിനിമം മെമ്മറിയും പ്രോസസ്സറൊക്കെ വെച്ചിട്ട് അവർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. ആൻഡ് അതിനൊരു ലോ പ്രൈസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. യൂഷ്വലി സെൽ ചെയ്യുന്നതിനേക്കാളും ലോ പ്രൈസ് ആണ് അങ്ങനെ ചാർജ് ചെയ്യുന്നത്. ആൻഡ് ബട്ട് ഇനി അപ്ഗ്രേഡേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ പർച്ചേസ് ചെയ്യണം. സിസ്റ്റം എന്തെങ്കിലും അപ്ഗ്രേഡേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ, സോഫ്റ്റ്വെയറിൽ അപ്ഗ്രേഡേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ അഡീഷണലി പേ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷണൽ. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്ഗ്രേഡേഷൻസ്.
അത് ഓപ്ഷണൽ ആണ്. അപ്പോൾ ഓപ്ഷണൽ ആയതുകൊണ്ട് അഡീഷണൽ പേയ്മെന്റ് എന്ന കാര്യം ഓപ്ഷണൽ ആണ് അവിടെ. അങ്ങനെയുള്ള പ്രൈസിംഗ് ആണ് ഓപ്ഷണൽ പ്രോഡക്റ്റ് പ്രൈസിംഗ്. when a company sells a base product at a relatively low price, but sells complementary accessories at a higher price. Okay, മെയിൻ പ്രൊഡക്റ്റിന്റെ കൂടെയുള്ള കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആക്സസറീസ്, അത് ഓപ്ഷണൽ ആയിട്ടുള്ള ആക്സസറീസ് ആയിരിക്കും, അത് ഹയർ പ്രൈസിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ബേസ് പ്രൊഡക്റ്റിന് ലോ പ്രൈസ് ചാർജ് ചെയ്യുള്ളൂ. ഫ്ലൈറ്റ് സർവീസ് ആണെങ്കിൽ ഫ്ലൈറ്റ് സർവീസിന്റെ ചാർജ് ഭയങ്കര കുറവാണ്, അതിന്റെ കൂടെയുള്ള അഡീഷണൽ അമ്യൂണിറ്റീസും സർവീസസിനും ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി, കമ്പനിക്ക് എങ്ങനെ ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്, ഫ്ലൈറ്റിന് അവർ ലോ പ്രൈസ് ചാർജ് ചെയ്താലും അവർക്ക് പ്രോഫിറ്റ് മറ്റേ സർവീസിൽ നിന്നൊക്കെ ഹൈ പ്രൈസ് ചാർജ് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ആൻഡ് ജസ്റ്റ് ഫോർ ദി മാർക്കറ്റിംഗ് ടെക്നിക്, മാർക്കറ്റിംഗ് ഒരു ടെക്നിക്കാണ്, ഫ്ലൈറ്റിന്റെ റേറ്റ് കുറയ്ക്കാം, അപ്പൊ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും. ഓക്കെ, ഫ്ലൈറ്റിന്റെ റേറ്റ് കുറയ്ക്കാം, അപ്പൊ നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സ് ട്രാവൽ ചെയ്യാൻ നോക്കും. ആവശ്യമില്ലെങ്കിലും ട്രെയിൻ പിടിക്കേണ്ടവരാണെങ്കിൽ ഫ്ലൈറ്റ് എടുക്കാൻ നോക്കും. ഓക്കെ, ബട്ട് അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് നമുക്ക് കോംപ്ലിമെന്ററി ആണ്, ഓപ്ഷണൽ ആണ്, ബട്ട് അതിന് ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. സോ ആ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതിലായിരിക്കും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷണൽ പ്രോഡക്റ്റ് പ്രൈസിങ്. നെക്സ്റ്റ് ഇസ് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്. ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത് ഓപ്ഷണൽ പ്രോഡക്റ്റ് ആയിട്ട് അതിനൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയും മെയിൻ പ്രോഡക്റ്റിന് ലോ പ്രൈസും അഡീഷണൽ പ്രോഡക്റ്റിന് ഹൈ പ്രൈസും ആണ്. ബട്ട് ആ അഡീഷണൽ പ്രോഡക്റ്റ് വാങ്ങിക്കാതെ നമുക്ക് ആ മെയിൻ പ്രോഡക്റ്റ് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഓപ്ഷണൽ പ്രോഡക്റ്റ് പ്രൈസിന്റെ കേസിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഓപ്ഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷണൽ ആയിരുന്നു, കോംപ്ലിമെന്ററി ആയിരുന്നു, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. പക്ഷെ ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിംഗിൽ ആ അഡീഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ആക്സസറീസിന്റെ പ്രോഡക്റ്റ് അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ഇവിടെ കാനന്റെ പ്രിന്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കാനന്റെ പ്രിന്റേഴ്സിന് അവര് റേറ്റ് കുറച്ചു, ബട്ട് അതിന്റെ ഇങ്ക് കാർട്രേജിന് റേറ്റ് കൂട്ടുകയും ചെയ്തു. ഇങ്ക് കാർട്രേജ് ഇല്ലാതെ പ്രിന്റേഴ്സ് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ദാറ്റ് ഇസ് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്. മെയിൻ പ്രോഡക്റ്റിന്റെ പ്രൈസ് ലോ ആണ്, ബട്ട് അതിന്റെ അഡീഷണൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഹൈ ആണ്. ആൻഡ് അഡീഷണൽ പ്രോഡക്റ്റ് ഇല്ലാതെ ആ മെയിൻ പ്രോഡക്റ്റ് വർക്ക് ചെയ്യാക്കി അതിനും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പ്രൈസിങ് സ്ട്രാറ്റജിയാണ് കമ്പനി യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്. Captive product pricing is the pricing of products that have both a core product and number of accessory products. It is a pricing strategy that takes advantage of product that will be used primarily to attract a large volume of customers. Clear ആണോ? ഓപ്ഷണൽ പ്രോഡക്റ്റ് പ്രൈസിങ്ങും ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്ങും രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. Okay, next one is byproduct pricing. Byproduct pricing നമ്മൾ സെൽ ഓഫ് അതർ പ്രോസസ്സിൽ നമ്മൾ കണ്ടില്ലേ, പെട്രോളിയം പ്രോഡക്ട്സ്, ക്രൂഡ് ഓയിൽ ഒക്കെ നമുക്ക് അഡീഷണലി പ്രോസസ് ചെയ്ത് അതിൽ നിന്ന് കുറെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാം. പെട്രോളിയമിന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഓയിൽ ആൻഡ് ഫ്യൂവൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ ബൈ പ്രോഡക്ട്സ് ഉണ്ട് പെട്രോളിയത്തിന്. വാക്സ്, ടാർ, നമ്മൾ ഈ പെട്രോളിയം ജെല്ലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രീംസ് ഒക്കെ ഉണ്ടാക്കൂലേ, അത് വാസ്ലിൻസ് ഒക്കെ ഉണ്ടാക്കൂലേ, അതെല്ലാം പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. സോ അതൊന്നും ഓയിൽ ആൻഡ് ഫ്യൂവൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആണ്. സോ ആൻഡ് പെട്രോളിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് കൂടിയാണത്. ആൻഡ് അതിന് നമ്മൾ എങ്ങനെ പ്രൈസ് ചെയ്യുമെന്നാണ് നോക്കുന്നത് കമ്പനി. ആൻഡ് ഇങ്ങനെയുള്ള ബൈ പ്രൊഡക്റ്റുകൾ ഓയിൽ ആൻഡ് ഫ്യൂവൽ ഇൻഡസ്ട്രിയിൽ വേണ്ടാത്തതാണ് വാക്സ്, ടാർ, അങ്ങനെ പെട്രോളിയം ജെല്ലി ഉണ്ടാക്കുന്ന ക്രീം, അങ്ങനെയുള്ള സാധനങ്ങൾ. സോ അതെല്ലാം നമ്മൾ ഓയിൽ ആൻഡ് ഫ്യൂവൽ ഇൻഡസ്ട്രിയുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പോയാൽ അത് നമുക്കൊരു നഷ്ടമാണ്, നമ്മുടെ ഇൻഡസ്ട്രി ആയിട്ട് ഒരു റിലേഷൻ ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ് അതൊക്കെ. സോ അങ്ങനെയുള്ള കേസിൽ ഈ ബൈ പ്രോഡക്ട്സ് നമ്മൾ ആ ബൈ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് മാനുഫാക്ചറിങ് നടത്താൻ പറ്റുന്ന വേറെ മാനുഫാക്ചേഴ്സിന് അത് സെല് ചെയ്യും. ആൻഡ് ദാറ്റ് മാനുഫാക്ചേഴ്സിന് അത് അവരുടെ ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും. നമ്മുടെ ബൈ പ്രോഡക്ട്സ്
മറ്റു മാനുഫാക്ചേഴ്സിന് ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അത് സെല് ചെയ്യുമ്പോൾ നമുക്ക് അതിന് നല്ലൊരു പ്രൈസ് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മളിവിടെ ഫോളോ ചെയ്യും ബൈ പ്രൊഡക്റ്റ് പ്രൈസിങ്ങിൽ. ഓക്കെ, ആൻഡ് സെല് ചെയ്യുമ്പോൾ ഉള്ള പ്രൈസ് എന്തായിരിക്കണം? നമ്മൾക്ക് അത് സ്റ്റോർ ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും? ഈ ബൈ പ്രൊഡക്റ്റ് നമ്മുടെ ഇൻഡസ്ട്രി തന്നെ, ഓയിൽ ആൻഡ് ഫ്യൂൽ ഇൻഡസ്ട്രി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഈ വാക്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എത്ര കോസ്റ്റ് വരും? ആ കോസ്റ്റ് കവർ ചെയ്യണം. ആ കോസ്റ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ബൈ പ്രൊഡക്റ്റ് പ്രൈസിംഗിൽ. ഓക്കെ, byproduct pricing refers to setting a price for byproducts to make the main product price more competitive. എന്നാൽ നമുക്ക് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് പെട്രോളിയം, ഡീസൽ, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ വാക്സും ടാറും അതൊന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ പെട്ടതല്ല. സോ മെയിൻ പ്രൊഡക്റ്റിനെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കാനും അതിന്റെ സെല്ലിംഗ് നന്നായിട്ട് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. സോ ബൈ പ്രൊഡക്റ്റിനെ നമ്മൾ മറ്റു മാനുഫാക്ചേഴ്സിന് എങ്ങനെ കൊടുക്കും, അതെങ്ങനെ പ്രൈസ് ചെയ്യും? യൂഷ്വലി ബൈ പ്രൊഡക്ട്സ് ഹാവ് ലോ വാല്യൂ ആയിരിക്കും. ലോ വാല്യൂ ഇൻ ദ വെയർഹൗസ് കുഡ് ഇൻകർ സ്റ്റോറേജ് കോസ്റ്റ്. ലോ വാല്യൂ ആണെങ്കിലും വെയർഹൗസ് കോസ്റ്റ്, അതിന് ഹ്യൂജ് വെയർഹൗസ് കോസ്റ്റ് വരും. സെൽ ഇറ്റ് ടു അതർ മാനുഫാക്ചർ ഹു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ റോ മെറ്റീരിയൽ. മറ്റ് മാനുഫാക്ചേഴ്സിന് അത് സെല് ചെയ്യാം ആൻഡ് ദേ ക്യാൻ യൂസ് ദം ആസ് എ their raw materials. Sell this product when manufacturer gets a price over and above the storage cost. And നമ്മുടെ മാനുഫാക്ചറിന് ഓയിൽ ആൻഡ് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ അതിന്റെ സ്റ്റോറേജ് കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സെല്ലിംഗ് പ്രൈസിലായിരിക്കണം നമ്മൾ സെല് ചെയ്യേണ്ടത്. ആൻഡ് സെല്ലിംഗ് വാക്സ് ആൻഡ് ടാർ ഇഫ് വിച്ച് ബൈ പ്രൊഡക്ട്സ് ഓഫ് പെട്രോളിയം ആൻഡ് നോട്ട് യൂസ്ഡ് ഇൻ ഓയിൽ ആൻഡ് റിഫൈനറി ഇൻഡസ്ട്രി. അതൊരു എക്സാമ്പിൾ ആണ് ബൈ പ്രൊഡക്റ്റ് പ്രൈസിങ്. ദെൻ ബണ്ടിൽ പ്രൈസിങ്. ബണ്ടിൽ പ്രൈസിങ് എന്ന് പറയുമ്പോൾ സെയിം ഇൻഡസ്ട്രിയിലുള്ള സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരു ബണ്ടിലായിട്ട് സെല് ചെയ്യുകയാണെങ്കിൽ, ഒരു കോംബോ ഓഫേഴ്സ് ഒക്കെ കൊടുക്കില്ലേ നമ്മൾ, കോംബോ ഓഫേഴ്സ് ഒക്കെ കൊടുക്കും. അങ്ങനെ പ്രൈസ് ചെയ്യുന്നത് തന്നെയാണ് ബണ്ടിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ആമസോണിന്റെ ഫയർ TV ആൻഡ് എക്കോ ഡോട്ട് ഒരു $79 സെല് ചെയ്യാണ്. ആൻഡ് ഇൻഡിവിജ്വലി അവർ സെല് ചെയ്യുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ്ലി തന്നെ ഫയർ TVക്ക് $79 ആമസോൺ ഡോട്ടിന് ഒരു $50 ഒക്കെ വരും. സോ അത് കോംബോ ആയിട്ട് സെല് ചെയ്യുമ്പോൾ അവർ പ്രൈസ് ഡിഡക്ട് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി ഈസ് നോൺ ആസ് ബണ്ടിൽ പ്രൈസിങ് സ്ട്രാറ്റജി. ആൻഡ് അതിൽ പ്യുവർ ബണ്ടിലിംഗ് ഉണ്ട്, മിക്സ്ഡ് ബണ്ടിലിംഗ് ഉണ്ട്. പ്യുവർ ബണ്ടിലിംഗ് എന്ന് പറഞ്ഞാൽ പർച്ചേസറിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിന് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ആ ബണ്ടിലായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, പ്യുവർ ബണ്ടിലിംഗ്, ബണ്ടിലായിട്ട് മാത്രം അത് പർച്ചേസ്, നമുക്ക് ഒരു പ്രോഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും കൂടി ഒരുമിച്ച് അവർ തരുള്ളൂ. ഓക്കെ, പ്യുവർ ബണ്ടിലിംഗ്. മിക്സ്ഡ് ബണ്ടിലിംഗ് എന്ന് പറയുമ്പോൾ ഏത് നമുക്ക് ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ബണ്ടിലായിട്ട് പർച്ചേസ് ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് മിക്സ്ഡ് ബണ്ടിലിംഗ്. സോ ബണ്ടിൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഇറക്കുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആവാനും പ്രൈസ് കുറവ് കാണിക്കാനും വേണ്ടിയുള്ളൊരു സ്ട്രാറ്റജിയാണ് പ്രോഡക്റ്റ് ബണ്ടിലിംഗ്. And product features or service and offers them at a price lower than the price of the individually purchased items. Individually purchase ചെയ്യുന്നതിനേക്കാളും കുറവ് പ്രൈസിൽ ബണ്ടിൽ പ്രൈസ് നമുക്ക് കിട്ടും. കോംബോ ഓഫേഴ്സ് അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, കുറച്ചുകൂടി ടൈം ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മുടെ ലൈഫ് സൈക്കിൾ പോലെ തന്നെ പ്രോഡക്റ്റിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഇത്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ 4 സ്റ്റേജസ് ആണ് പ്രോഡക്റ്റിനുള്ളത്. മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. ആൻഡ് മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ, ആൻഡ് ദിസ് ഇസ് ദ ഗ്രാഫ്. ഓക്കെ, ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ അവര് പതിയെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ടാവുള്ളൂ. ഗ്രോത്തിലേക്ക് എത്തുമ്പോഴാണ് അവർക്കൊരു ഗ്രോത്ത്, ഒരു വളർച്ച ഉണ്ടാകുന്നത്. ആൻഡ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പീക്ക് ലെവലാണ്. നല്ല ക്യാഷ് ജനറേഷൻ ഉണ്ടാവും, റവന്യൂ ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു പീക്ക് പൊസിഷൻ ആണ് മെച്യൂരിറ്റി സ്റ്റേജ്. ആൻഡ് ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് പതിയെ ഡിക്ലൈൻ ചെയ്തു വരും എന്നൊരു സ്റ്റേജ്. ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് കമ്പനിക്ക് ഒരു ടെൻഡൻസി ആണ് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കണം എന്നൊരു ടെൻഡൻസി. അപ്പോൾ സോ മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കമ്പനിയുടെ മാർക്കറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ടു ജനറേറ്റ്
സെയിൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. ടു ജനറേറ്റ് സെയിൽസ് ജനറേറ്റ്, ദിസ് ഇസ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. ആൻഡ് ഇൻ ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഷെയർ മാക്സിമൈസ് ചെയ്യാം. അല്ലെ, നമ്മൾ പറഞ്ഞു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹ്യൂജ് മാർക്കറ്റ് ഷെയർസ് ഉള്ള കമ്പനീസ് ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ. ആൻഡ് അവരുടെ കൂടെ നമ്മുടെ കമ്പനിക്കും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, നല്ലൊരു പ്രൊപ്പോർഷൻ ഓഫ് കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും, അതാണ് ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത്. അതാണ് അവിടുത്തെ മാർക്കറ്റ്. ആ സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കഴിയുമ്പോൾ, പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിളാണ്. നമ്മൾ പ്രോഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു മാക്സിമൈസ് ദി മാർക്കറ്റ് ഷെയർ. മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഷെയർ ഒക്കെ കിട്ടി, കമ്പനി ഈസ് ഡൂയിങ് വെൽ, ആൻഡ് ഇനിയും മാക്സിമൈസ് പ്രോഫിറ്റ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളൊരു മാർക്കറ്റ് ഒബ്ജക്റ്റീവ് ആണ് മെച്യൂരിറ്റി സ്റ്റേജിലുള്ളത്. ആൻഡ് ഇപ്പോൾ ഡിക്ലൈൻ ആയി പോയിക്കാനാണ്, പ്രോഡക്റ്റ് ഡിക്ലൈൻ ആയി പോയിക്കാൻ എന്ത് പറ്റും? അത് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യണോ ആഡ് ചെയ്യണോ, കീപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യണോ എന്നൊരു ഡിസിഷൻ നമ്മൾ അവിടെ എടുക്കേണ്ടി വരും. നമ്മൾ ആഡോ ഡ്രോപ്പിൽ പറഞ്ഞു, കീപ്പ് ചെയ്യണോ ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷൻ. ഓക്കെ, ഇതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ, ആൻഡ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഒരു സ്ലൈഡും കൂടി ഉണ്ട്, അതും കൂടി കാണാൻ നിർത്താം. Okay, introduction stage product is launched. Sales grow slowly as people are not aware of the product. Informative advertising is used. Usually no profit. Okay, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ പ്രോഡക്റ്റ്, ആൻഡ് സെയിൽസ് കുറവായിരിക്കും, പ്രോഫിറ്റ് കുറവായിരിക്കും. ഈ സ്റ്റേജിൽ കോസ്റ്റുകൾ കൂടുതലായിരിക്കും. അത് ആൻഡ് നമ്മൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു കേസിൽ. ആൻഡ് സെയിൽസ് വോളിയം കുറവായിരിക്കും, ഹൈ പ്രോഫിറ്റ് ഹൈ പ്രൈസ് ചാർജ് ചെയ്യേണ്ടി വരും, ആൻഡ് ഡിമാൻഡ് ഉണ്ടാക്കി എടുക്കേണ്ടി വരും. ആൻഡ് എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉണ്ടാകുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേജ് ആണ് മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഇപ്പൊ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇപ്പൊ ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർ കമ്പനീസ് ഒക്കെ ഇപ്പൊ ഓരോരോ ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാണ് ഓൺലൈൻ മീറ്റിങ്ങിനൊക്കെ വേണ്ടി. ഓക്കെ, അപ്പൊ അവരൊക്കെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ളവരാണ്. ഓക്കെ, ആ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ജസ്റ്റ് അതിന്റെ ഡിമാൻഡ് മാർക്കറ്റിൽ കണ്ടു, സോ അവര് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ആൻഡ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെയിൽസ് പതുക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി, അഡ്വർടൈസിംഗ് ഒക്കെ എഫക്ട് ചെയ്ത് തുടങ്ങി, പ്രൈസ് ഒക്കെ നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഇനീഷ്യലി ഹൈ ചാർജ് ചെയ്ത് കുറച്ച് കുറയ്ക്കാം. അപ്പൊ സോ നമുക്ക് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് ഗ്രോത്ത് സ്റ്റേജ്. ആൻഡ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പൊ കോമ്പറ്റീഷൻ ഒക്കെ കൂടും, നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോമ്പറ്റീഷൻ ഒക്കെ കൂടും, ബട്ട് സ്റ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജ് ഒരു പീക്ക് ലെവലാണ്. സെയിൽസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തു, ഇന്റൻസ് കോമ്പറ്റീഷൻ ആണ്. സോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാമെന്നാണ് അവിടുത്തെ ഒബ്ജക്റ്റീവ്. സോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ കൂടുതൽ പ്രൊമോഷൻസും അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കൊടുക്കണം. ആൻഡ് അവിടെ ഒരു ഡെഡ് ലൈനും കൂടിയുണ്ട്, ഒരു ചലഞ്ചും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഇനി പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുതിയൊരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് കുറയാൻ സാധ്യതയുണ്ട്, ഡിക്ലൈൻ ആവാൻ സാധ്യതയുണ്ട്. സോ ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയും, പീക്ക് പോയിന്റ് ആണ്. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ മെച്യൂരിറ്റി പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാതെ ഒന്നും കൂടി പ്രൊമോഷൻ ഒക്കെ കൊടുത്ത് അതിനെ ആ മെച്യൂരിറ്റി സ്റ്റേജിൽ തന്നെ റിറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം പ്രോഡക്റ്റിന്. മെച്യൂരിറ്റി സ്റ്റേജിൽ നിന്ന് ഡിക്ലൈൻ ആയി പോയാലും വേറൊരു കോമ്പറ്റീറ്റർ വന്ന് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് കുറയും,
എത്ര അഡ്വർടൈസ്മെന്റ് കൊടുത്താലും അത് എഫക്ട് ചെയ്യൂല, പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് വാല്യൂ തന്നെ ലൂസ് ചെയ്യും. സോ പ്രൊഡക്ഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു കേസിൽ. അപ്പോൾ ഒബ്സലേറ്റ് ആയിട്ടുള്ള ഇൻവെന്ററിക്ക് ആ കേസിൽ വരും. ഇപ്പോ മാരുതി 800 VCR, പിന്നെ പഴയ മോഡൽ ടെലിവിഷൻ, ഇതൊക്കെ ഇപ്പോ ഡിക്ലൈൻ ആയിട്ടുള്ള സ്റ്റേജ് അല്ലേ. ഇപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഉള്ളവര് തന്നെ അത് കൊടുക്കുവാണ്, ഒബ്സലേറ്റ് ആയിട്ടുള്ള ഇൻവെന്ററി. ഓക്കെ, ആൻഡ് ആ കമ്പനിക്ക് വേറെ പ്രോഡക്ട്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അവരുടെ ഈ പ്രോഡക്റ്റ് നേരത്തെ നല്ല മെച്യൂരിറ്റിയിലെ സ്റ്റേജിൽ അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിൽ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഡിക്ലൈൻ ചെയ്തു. ടാറ്റയുടെ നാനോ അതൊക്കെ ഇപ്പോൾ ഡിക്ലൈൻ ആയി. ഓക്കെ, കംപ്ലീറ്റ്ലി പ്രൊഡക്ഷൻ നിർത്തേണ്ടതായിട്ട് വരുന്നത്, അതാണ് ഡിക്ലൈൻ സ്റ്റേജ്. സെയിൽസ് ലൂസ് ചെയ്യാതെ നോക്കണം. സോ മെച്യൂരിറ്റി പോയിന്റിൽ എത്തുമ്പോൾ കമ്പനി ഒരു പീക്ക് പോയിന്റിലാണ്. സോ അവരുടെ സെയിൽസ് ലൂസ് ചെയ്യാതെ നോക്കണം. ഓക്കെ, ഓൾമോസ്റ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് കഴിഞ്ഞു. ഇനി ഒരു BCG, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന് BCG മെട്രിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടി ഉണ്ട്. ആൻഡ് കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, മൺഡേ ചെയ്യാം. ആൻഡ് മാർജിനൽ അനാലിസിസിന്റെ എക്സാം ഉണ്ടാകും മൺഡേ ഓർ ട്യൂസ്ഡേ ഉണ്ടാകും. ഓക്കെ, എല്ലാവരും പഠിക്കുക. അപ്പോൾ അറ്റൻഡൻസ് പറയാത്തൊരു ചാറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു ഓൾ. എല്ലാവരും എന്താ ടോപ്പിക്സ് വായിക്കാട്ടോ, ഫുള്ള് തിയറിയാണ്.